ഹലോ മക്കളെ, വെൽക്കം ടു വേദാന്തു മലയാളം. എല്ലാവർക്കും വേദാന്തു മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് നമ്മുടെ ബയോളജിയിലെ തന്നെ ലാസ്റ്റ് ചാപ്റ്ററിന്റെ NCERT ലൈൻ ബൈ ലൈൻ റിവിഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഈ ഒരു NCERT ക്യാപ്സ്യൂൾ ചെയ്ത് കഴിഞ്ഞു. അതായത് ഇതും കൂടി ആയാൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്യാം, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകാം അല്ലേ. അപ്പൊ ലാസ്റ്റ് ചാപ്റ്റർ ലൈവിലൊക്കെ വന്നപ്പോൾ ചില കുട്ടികൾ പറഞ്ഞിരുന്നു, മിസ് ഇത് ഏതാ ചാപ്റ്റർ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. അപ്പൊ നമുക്കിങ്ങനെ അവസാനം ഒരു ചാപ്റ്റർ കൂടി പഠിക്കാനുണ്ട്. പല ആൾക്കാർക്കും സ്കൂളില് പോർഷൻസ് കഴിഞ്ഞിട്ട് പോലും ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് ഇപ്പോഴും വെളിപാട് വന്നിട്ടില്ല. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചൊക്കെ തുടങ്ങുക കേട്ടോ. നമുക്കിനി സമയമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ന്യൂറൽ സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു അല്ലെ. അതായത് നമ്മളെ ബോഡിയിൽ എന്തുണ്ട്, ഒരു ന്യൂറൽ സിസ്റ്റം ഉണ്ട്. ഈ ന്യൂറൽ സിസ്റ്റത്തിന്റെ പരിപാടി എന്തായിരുന്നു, നമ്മളെ ബോഡിയിലുള്ള പല ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. സോ ഈ കൺട്രോളും കോർഡിനേഷനും ചെയ്യുന്നത് ന്യൂറൽ സിസ്റ്റം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ എന്തുകൂടിയുണ്ട്, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം കൂടിയുണ്ട്. എന്ത് സിസ്റ്റമാണ്? എൻഡോക്രൈൻ സിസ്റ്റം കൂടിയുണ്ട്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസുകളെ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ആ കെമിക്കൽ സബ്സ്റ്റൻസുകളെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള പല ഫങ്ഷൻസും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം എന്താ ചെയ്യുന്നത്, കെമിക്കൽ സബ്സ്റ്റൻസസിനെ പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ പേരെന്താ നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, നമ്മൾ എന്തായാലും ഈ ഒരു ചാപ്റ്റർ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടടാ. ഈ കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് നമ്മുടെ ഹോർമോൺസ്. ഓക്കെ, ഹോർമോൺസ്. സോ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ് അല്ലെ. ഒരു ഓർഗൻ സിസ്റ്റം ആണെങ്കിൽ അതിൽ ധാരാളം എന്ത് വേണം, ഓർഗൻസ് ഒക്കെ വേണം അല്ലെ. സോ എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് എൻഡോക്രൈൻ ഗ്ലാൻസിനെ കൊണ്ടാണ്. ഓക്കെ, എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനെ കൊണ്ടാണ്, എൻഡോക്രൈൻ ഗ്ലാൻസിനെ കൊണ്ടാണ്. ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് പല ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹോർമോൺസ് ആണ് നമ്മുടെ ബോഡിയിൽ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ബയോളജിക്കൽ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻസ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹോർമോൺസ് ഏതൊക്കെയാണ്, ഈ ഹോർമോൺസിന്റെ ഒക്കെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും ഹോർമോൺസിനെയാണ്. എങ്കിൽ ഈ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഹോർമോൺസിനെ നമ്മുടെ സെൽസിലേക്ക് അല്ലെങ്കിൽ ടിഷ്യൂസിലേക്ക് എത്തിക്കാൻ ഡക്റ്റുകൾ ഉണ്ടോ, അതായത് കുഴൽ സംവിധാനം ഉണ്ടോ? ഇല്ല കേട്ടോ. അതായത് എൻഡോക്രൈൻ ഗ്ലാൻസ് ഹോർമോൺസിനെ ഉണ്ടാക്കുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും നേരെ ബ്ലഡിലേക്കാണ്. ബ്ലഡാണ് എന്ത് ചെയ്യുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള ടിഷ്യൂസിലേക്ക് ഈ ഹോർമോൺസിനെ എത്തിക്കുന്നത്. ടിഷ്യൂസിൽ വെച്ചിട്ടായിരിക്കും ആ ബയോളജിക്കൽ ഫംഗ്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡ് ആണ് ഹോർമോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മീഡിയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻസിനെ എന്തെന്ന് വിളിക്കാം, ഡക്റ്റിലെസ് ഗ്ലാൻസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, ഡക്റ്റിലെസ് ഗ്ലാൻസ്, അതായത് കുഴലുകളൊന്നും ഇല്ലാത്ത ഗ്ലാൻസ് എന്ന് വിളിക്കാം. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത്. എൻഡോക്രൈൻ സിസ്റ്റം, എൻഡോക്രൈൻ ഗ്ലാൻസ്, ഹോർമോൺസ് ഇൻ ടു ബ്ലഡ്, ബ്ലഡ് ടു ടിഷ്യൂസ്. ഓക്കെ, യെസ്, നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം അല്ലെ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നോക്കിക്കടാ. ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചൊരു കാര്യമുണ്ട്, ന്യൂറൽ സിസ്റ്റം നമുക്ക് എന്ത് സാധിച്ചു തരുന്നുണ്ട്, അതായത് പോയിന്റ് ടു പോയിന്റ് റാപ്പിഡ് കോർഡിനേഷൻ. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ഇടയിലുള്ള ഒരു റാപ്പിഡ് കോർഡിനേഷൻ ആരുണ്ടാക്കി തരുന്നുണ്ട്, ന്യൂറൽ സിസ്റ്റം അല്ലെ. ഇപ്പൊ നമ്മുടെ റെസ്പിറേഷനും ബ്രീത്തിങ്ങും തമ്മിൽ ഭയങ്കര കോർഡിനേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ലങ്സും നമ്മുടെ ഹാർട്ടും തമ്മിൽ നല്ല കോർഡിനേഷൻ ഉണ്ട്. സോ ഈ ഒരു പോയിന്റ് ടു പോയിന്റ് കോർഡിനേഷനും കാര്യങ്ങൾക്കൊക്കെ കാരണം ന്യൂറൽ സിസ്റ്റം ആണ്. അപ്പൊ ന്യൂറൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും. പക്ഷെ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇറ്റ് ഇസ് ഷോർട്ട് ലിവ്ഡ്. അല്ലാണ്ട് കുറേ സമയത്തേക്കൊന്നും ഈ ഒരു കോർഡിനേഷൻ നിലനിൽക്കുന്നില്ല. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ന്യൂറൽ സിസ്റ്റത്തിൽ എന്താ പഠിക്കുന്നത്, നെർവ് ഫൈബേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ. അപ്പം ഈ നെർവ് ഫൈബേഴ്സിന് എല്ലാ ബോഡിയിലെ സെൽസുമായിട്ടൊരു കണക്ഷൻ ഉണ്ടോ? എല്ലാ സെല്ലുലാർ ഫംഗ്ഷനിലും നെർവ് ഫൈബേഴ്സിന് കൈ കടത്താനായിട്ട് പറ്റുമോ? അങ്ങനെ പറ്റുമോ എന്ന് നമുക്ക് സംശയമുണ്ട് അല്ലെ. സോ നെർവ് ഫൈബേഴ്സ് ഡു നോട്ട് ഇന്നർവേറ്റ് ഓൾ സെൽസ് ഓഫ് ദ ബോഡി. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ഇൻ ഓൾ സെല്ലുലാർ ഫങ്ഷൻസ്. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അല്ലെ. യെസ്, അതായത് എല്ലാ സെല്ലുലാർ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിട്ട് ഈ നെർവ് ഫൈബേഴ്സ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് വേണം, ഒരു സ്പെഷ്യൽ കൈൻഡ് കോർഡിനേഷൻ, ഒരു ഇന്റഗ്രേഷനും കാര്യങ്ങളൊക്കെ വേണം. അതായത് നമ്മളെ ബോഡിയിലുള്ള ഫങ്ഷൻസ് മാത്രമല്ല, നമ്മളെ ബോഡിയിലുള്ള പല കാര്യങ്ങളെയും എന്ത് ചെയ്യണം, ഒരേപോലെ കോർഡിനേറ്റ് ചെയ്യാനും ഇന്റഗ്രേറ്റ് ചെയ്യാനും നമുക്ക് ഒരാളെയും കൂടി വേണം അല്ലെ.
സോ ഈ ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ്. അതായത് നമ്മളെ ബോഡിയിലുള്ള പല ഫങ്ഷൻസും, അത് ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒന്നും അല്ല കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഫങ്ഷൻസും നടത്തി വരുന്നത് നമ്മളെ ബോഡിയിലുള്ള ഹോർമോൺസ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, ന്യൂറൽ സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും ഒരുമിച്ചാണ് കൺട്രോളും കോർഡിനേഷനും റെഗുലേഷനും ഒക്കെ ചെയ്യുന്നത്. ആൻഡ് അവർ ഒരുമിച്ചാണ് ബോഡിയിലെ പല ഫിസിയോളജിക്കൽ ഫങ്ഷൻസും നടത്തുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? എൻഡോക്രൈൻ ഗ്ലാൻസും ആ ഗ്ലാൻസ് ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഹോർമോൺസും പഠിക്കാനുണ്ട്. നമ്മുടെ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കാനുണ്ട്. അത് കൂടാതെ ഈ എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ പുറമെ നമ്മളെ ബോഡിയിൽ വരുന്ന ചില ഇമ്പോർട്ടൻ്റ് അവയവങ്ങൾ, അതായത് ഹാർട്ട്, കിഡ്നി, അതേപോലെ നമ്മുടെ സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, പാൻക്രിയാസ്, അതായത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, ഇങ്ങനെയുള്ള ഭാഗങ്ങളും ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഓൾസോ ഹോർമോൺസിന്റെ ആ ആക്ഷൻ, അതിന്റെ മെക്കാനിസവും കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എൻഡോക്രൈൻ ഗ്ലാൻസ് ആൻഡ് ഹോർമോൺസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ എൻഡോക്രൈൻ ഗ്ലാൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ദേ ആർ ഡക്ട്ലെസ് ഗ്ലാൻസ്, ബിക്കോസ് അവർക്ക് പ്രത്യേകം കുഴൽ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പൊ അവരുണ്ടാക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആയിട്ടുള്ള ഈ ഒരു ഹോർമോൺസിനെ അവർ എങ്ങോട്ടേക്ക് സെക്രീറ്റ് ചെയ്യും? ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഹോർമോൺസ് എന്താന്ന് ചോദിച്ചാൽ കെമിക്കൽസ് ആണ്, കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. ആരുണ്ടാക്കുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ടാക്കുന്നത്. എങ്ങോട്ട് സെക്രീറ്റ് ചെയ്യുന്നു? ദേ ആർ റിലീസ്ഡ് ഓർ സെക്രീറ്റഡ് ഇൻ ടു ദ ബ്ലഡ്. ബ്ലഡ് ആണ് ഇവർ എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സ്പെസിഫിക് ടാർഗറ്റ് ഓർഗൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് ടിഷ്യൂസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഹോർമോൺസ് എന്ന ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ എന്താ ഹോർമോൺസ്? ഹോർമോൺസ് എന്ന് പറയുന്നത് നോൺ ന്യൂട്രിയൻ കെമിക്കൽസ് ആണ്. ഇവർ എന്തായിട്ട് പ്രവർത്തിക്കുന്നു? ഇന്റർ സെല്ലുലാർ മെസഞ്ചേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ആൻഡ് ഇവർ ബൾക്കായിട്ടാണോ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നത്? അല്ല കേട്ടോ, വളരെ കുറച്ച് എമൗണ്ട് ഹോർമോൺസ് മാത്രമേ ഓരോ ഗ്ലാൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതും ആവശ്യാനുസരണം. ആവശ്യത്തിൽ അധികമോ ആവശ്യത്തിൽ കുറവോ അല്ല, ആവശ്യാനുസരണമാണ് ഉണ്ടാക്കുന്നത്. സോ ദേ ആർ ഇന്റർ സെല്ലുലാർ മെസഞ്ചേഴ്സ്. അതായത് നമ്മളെ ബോഡിയിൽ, നമ്മുടെ സെൽസിൽ അകത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കണം, എന്തെങ്കിലും ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ നടക്കണം. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ നടക്കണമെങ്കിൽ എന്ത് ഒരു മെസ്സേജ് വരണം? ഈ ഫംഗ്ഷൻ നടത്താനുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെസ്സേജ് വരണം. സോ അത് കൊണ്ടുവരുന്നത് ഹോർമോൺസ് ആണ്. സോ നമുക്ക് ഇവരെ ഇന്റർ സെല്ലുലാർ മെസഞ്ചേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. സോ ഹോർമോൺസ് എന്ത് ചെയ്യും? നേരെ ബ്ലഡ് വഴി വരും അല്ലെ. ഇത് ബ്ലഡ് ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ബ്ലഡ് വെസലാണ്, ബ്ലഡ് വെസലിൽ ധാരാളം ബ്ലഡ് ഉണ്ട്. ഈ ബ്ലഡ് ആണ് എന്തിനെ കൊണ്ടുവരുന്നത്? ഹോർമോൺസിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, ആ ഹോർമോൺസിനെ അവർ എന്ത് ചെയ്യും? നമ്മളെ ടിഷ്യൂസിലേക്ക്, സെൽസിന്റെ അടുത്തേക്ക് ഇങ്ങനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഹോർമോൺസിനും എല്ലാ സെൽസിനോടും ബൈൻഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റില്ല കേട്ടോ. നോക്കിക്കേ, ഇതെങ്ങനെയാ സംഭവിക്കുക? അതായത് കുറെ ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്. ഈ എല്ലാ ഹോർമോൺസിനും കൂടി എല്ലാ സെൽസിലും വന്ന് പ്രവർത്തിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, സോ ഹോർമോൺസിന് എന്തുണ്ട്? സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് സെൽസ് ഉണ്ട്. എന്തുണ്ട്? ടാർഗറ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ ടാർഗറ്റ് സെൽസ് ഉണ്ട്. ആ ടാർഗറ്റ് സെൽസിൽ കറക്റ്റ് ആയിട്ട് ആര് വന്ന് പ്രവർത്തിക്കും? ഹോർമോൺസ് വന്ന് പ്രവർത്തിക്കും. എങ്ങനെയാണ്? അതായത് ടാർഗറ്റ് സെൽസിന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ അല്ലെങ്കിൽ അകത്ത് എവിടെ വേണമെങ്കിലും ആവാം. ഓക്കെ, നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്പെസിഫിക് ആയിട്ടുള്ള റിസെപ്റ്റേഴ്സ് കാണാനായിട്ട് പറ്റും. എന്ത് കാണാൻ പറ്റും? സ്പെസിഫിക് ആയിട്ടുള്ള റിസെപ്റ്റേഴ്സ് കാണാൻ പറ്റും. ഈ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ഷേപ്പ് സ്പെസിഫിക് ഫോർ ഹോർമോൺസ്. അതായത് ഹോർമോൺസിന് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പാകത്തിലുള്ള റിസെപ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഒരു ഹോർമോണിന് അറിയാം ഏത് റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യണം. ആ റിസെപ്റ്ററുമായിട്ട് അവർക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് അവരുടെ ടാർഗറ്റ് സെൽ. ആ സെല്ലിലാണ് അവർ പ്രവർത്തിക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഹോർമോൺ വന്നിട്ട് എന്ത് ചെയ്യും? ഈ കാണുന്ന റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവും. അതിനനുസരിച്ചാണ് സെല്ലിന്റെ ഉള്ളിലുള്ള ആ ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ നടക്കുന്നത്. ഓക്കെ, ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ നടക്കുന്നത്. ഇനി കുറെ ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്. നോക്കിക്കണം നിങ്ങൾ, ഇങ്ങനെ പല ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്. ഈ കാണുന്ന ഹോർമോൺസിനൊന്നും ഈ റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഹോർമോണിന് സ്പെസിഫിക് ആയിട്ടുള്ള റിസെപ്റ്റർ ആണത്. അതിന് മാത്രമേ റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ ടാർഗറ്റ് സെല്ലിൽ പ്രവർത്തിക്കേണ്ടത് ആ ഒരു ഹോർമോണാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ ഹോർമോൺസ് എന്താണെന്ന് മനസ്സിലായല്ലോ. നോൺ ന്യൂട്രിയൻ കെമിക്കൽസ് ആണ്. ഇവർ ഇന്റർ സെല്ലുലാർ മെസഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ വെരി ട്രേസ് എമൗണ്ട്. ഓക്കെ, ഇനി പുതിയ കുറെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലൈക്ക് കുറെ ന്യൂ മോളിക്യൂൾസ് ആഡ് ആയിട്ടുണ്ട്. അതായത് നമ്മളെ ഈ ഹോർമോൺസിനെ പോലെ തന്നെ കുറെ ന്യൂ മോളിക്യൂൾസ് ഈ ഹോർമോൺസിന്റെ കാറ്റഗറിയിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ പല എൻഡോക്രൈൻ ഗ്ലാൻസും ആണ് ഇവരെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്,
ഇനി ഇൻവേർട്ടിബ്രേറ്റ്സ്. ഇപ്പൊ ഇൻവേർട്ടിബ്രേറ്റ്സിന് സത്യം പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻഡോക്രൈൻ സിസ്റ്റം ആണുള്ളത്. അതിന്റെ അർത്ഥം എന്താ? വളരെ കുറച്ച് ഹോർമോൺസിനെ മാത്രമേ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, സെക്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പക്ഷേ നമ്മളെ വേർട്ടിബ്രേറ്റ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. കാരണം എന്താ? നമുക്ക് ഇഷ്ടം പോലെ ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, സെക്രേറ്റ് ചെയ്യപ്പെടുന്നു, ആൻഡ് നമുക്ക് അതിനനുസരിച്ച് ധാരാളം എൻഡോക്രൈൻ ഗ്ലാൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? നമ്മുടെ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം എങ്ങനെയാണ്, എന്താണ്, ഏതൊക്കെ ഗ്ലാൻസ് ഉണ്ട്, ഏതൊക്കെ ഹോർമോൺസ് ആണ് ഇവർ സെക്രീറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തിലേക്ക് പോവാം അല്ലേ? സോ എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ധാരാളം എൻഡോക്രൈൻ ഗ്ലാൻസിനെ കൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് പല ടൈപ്പുള്ള ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മളെ ബോഡിയിലെ പല പാർട്സിലുള്ള ടിഷ്യൂസ്, സെൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അവിടെ വന്നിട്ടാണ് ഇവർ പ്രവർത്തിക്കുക. സോ എൻഡോക്രൈൻ ഗ്ലാൻസ് ആൻഡ് ഹോർമോൺസ് പ്രൊഡ്യൂസിങ് diffused tissues or cells located in different parts of our body constitute the endocrine system. ഇവിടെ എന്താ പറയുന്നത്? അതായത് നമ്മളെ ബോഡിയിൽ ധാരാളം എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. ഓക്കെ, ഈ എൻഡോക്രൈൻ ഗ്ലാൻസിൽ ധാരാളം ടിഷ്യൂസും സെൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെന്തുണ്ടാക്കുന്നുണ്ട്? ഈ ഹോർമോൺസിനെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ ബോഡിയിൽ തന്നെ പല പാർട്സുകളിലായിട്ടാണ് ഇവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു എൻഡോക്രൈൻ സിസ്റ്റം ഫോം ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് എൻഡോക്രൈൻ ഗ്ലാൻസ്? ആ പേര് നിങ്ങൾ പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾ വിട്ടേക്ക്. ഏതൊക്കെയാണ് പല ടൈപ്പ് എൻഡോക്രൈൻ ഗ്ലാൻസ്? ഇപ്പൊ നമ്മുടെ തലച്ചോറിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെ 3 എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. അതിലൊന്ന് ഹൈപ്പോതലാമസ്. അപ്പൊ ഹൈപ്പോതലാമസ് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ബ്രെയിനിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടാവും, 4 ബ്രെയിനിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ന്യൂറൽ ഫംഗ്ഷൻ മാത്രമല്ല കാണിക്കുന്നത്, അതിന്റെ പുറമെ അവർ എന്തുകൂടി കാണിക്കുന്നുണ്ട്? എൻഡോക്രൈൻ ഫംഗ്ഷൻ, അതായത് ഹോർമോൺസിനും റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ, എന്തുണ്ട്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, പിന്നെ പൈനിയൽ ഗ്ലാൻഡ് ഉണ്ട്. ഇത് 3 നമ്മുടെ തലച്ചോറിന്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പൈനിയൽ. ഇനി നമ്മുടെ ഈ തൊണ്ട ഉണ്ടാവില്ലേ, ഈ തൊണ്ടയുടെ അവിടെ നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡും കാണാം, പാരാതൈറോയിഡ് ഗ്ലാൻഡും കാണാം. അതായത് നമ്മുടെ ത്രോട്ട്, നമ്മുടെ നെക്ക് ഈ ഭാഗത്തായിട്ട് തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്, പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നെഞ്ചിന്റെ അവിടെയായിട്ട്, അതായത് ലങ്സിന്റെ ഇടയിലായിട്ട് എന്ത് വരുന്നുണ്ട്? ഇത് ലങ്സ് ആണെങ്കിൽ അതിന്റെ ഇടയിലായിട്ട് തൈമസ് ഗ്ലാൻഡ് വരുന്നുണ്ട്. ഏത് ഗ്ലാൻഡ് ആണോ? തൈമസ് ഗ്ലാൻഡ് വരുന്നുണ്ട്. ആൻഡ് പാൻക്രിയാസ്. അപ്പൊ പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈജഷനിൽ പഠിക്കുന്നുണ്ട്, അതായത് അതൊരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. പക്ഷെ അത് കൂടാതെ പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസിന് പുറമെ ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെക്രീറ്റ് ചെയ്യുന്നു. സോ അത് എന്താണ്? അത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. ഓക്കെ, പിന്നെ നമ്മളെ കിഡ്നി ഉണ്ടാവില്ലേ, നമ്മളെ കിഡ്നിയുടെ മുകളിലായിട്ട്, അതായത് കിഡ്നിക്ക് തൊപ്പി വെച്ച പോലെ 2 കിഡ്നിയുടെയും മുകളിലായിട്ട് നമുക്ക് എഡ്രീനൽ ഗ്ലാൻഡ് കാണാനായിട്ട് പറ്റുന്നു. ഏത് ഗ്ലാൻഡ് ആണോ? എഡ്രീനൽ ഗ്ലാൻഡ് കാണാനായിട്ട് പറ്റുന്നു. ഓക്കെ, അടുത്തതാണ് ഗൊണാഡ്സ്. അപ്പൊ ഗൊണാഡ്സിന്റെ പ്രത്യേകത എന്താ? മെയിലും ഫീമെയിലും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഫീമെയിൽ ആണെങ്കിൽ അത് ഓവറി ആണ്, ആൻഡ് മെയിലിലാണെങ്കിൽ അത് ടെസ്റ്റസ് ആണ്. ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓവറി എന്ന് പറയുന്നത് നമ്മുടെ ഗാമീറ്റ് ആയിട്ടുള്ള ഓവം ഉണ്ടാക്കുന്ന പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഫീമെയിൽ ആണ്. ടെസ്റ്റസ് എന്ന് പറയുമ്പോൾ സ്പേമിനെ ഉണ്ടാക്കുന്ന, അല്ല സ്പേം ഗാമീറ്റ് ആണ് പുരുഷന്മാരിൽ. സോ ഈ ഗാമീറ്റ് ആയിട്ടുള്ള സ്പേമിനെ ഉണ്ടാക്കുന്ന പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ മെയിൽസ് ആണ്. പക്ഷെ അതിന്റെ പുറമെ അവർ ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓവറിയും ടെസ്റ്റസും ഗൊണാഡ്സ്. അപ്പൊ ഇത്രയും എൻഡോക്രൈൻ ഗ്ലാൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പൈനിയൽ, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, പിന്നെ പാൻക്രിയാസ്, എഡ്രിനൽ, പിന്നെ ടെസ്റ്റസ്, ഓവറി. ഓക്കെ, പേര് ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. യെസ്, സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് പറ്റിയടാ? യെസ്, സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പൈനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, എഡ്രിനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡ്, പിന്നെ ഗൊണാഡ്സ്. ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ ടെസ്റ്റസ് ഇൻ മെയിൽ ആൻഡ് ഓവർ ഇൻ ഫീമെയിൽസ്. ഇതൊക്കെയാണ് നമ്മുടെ ബോഡിയിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻസ്. ഇതിന്റെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. പക്ഷെ ഇതിന്റെ പുറമെ നമ്മുടെ ബോഡിയിലുള്ള ചില ഓർഗൻസ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, അതായത് നമ്മളെ സ്റ്റൊമക്ക്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, ഇതൊക്കെ. പിന്നെ ലിവർ, നമ്മളെ കിഡ്നി, നമ്മളെ ഹാർട്ട്, ഇതെല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, ലിവർ, കിഡ്നി, ഹാർട്ട് എല്ലാം ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്ററിൽ പഠിക്കാൻ പറ്റും അല്ലേ? സോ ഈ ഒരു ഗ്ലാൻഡുകളുടെയൊക്കെ സ്ട്രക്ചർ, ഫങ്ഷൻസ്, അതേപോലെ തന്നെ ഇവരുണ്ടാക്കുന്ന ഹോർമോൺസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ.
യെസ്. സോ ഫസ്റ്റ് നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമ്മുടെ ഹൈപ്പോ തലാമസിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആരെ കൺട്രോൾ ചെയ്യും, ആരെ നിയന്ത്രിക്കും? അതായത് പ്രിൻസിപ്പളുടെ തീരുമാനമൊക്കെ ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നതും അത് നടപ്പിലാക്കുന്നത് ആര് മുഖാന്തരമാണ്? ഹെഡ് മാസ്റ്റർ. ഓക്കെ, ഹെഡ് മാസ്റ്റർ. ഈ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ആരാണടാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഹെഡ് മാസ്റ്റർ എന്താ ചെയ്യുക? ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ടീച്ചേഴ്സ് വഴിയാണ്. സോ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, അതായത് നമ്മുടെ ബോഡിയിൽ പിറ്റ്യൂട്ടറിയും ഹൈപ്പോതലാമസിനും പുറമെയുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഓക്കെ, ടീച്ചേഴ്സ് എന്താ ചെയ്യുക? അവരുടെ ആ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കും. ഈ പറയുന്ന എല്ലാം സ്റ്റുഡൻസിലേക്ക് എത്തിക്കും, നടപ്പിലാക്കും. ഓക്കെ, സോ ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. സോ ഇവിടെ പ്രിൻസിപ്പൾ ആണ് ഹൈപ്പോതലാമസ് കേട്ടോ. എന്താ സംഭവം? ഹൈപ്പോതലാമസിലെ ഹോർമോണുകൾ നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഹൈപ്പോതലാമസിലെ ഹോർമോൺസ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് പണി എടുപ്പിക്കുന്നത് അല്ലെങ്കിൽ പണി നിർത്തിവെപ്പിക്കുന്നത്. അപ്പൊ ഹൈപ്പോതലാമസ് വന്നിട്ട് പിറ്റ്യൂട്ടറിനോട് പറയണം, അല്ലെ? അതായത് ഹൈപ്പോതലാമസിലെ ഹോർമോൺസ് വന്ന് പിറ്റ്യൂട്ടറിനോട് പറയണം, നിനക്ക് വർക്ക് ചെയ്യാൻ സമയമായി, അല്ലെങ്കിൽ നീ നിന്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ വർക്ക് ചെയ്യാൻ സമയമായി എന്നാണ് ഹൈപ്പോതലാമിക് ഹോർമോൺസ് പിറ്റ്യൂട്ടറിനോട് പറയുന്നതെങ്കിൽ അപ്പൊ തന്നെ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും? പിറ്റ്യൂട്ടറിയുടെ ഉണ്ടാവുന്ന ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ആ ഹോർമോൺസ് നേരെ വരുന്നത് നമ്മുടെ ബാക്കിയുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലേക്കാണ്. അപ്പൊ ബാക്കിയുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് പ്രവർത്തിക്കണമെങ്കിൽ, അല്ല ടീച്ചേഴ്സിന് പ്രവർത്തിക്കണമെങ്കിൽ ഹെഡ് മാസ്റ്റർ അടുത്ത് നോട്ടീസ് വരണം. സോ ഇവിടെ ബാക്കിയുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് പ്രവർത്തിക്കണമെങ്കിൽ പിറ്റ്യൂട്ടറി ഹോർമോൺസ് വരണം. പിറ്റ്യൂട്ടറി ഹോർമോൺസ് വന്നിട്ട് ബാക്കി എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനോട്, അതായത് തൈറോയിഡിനോടോ പാരാതൈറോയിഡിനോ ഒക്കെ പറയണം, നിനക്ക് വർക്ക് ചെയ്യാൻ സമയമായിട്ടോ, നീ പെട്ടെന്ന് വർക്ക് ചെയ്തോ എന്ന് പറയണം. അപ്പോഴാണ് ബാക്കി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മളെ ബോഡിയിൽ ആ ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു റൂട്ടാ. ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറിയിൽ നിന്ന് ബാക്കി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഹൈപ്പോതലാമസ് ആണ് പിറ്റ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കുക. പിറ്റ്യൂട്ടറിയാണ് ബാക്കിയുള്ള ഹോർമോൺസിനെ വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കുക, ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നത് കേട്ടോ. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈപ്പോതലാമസിലേക്ക് വരാം അല്ലെ. ഹൈപ്പോതലാമസ്. അപ്പൊ ഹൈപ്പോതലാമസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. അതായത് നമ്മളെ ഫോർ ബ്രെയിനില് ഡയൻസിഫാലോൺ ഉണ്ട് അല്ലെ. സോ ഡയൻസിഫാലോണിന്റെ ബേസൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? അത് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്. സോ കുറേ തരത്തിലുള്ള ഫങ്ഷൻസ് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബ്രെയിനിലെ പ്രധാനപ്പെട്ട പാർട്ടാണ് ഹൈപ്പോതലാമസ്. ഇവർ നമ്മുടെ ബോഡിയിൽ കുറെ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അതിൽ കുറെ ഫങ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, അതൊക്കെ ന്യൂറൽ ഫങ്ഷൻസ് ആണ്. പക്ഷെ അതിന്റെ പുറമെ ഇവർ എങ്ങനെയാണ് എൻഡോക്രൈൻ ഫങ്ഷൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഹൈപ്പോതലാമസില് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ മക്കളെ? നോക്കിക്കടാ, ഇത് ഹൈപ്പോതലാമസ്. എവിടെ? യെസ്, ഇതാണ് ഹൈപ്പോതലാമസ്. ഇതാണ് നമ്മുടെ ഹൈപ്പോതലാമസ് കേട്ടോ. അപ്പൊ ഹൈപ്പോതലാമസിൽ ചില പ്രത്യേകതരം ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസിനെ നമുക്ക് ന്യൂറോ സെക്രീറ്ററി സെൽസ് അല്ലെങ്കിൽ ന്യൂക്ലിയൈ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഇതാണ് ന്യൂറോ സെക്രീറ്ററി സെൽസ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ന്യൂക്ലിയൈ എന്ന് വിളിക്കാം. ഓക്കെ, ആക്ച്വലി ഇവര് ന്യൂറോൺസ് ആണ്. പക്ഷെ ഈ ന്യൂറോൺസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ന്യൂറോൺസിന് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, സെക്രീറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? ഈ ന്യൂറോൺസിന് ഹോർമോൺസിനെ ഉണ്ടാക്കാനും അതിനെ സെക്രീറ്റ് ചെയ്യാനും പറ്റുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഓക്കെ, അപ്പൊ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ദറ്റ് ഇസ് ദ ബേസൽ പാർട്ട് ഓഫ് ഡയൻസിഫാലോൺ, അതായത് ഫോർ ബ്രെയിൻ അല്ലെ. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് സോ മെനി ബോഡി ഫങ്ഷൻസ്. ഓക്കെ, ഹൈപ്പോതലാമസില് ഗ്രൂപ്പ് ഓഫ് എന്തുണ്ട്? സ്പെസിഫിക് ന്യൂറോ സെക്രീറ്ററി സെൽസ് ഉണ്ട്. ഇവരെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയൈ. ഇവരുടെ പ്രത്യേകത എന്താണ്? ദേ ക്യാൻ പ്രൊഡ്യൂസ് ഹോർമോൺസ്. അപ്പൊ ഈ ഹോർമോൺസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ഇൻഹിബിറ്റ് ചെയ്യുക, ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ്. അതായത് ഈ ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ഹോർമോൺസ് ആണ് നമ്മളെ പിറ്റ്യൂട്ടറി ഹോർമോൺസിന്റെ സിന്തസിസ് വേണോ, സെക്രീഷൻ വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും. അപ്പൊ ഹൈപ്പോതലാമസ് 2 ടൈപ്പ് ഹോർമോൺസിനെയാണ് ഉണ്ടാക്കുന്നത്. 2 ടൈപ്സ് ഓഫ് ഹോർമോൺസിനെയാണ് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഈ 2 ടൈപ്പ് ഹോർമോൺസ്? ഒന്ന് റിലീസിങ് ഹോർമോൺസ്. എന്താണ്? റിലീസിങ് ഹോർമോൺസ്. മറ്റൊന്ന് ഇൻഹിബിറ്ററി ഹോർമോൺസ്. എന്താണ്? ഇൻഹിബിറ്ററി ഹോർമോൺസ്.
ഒന്നെന്താണ് റിലീസിങ് ഹോർമോൺസ്, മറ്റൊന്നെന്താണ് ഇൻഹിബിറ്ററി ഹോർമോൺസ്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കത്തിയിട്ടുണ്ടാവും. റിലീസിങ് ഹോർമോൺ ആണ് പിറ്റ്യൂട്ടറിയിലേക്ക് വരുന്നതെങ്കിൽ അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ഹോർമോൺസാ. അതായത് ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്റ്റീവ് ആവും. എന്നിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. അല്ലെ, എന്തിനെ സെക്രീറ്റ് ചെയ്യും? ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. ഇൻഹിബിറ്ററി ഹോർമോൺ ആണ് പിറ്റ്യൂട്ടറിയിലേക്ക് വരുന്നതെങ്കിൽ അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കാനുള്ളതാണ്. അതായത് ഇൻഹിബിറ്ററി ഹോർമോൺസ് വന്ന് പിറ്റ്യൂട്ടറിനോട് പറയും, മോനെ നീ കുറെ നേരമായാലും പണിയെടുക്കുന്നത്, കുറച്ചു നേരം നീ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യണ്ട എന്ന് പറയും. ഇതാണ് 2 ടൈപ്സ് ഓഫ് ഹൈപ്പോതലാമിക് ഹോർമോൺസ്. ഒന്ന് റിലീസിങ് ഹോർമോണും മറ്റൊന്ന് എന്താണ്? ഇൻഹിബിറ്ററി ഹോർമോണും. ഓക്കെ, യെസ്, നോക്കിക്കടാ. യെസ്, ഹൈപ്പോതലാമസ് 2 ടൈപ്സ് ഓഫ് ഹോർമോൺസിനെ ഉണ്ടാക്കുന്നുണ്ട്. റിലീസിങ് ഹോർമോൺ, ഇത് പിറ്റ്യൂട്ടറി ഹോർമോൺസിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അടുത്തതാണ് ഇൻഹിബിറ്ററി ഹോർമോൺസ്, ഇത് പിറ്റ്യൂട്ടറി ഹോർമോൺസിന്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. മറ്റേത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നാണ്. ഞാൻ ഇൻഹിബിറ്റ് എന്ന് പറഞ്ഞത് സ്റ്റിമുലേറ്റ് ആണ്. അതായത് റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഹോർമോൺസിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും, ഇൻഹിബിറ്ററി ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഹോർമോൺസിന്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യിക്കും, നിർത്തിവെപ്പിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ഒരു ഹൈപ്പോതലാമിക് ഹോർമോൺ ആണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, അതായത് GnRH. എന്താണ്? GnRH. ഇത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആണ്. ഇത് റിലീസിങ് ഹോർമോൺ ആണ്, അല്ലെ? റിലീസിങ്, അതായത് പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. സോ ഈ GnRH നേരെ എങ്ങോട്ടേക്ക് എത്തും? നമ്മുടെ പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ ലോബിലേക്ക് എത്തും. സോ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ലോബുകളുണ്ട്. ഓക്കെ, 2 ലോബുകൾ കണ്ടല്ലേ? ഇതൊരു ലോബാണ്, ഇതൊരു ലോബാണ്. ഇതാണ് പോസ്റ്റീരിയർ ലോബ് ആൻഡ് ഇതാണ് ആന്റീരിയർ ലോബ്. സോ ഈ GnRH നേരെ എത്തുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിലേക്ക്, അതായത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് എത്തും. അപ്പൊ ഇത് റിലീസിങ് ഹോർമോൺ ആയതുകൊണ്ട് തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഇവർ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. അപ്പൊ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണരും, അല്ലെ? ആക്റ്റീവ് ആവും. എന്നിട്ട് എന്ത് റിലീസ് ചെയ്യും? ഗൊണാഡോട്രോപ്പിൻസ് റിലീസ് ചെയ്യും. ഓക്കെ, എന്താണ്? ഗൊണാഡോട്രോപ്പിൻസ് റിലീസ് ചെയ്യും. സെറ്റായോ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? പിറ്റ്യൂട്ടറിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു. പിറ്റ്യൂട്ടറിനോട് GnRH പറഞ്ഞു, അതായത് പെട്ടെന്ന് തന്നെ ഗൊണാഡോട്രോപ്പിൻസ് റിലീസ് ചെയ്തു എന്ന്. യെസ്, ഇനി മറ്റൊരു ഹോർമോൺ ആണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഈ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഹൈപ്പോതലാമിക് ഹോർമോൺ ആണ്, പക്ഷെ ഇൻഹിബിറ്ററി ഹോർമോൺ ആണ്. എന്താണ് സൊമാറ്റോസ്റ്റാറ്റിൻ? ഇതൊരു ഇൻഹിബിറ്ററി ഹോർമോൺ, അല്ലെ? എന്ത് ഹോർമോൺ ആണ്? ഇൻഹിബിറ്ററി ഹോർമോൺ ആണ്. ഇയാൾ നേരെ നമ്മുടെ പിറ്റ്യൂട്ടറിയിലേക്ക് വരും. ഓക്കെ, പിറ്റ്യൂട്ടറിയിലേക്ക് വരും. എന്നിട്ട് പിറ്റ്യൂട്ടറിനോട് പറയും, അല്ലെ? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കാണ് വരുന്നത്. എന്നിട്ട് പിറ്റ്യൂട്ടറിനോട് പറയും, മോനെ കുറെ നേരമായാലോ നീ പണിയെടുക്കുന്നത്, കുറച്ചു നേരം നിർത്തിക്കേന്ന് പറയും. അതായത് ഗ്രോത്ത് ഹോർമോണിനെ പിറ്റ്യൂട്ടറി ഇങ്ങനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പ്രൊഡ്യൂസ് ചെയ്യും, സെക്രീറ്റ് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും, സെക്രീറ്റ് ചെയ്യും. പക്ഷേ ആവശ്യത്തിലധികം അത് വന്നപ്പോൾ സൊമാറ്റോസ്റ്റാറ്റിൻ ഹൈപ്പോതലാമസിൽ നിന്ന് നേരെ വന്ന് ആന്റീരിയർ പിറ്റ്യൂട്ടറിനോട് പറയും, ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, എന്തിന്റെ സെക്രീഷൻ ആണ്? ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. അതുകൊണ്ടാണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്തായത്? ഇൻഹിബിറ്ററി ഹോർമോൺ ആയത്. ഓക്കെ, ഇൻഹിബിറ്ററി ഹോർമോൺ ആയത്. മനസ്സിലായോ? അപ്പൊ 2 എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഓക്കെ, സോ GnRH പിറ്റ്യൂട്ടറിയുടെ സിന്തസിസ് സ്റ്റിമുലേറ്റ് ചെയ്യും, അങ്ങനെ പിറ്റ്യൂട്ടറി ഗൊണാഡോട്രോപ്പിൻ റിലീസ് ചെയ്യും. ആൻഡ് സൊമാറ്റോസ്റ്റാറ്റിൻ ഹൈപ്പോതലാമസിൽ നിന്ന് നേരെ വരുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അതായത് പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യും. സെറ്റായല്ലോ? ഈ ഹോർമോൺസ് ഒക്കെ നമ്മളെ ഹൈപ്പോതലാമസിന്റെ ന്യൂറോൺസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഹൈപ്പോതലാമസിൽ കുറെ ന്യൂറോൺസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. ആ ന്യൂറോൺസിൽ നിന്നാണ് ഈ ഹോർമോൺസ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുക. ന്യൂറോൺസിന് എന്തുണ്ട്? ആക്സോൺസ് ഉണ്ട്. ഈ ആക്സോൺസ് വഴി അവർ നേരെ നെർവ് എൻഡിങ്സിലേക്ക് എത്തും. നെർവ് എൻഡിങ്സിൽ വെച്ചിട്ട് അവരെന്താവും? റിലീസ് ആവും. ഓക്കെ, നെർവ് എൻഡിങ്സിൽ വെച്ചിട്ട് അവരെന്താവും? റിലീസ് ആകും. നോക്കിക്കേടാ മക്കളെ. യെസ്, പറഞ്ഞുതരാം. ഇതാണ് ന്യൂറോൺസ്. ഈ ന്യൂറോൺസിന്റെ ആക്സോൺ ആണിത്. ഈ ആക്സോൺ വഴി ഇവർ നേരെ നെർവ് എൻഡിങ്സിലേക്ക് എത്തും. അവിടെ വെച്ചിട്ട് ഹോർമോൺസ് ഒക്കെ റിലീസ് ആവും. അപ്പൊ ഇവിടെ നിങ്ങൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു, ശരിക്കും ഹൈപ്പോതലാമസിനും പിറ്റ്യൂട്ടറിക്കും പരസ്പരം എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ഹൈപ്പോതലാമസ് മേലെ, പിറ്റ്യൂട്ടറി തല, ഇവർക്ക് പരസ്പരം എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെ? അതിൽ തന്നെ ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും മേലെയുള്ള ഇവരുടെ കൺട്രോള് 2 രീതിയിലാണ്. ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാവില്ലേ? ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കുറെ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യും, സെക്രീറ്റ് ചെയ്യും. ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് സ്വന്തമായിട്ട് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനും സെക്രീറ്റ് ചെയ്യാനും പറ്റും.
അതായത് ഹൈപ്പോതലാമസിന്റെ തീരുമാനപ്രകാരമാണെങ്കിലും ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് കുറെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനും സെക്രീറ്റ് ചെയ്യാനും പറ്റുന്നു. പക്ഷേ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അങ്ങനെയല്ല. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് സ്വന്തമായിട്ട് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഹൈപ്പോതലാമസിലുള്ള ഈ ന്യൂറോൺസ് ഉണ്ടാവില്ലേ, ന്യൂക്ലിയൈ ഉണ്ടാവില്ലേ, ഈ ന്യൂക്ലിയൈ ഉണ്ടാക്കുന്ന ചില ഹോർമോൺസ് നേരെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് എത്തും. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അതിനെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ സെക്രീറ്റ് ചെയ്യും. സ്റ്റോർ ചെയ്യും, സെക്രീറ്റ് ചെയ്യും. ഇതാണ് അവരുടെ പരിപാടി. അല്ലാതെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്വന്തമായിട്ട് ഹോർമോൺസിനെ ഉണ്ടാക്കുന്നില്ല. അതിന് പകരം ഹൈപ്പോതലാമസിലെ ന്യൂറോൺസ് കൊണ്ടുവന്ന് കൊടുത്ത ഹോർമോൺസിനെ, ഏതൊക്കെ ഹോർമോൺസ് ആണ് ഞാൻ നേരത്തെ പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നൊക്കെ പറയുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അപ്പൊ ഇങ്ങനെയുള്ള ചില ഹോർമോൺസിന് ഹൈപ്പോതലാമസ് ഉണ്ടാക്കിയിട്ട് അതിനെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സമയം വരുമ്പോൾ അതിനെ സെക്രീറ്റ് ചെയ്യും, റിലീസ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പം ഇവിടെയുള്ള ന്യൂറോൺസിന് ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആയിട്ട് എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. കണ്ടല്ലേ, ഹൈപ്പോതലാമിക് ന്യൂറോൺസ് ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആയിട്ട് ആ ഒരു ന്യൂറൽ കണക്ഷൻ ഉണ്ട്, ന്യൂറൽ ഇന്റർ കണക്ഷൻ ഉണ്ട്. പക്ഷെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആയിട്ട് അത് അങ്ങനെയല്ല. അതായത് ഹൈപ്പോതലാമസിലെ ന്യൂറോൺസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് അല്ല, ഹോർമോൺസ് നേരെ എത്തുന്നത് പോർട്ടൽ സിസ്റ്റത്തിലേക്കാണ്. ഈ തന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടോ, ഇതെന്താണ്? ഇത് പോർട്ടൽ സിസ്റ്റം അല്ലെങ്കിൽ പോർട്ടൽ വെസൽസ് ആണ്. അപ്പൊ ഈ ന്യൂറോൺസ് സെക്രീറ്റ് ചെയ്ത ഹോർമോൺസ് നേരെ പോർട്ടൽ വെസൽസിലേക്ക് കയറും. പോർട്ടൽ വെസൽസ് പോർട്ടൽ സർക്കുലേഷൻ വഴി ഇതിനെ നേരെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് എത്തും. സോ ഹൈപ്പോതലാമസും ആന്റീരിയർ പിറ്റ്യൂട്ടറിയും പരസ്പരം കണക്ട് ആവുന്നത് ഡയറക്റ്റ് ആയിട്ടല്ല, ത്രൂ പോർട്ടൽ സർക്കുലേഷൻ ആണ്. പോർട്ടൽ വെസൽസ് ആണ് ഹോർമോൺസിനെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് എത്തിക്കുന്നത്. ദാറ്റ് ഈസ് പോർട്ടൽ സർക്കുലേഷൻ. സെറ്റ് ആയല്ലോ? യെസ്, ഇതാണ് ഇവർ തമ്മിലുള്ള വെറൈറ്റി ഓഫ് കണക്ഷൻസ് അല്ലേ. ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ഓക്കെ, സോ ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തുന്നത് പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴിയാണ്. എന്നിട്ട് അവർ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഫംഗ്ഷൻസിനെ കൺട്രോൾ ചെയ്യും, റെഗുലേറ്റ് ചെയ്യും. പക്ഷെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോതലാമസിന്റെ ഡയറക്റ്റ് കൺട്രോളിലാണ്, ത്രൂ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ ന്യൂറൽ റെഗുലേഷൻ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഹൈപ്പോതലാമസിൽ പഠിക്കാനുള്ളത്. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ കണ്ടോ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എക്സാമിന് ലേബൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടടാ? ഹൈപ്പോതലാമസ് തന്നിട്ടുണ്ട്, ഹൈപ്പോതലാമിക് ന്യൂറോൺസ് തന്നിട്ടുണ്ട്, പോർട്ടൽ സർക്കുലേഷൻ തന്നിട്ടുണ്ട്, പോസ്റ്റീരിയർ ആന്റീരിയർ പിറ്റ്യൂട്ടറിയും തന്നിട്ടുണ്ട്. ഇത്രയും ഇവിടെ തന്നിട്ടുള്ളൂ. ഓക്കെ, സെറ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഹൈപ്പോതലാമസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഹൈപ്പോതലാമസിൽ നിങ്ങൾ ആകെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദേ കണ്ടെയ്ൻസ് ഹോർമോൺ പ്രൊഡ്യൂസിങ് ന്യൂറോൺസ്. അതിന് വിളിക്കുന്ന പേര് ന്യൂക്ലിയൈ എന്നാണ്. 2 ടൈപ്പ് ഹോർമോൺസിനെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് റിലീസിങ് ഹോർമോൺ, പിന്നെ ഒന്ന് ഇൻഹിബിറ്ററി ഹോർമോൺ. റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇൻഹിബിറ്ററി ഹോർമോൺ പിറ്റ്യൂട്ടറിന്റെ ഹോർമോൺ സെക്രീഷനെ എന്ത് ചെയ്യും? അതായത് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ഗ്ലാൻഡ് ആയിട്ടുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് പോവാം. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ ഗ്ലാൻഡ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഥ ആലോചിക്കുക. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്റർ ആയിരുന്നു അല്ലേ? യെസ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? മാസ്റ്റർ ഗ്ലാൻഡ്. എന്തുകൊണ്ടാണ് ഇതിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നതെന്ന് അറിയോ? പിറ്റ്യൂട്ടറി ആണ് ബാക്കിയുള്ള എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലെ ആ ഒരു ഹോർമോൺ സെക്രീഷനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും. ഹെഡ് മാസ്റ്റർക്കാണ് എല്ലാ ടീച്ചേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുക. അതുപോലെ ഇവിടെ പിറ്റ്യൂട്ടറിക്കാണ് എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും അവരുടെ ഫംഗ്ഷനെയൊക്കെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് മാസ്റ്റർ ഗ്ലാൻഡ്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു അസ്ഥി കൊണ്ടുണ്ടാക്കിയ, അതായത് ബോണ് കൊണ്ടുണ്ടാക്കിയ ഒരു കുഞ്ഞു പെട്ടി അല്ലെ, ഒരു ബോണി ക്യാവിറ്റിയുടെ അകത്താണ്. ഈ ബോണി ക്യാവിറ്റിനെ വിളിക്കുന്ന പേരാണ് സെല്ല ടൊർസിക്ക. എന്താണ് വിളിക്കുക? സെല്ല ടൊർസിക്ക. പക്ഷേ ഇവിടെയാണ് ബോഡി ക്യാവിറ്റി കേട്ടോ. ഈ ബോണി ക്യാവിറ്റി, ആ ബോണി ക്യാവിറ്റിയുടെ അകത്താണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെല്ല ടൊർസിക്ക എന്ന് വിളിക്കുന്നത്. എന്നാലും ആര് തമ്മിൽ കണക്ഷൻ ഉണ്ട്? അതായത് നമ്മുടെ പിറ്റ്യൂട്ടറിയും അതേപോലെ തന്നെ ഹൈപ്പോതലാമസും തമ്മിൽ അറ്റാച്ച്ഡ് ആണ്. ഇവരെ പരസ്പരം അറ്റാച്ച് ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് ആണ്. ഓക്കെ, ഇതാണ് ആ സ്റ്റോക്ക്. ദിസ് ഇസ് ദ സ്റ്റോക്ക്. ഇതിനെയാണ് നമ്മൾ ഇൻഫണ്ടിബുലം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഇൻഫണ്ടിബുലം. ഈ ഇൻഫണ്ടിബുലം എന്ന് പറയുന്ന സ്റ്റോക്ക് വഴിയാണ് പിറ്റ്യൂട്ടറിയും അതേപോലെ തന്നെ ഹൈപ്പോതലാമസും പരസ്പരം അറ്റാച്ച്ഡ് ആവുന്നത്. നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം? 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. യെസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാണ് എഡിനോ ഹൈപ്പോഫൈസസും മറ്റൊന്നാണ് ന്യൂറോ ഹൈപ്പോഫൈസസും. എന്താണടാ? ഒന്ന് എഡിനോ ഹൈപ്പോഫൈസസും മറ്റൊന്ന് എന്താണ്? ന്യൂറോ ഹൈപ്പോഫൈസസും. എഡിനോ ഹൈപ്പോഫൈസസിനെ വീണ്ടും നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്
പാഴ്സ് ഡിസ്റ്റാലിസ്, അടുത്തതാണ് പാഴ്സ് ഇന്റർമീഡിയ. ഓക്കെ, എന്താണ് പാഴ്സ് ഡിസ്റ്റാലിസും പാഴ്സ് ഇന്റർമീഡിയയും? ഇതിൽ പാഴ്സ് ഡിസ്റ്റാലിസ് ആണ് നമ്മൾ പറയുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി. പാഴ്സ് ഡിസ്റ്റാലിസ് ആണ് എന്തെന്ന് പറയുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഇനി ന്യൂറോ ഹൈപ്പോഫൈസസ് ആണ് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, ന്യൂറോ ഹൈപ്പോഫൈസസ് എന്താണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഇതിനെ വിളിക്കുന്ന പേരാണ് പാഴ്സ് നെർവോസ. പാഴ്സ് നെർവോസ. ഓക്കെ, പാഴ്സ് നെർവോസ. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് രണ്ട് ടൈപ്പ്, എഡിനോ ഹൈപ്പോഫൈസസും ന്യൂറോ ഹൈപ്പോഫൈസസും. എഡിനോ ഹൈപ്പോഫൈസസ് നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, പാഴ്സ് ഡിസ്റ്റാലിസും പാഴ്സ് ഇന്റർമീഡിയയും. പാഴ്സ് ഡിസ്റ്റാലിസ് ആണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. പിന്നെ ന്യൂറോ ഹൈപ്പോഫൈസസ് ആണ് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് അതിനെ വിളിക്കുന്ന പേരാണ് പാഴ്സ് നെർവോസ. ഇതില് ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി അതായത് പാഴ്സ് ഡിസ്റ്റാലിസ് കുറേ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗ്രോത്ത് ഹോർമോൺ, പിന്നെ പ്രോലാക്റ്റിൻ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, എഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ, പിന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ പറയുന്ന എല്ലാ ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഓക്കെ, യെസ്. ഇനി പാഴ്സ് ഇന്റർമീഡിയ സെക്രീറ്റ് ചെയ്യുന്നത് ഒരൊറ്റ ഹോർമോൺ ആണ്, അതാണ് MSH, അതായത് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി പാഴ്സ് നെർവോസ് അതായത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺസിനെ സ്റ്റോർ ചെയ്യുക, സെക്രീറ്റ് ചെയ്യുക, ആ പരിപാടി മാത്രമേ പാഴ്സ് നെർവോസയ്ക്ക് ഉള്ളൂ അല്ലേ. അപ്പൊ ആ ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും അതുപോലെ തന്നെ വാസോപ്രസിനും. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്കിത് പഠിച്ചിട്ട് അതിന്റെ ഫംഗ്ഷൻസിലേക്ക് വരാം കേട്ടോ. ഓക്കെ, യെസ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ലൊക്കേറ്റ് ചെയ്ത ബോണി ക്യാവിറ്റി സെല്ലാ ടർസിക്ക ആൻഡ് ഹൈപ്പോതലാമസുമായിട്ട് സ്റ്റോക്ക് വഴി ഇത് അറ്റാച്ച്ഡ് ആണ്. പിന്നെ പിറ്റ്യൂട്ടറിനെ നമുക്ക് അനാട്ടമിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, എഡിനോ ഹൈപ്പോഫൈസസും ന്യൂറോ ഹൈപ്പോഫൈസസും. എഡിനോ ഹൈപ്പോഫൈസസിന് രണ്ട് പോർഷൻസ് ഉണ്ട്, പാഴ്സ് ഡിസ്റ്റാലിസും പാഴ്സ് ഇന്റർമീഡിയയും. പാഴ്സ് ഡിസ്റ്റാലിസിനെയാണ് നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വിളിക്കുന്നത്. പാഴ്സ് ഡിസ്റ്റാലിസ് അല്ലെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാ? ഒന്ന് ഗ്രോത്ത് ഹോർമോൺ, ഓക്കെ, GH, അത് നമ്മളെ വളർച്ചയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഹോർമോണാണ്. അടുത്തതാണ് പ്രോലാക്റ്റിൻ, PRL, അതായത് നമ്മളെ മാമറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മിൽക്ക് പ്രൊഡക്ഷനും സെക്രീഷനും, അതാണ് പ്രോലാക്റ്റിന്റെ ഫംഗ്ഷൻ. അടുത്തതാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH. അപ്പൊ ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ ലോബിൽ നിന്ന് TSH നേരെ പോകുന്നത്, അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നേരെ പോകുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിലേക്കാണ്. എന്നിട്ട് തൈറോയിഡ് ഗ്ലാൻഡിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോഴാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുക? ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുക. അടുത്തത് ACTH, അതായത് എഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. നമ്മൾ എഡ്രീനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ACTH. എന്നാലേ എഡ്രീനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് LH, ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ. അടുത്തതാണ് FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, LHും FSHും ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്, നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി പാഴ്സ് ഇന്റർമീഡിയറ്റ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇപ്പൊ നമ്മള് എന്താ പറയുക, സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ, ഹെയറിന്റെ പിഗ്മെന്റേഷൻ, ഇതിനൊക്കെ കാരണം മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഈ മെലാനിനെ ഉണ്ടാക്കുന്നത് മെലാനോസൈറ്റ് എന്ന് പറയുന്ന സെൽസ് ആണ്. ഈ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് MSH ആണ്, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഈ MSH വന്നിട്ട് മെലാനോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്താലേ മെലാനോസൈറ്റ്സ് എന്ത് സെക്രീറ്റ് ചെയ്യുള്ളൂ? മെലാനിനെ സെക്രീറ്റ് ചെയ്യുള്ളൂ. ഇനി പാഴ്സ് ഇന്റർമീഡിയയും സത്യം പറഞ്ഞാൽ പാഴ്സ് ഡിസ്റ്റാലിസും പരസ്പരം നല്ലോണം മേർജ്ഡ് ആണ് കേട്ടോ. അവർ പരസ്പരം ഭയങ്കര സ്നേഹത്തിലാണ്. അതായത് പാഴ്സ് ഇന്റർമീഡിയറ്റ് ആൻഡ് പാഴ്സ് ഡിസ്റ്റാലിസ് രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. ഇനി ന്യൂറോ ഹൈപ്പോഫൈസസ് അല്ലെങ്കിൽ പാഴ്സ് നെർവോസിനെ നമ്മൾ കോമൺ ആയിട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വിളിക്കും. ഇവർ രണ്ട് ഹോർമോൺസിനെ സ്റ്റോർ ചെയ്യും, റിലീസ് ചെയ്യും. അതാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇവർ ആക്ച്വലി ഉണ്ടാക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ആൻഡ് ന്യൂറോൺസിന്റെ ആക്സോൺസ് ഒക്കെ വഴി എന്ത് ചെയ്യും? ഇതിനെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് ഇവര് സെക്രീറ്റ് ചെയ്യും ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഇതിനെ സ്റ്റോർ ചെയ്യും, റിലീസ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിനി ഓരോ ഹോർമോൺസിനെ കുറിച്ചും പഠിക്കാം അല്ലെ. ഫസ്റ്റത്തതാണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ. അപ്പൊ ഗ്രോത്ത് ഹോർമോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ നമ്മുടെ എല്ലാ വയസ്സിലും വളരുന്നില്ല. അപ്പൊ നമുക്ക് എന്തുണ്ട്? ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ട്. എന്തുണ്ട്? ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ട്. ആ ഗ്രോത്ത് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ജനിച്ചത് മുതൽ നമ്മളൊരു 10-20 വയസ്സ് വരുന്നത് വരെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഗ്രോത്ത് ഫേസ് ആണ്. അപ്പൊ ഈ ഗ്രോത്ത് ഫേസിന്റെ സമയത്ത് നമുക്ക് നന്നായിട്ട് വളരണമെങ്കിൽ, നമ്മളെ സെൽസ് ഒക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യണം, ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഗ്രോത്ത് ഹോർമോൺ വേണം. എന്ത് വേണം? ഗ്രോത്ത് ഹോർമോൺ വേണം. സോ ഗ്രോത്ത് ഫേസിന്റെ സമയത്ത് ഈ ഒരു ഗ്രോത്ത് ഹോർമോൺ ഓക്കെ കൂടുതലായിട്ട് ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മൾ വല്ലാതെ അങ്ങ് വളരും. 7 അടി 8 അടി ഒടുക്കത്തെ ഉയരത്തിൽ നമ്മൾ വളരും അല്ലെ. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ജൈജാന്റിസം. എന്താണ് വിളിക്കുന്നത്? ജൈജാന്റിസം. പക്ഷേ ഗ്രോത്ത് ഫേസിന്റെ സമയത്ത് ഗ്രോത്ത് ഹോർമോൺ വളരെ കുറവാണെങ്കിലോ നമുക്ക് ആവശ്യത്തിന് വളർച്ച ഉണ്ടാവുന്നുണ്ടോ?
ഇല്ല അല്ലെ. ആവശ്യത്തിന് നമ്മൾ വളരുന്നില്ല, നമ്മൾ കുള്ളന്മാരായി പോകും അല്ലെ. അത്ഭുത ദ്വീപ് സിനിമയിൽ നിങ്ങൾ കാണുന്ന കുള്ളന്മാർ, അല്ലെങ്കിൽ ഇപ്പം ഗിന്നസ് പക്രു, ഇങ്ങനെ ആയി പോകും. അതിനെ വിളിക്കുന്ന പേരാണ് ഡ്വാർഫിസം അല്ലെ, റിട്ടാർഡഡ് ഗ്രോത്ത്. അതാണ് ഡ്വാർഫിസം. ഓക്കെ. അപ്പം ഗ്രോത്ത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കാരണമോ അല്ലെങ്കിൽ അതിന്റെ എക്സസീവ്നെസ് കാരണമോ ആണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഗ്രോത്ത് ഫേസ് വരെ നമുക്ക് വളർന്നാൽ മതി, അതിനുശേഷം നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നത് കുറെ മാറ്റങ്ങളാണ്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ആ സമയത്തും ഗ്രോത്ത് ഹോർമോൺ ധാരാളം നമ്മളെ ബോഡിയിൽ ഉണ്ടാവും, ഗ്രോത്ത് ഫേസിന് ശേഷവും. അപ്പം നമ്മളെ ബോഡിയിൽ ഈ താടിയൊക്കെ അങ്ങോട്ട് എല്ലുകളൊക്കെ നന്നായിട്ട് നീളം വെക്കും, മുഖമൊക്കെ വലിയ വലുപ്പമായിരിക്കും, വിരലിലത്തെ ബോൺസ് ഒക്കെ നീളം വെക്കും, കൈ ഭയങ്കര നീളം അല്ലെ. അപ്പൊ ആ ഒരു അവസ്ഥേനെ വിളിക്കുന്ന പേരാണ് ആക്രോമെഗാലി. എന്താണ് വിളിക്കുക? ആക്രോമെഗാലി. ഓക്കെ. അപ്പൊ 3 പ്രശ്നങ്ങളാണ് നമുക്ക് ഗ്രോത്ത് ഹോർമോൺ കാരണം പഠിക്കാനുള്ളത്. യെസ്. അപ്പം ഗ്രോത്ത് ഹോർമോണിന്റെ ഓവർ സെക്രീഷൻ നമ്മളെ ബോഡിക്ക് അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടാക്കും. അപ്പൊ ജൈജാൻഡിസം ആണ് ഉണ്ടാവുക. ലോ സെക്രീഷൻ ആണെങ്കിലോ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആണ്, ദാറ്റ് ഈസ് ഡ്വാർഫിസം. ഓക്കെ. അതെന്താണ്? ഡ്വാർഫിസം. അത് കൂടാതെ ആക്രോമെഗാലി കൂടി ഉണ്ട് കേട്ടോ. അടുത്തത് പ്രോലാക്റ്റിൻ, PRL. പ്രോലാക്റ്റിൻ നേരെ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക നമ്മുടെ മാമറി ഗ്ലാൻഡിനെയാണ്. അതായത് മാമറി ഗ്ലാൻഡിന്റെ ഗ്രോത്തും മാമറി ഗ്ലാൻഡിൽ നല്ല രീതിയിൽ മിൽക്കിന്റെ ഫോർമേഷനും ഒക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പ്രോലാക്റ്റിൻ വേണം. അല്ല, നമുക്കറിയാം പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാല് കൊടുക്കണം. സോ നന്നായിട്ട് പാല് മാമറി ഗ്ലാൻഡിൽ ഉണ്ടാവണം. അപ്പം ആ മാമറി ഗ്ലാൻഡിന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റ് പിന്നെ ആ മിൽക്ക് പ്രൊഡക്ഷനും ഒക്കെ കാരണം പ്രോലാക്റ്റിൻ ആണ്. അടുത്തതാണ് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പം ഇവർ നേരെ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനെയാണ്. അപ്പോഴാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുക? തൈറോയിഡ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുക. അടുത്തത് ACTH. അപ്പൊ ACTH എന്ന് പറയുമ്പം നമ്മുടെ എഡ്രിനൽ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഇവർ വന്ന് എഡ്രിനൽ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രമേ എഡ്രിനൽ കോർട്ടക്സ് എന്ത് ചെയ്യുന്നുള്ളൂ? ഹോർമോൺസ്. ഏത് ഹോർമോൺസ്? ആ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആയിട്ടുള്ള ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിനെയൊക്കെ സിന്തസൈസ് ചെയ്യുന്നുള്ളൂ, സെക്രീറ്റ് ചെയ്യുന്നുള്ളൂ. കോർട്ടക്സ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് കേട്ടോ. അപ്പൊ ആ സ്റ്റിറോയിഡ് ഹോർമോൺസിനെ ഉണ്ടാക്കണമെങ്കിലും സെക്രീറ്റ് ചെയ്യണമെങ്കിലും ACTH വന്നിട്ട് എഡ്രിനൽ കോർട്ടക്സിനോട് അത് പറയാം. അടുത്തതാണ് LH ഉം FSH ഉം. ഇവര് ഗൊണാഡ്സിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഗൊണാഡ്സ് ഉണ്ടാക്കുന്ന ഹോർമോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൊണാഡോട്രോപ്പിൻസ്. അതായത് ഫീമെയിലും മെയിലും ഉണ്ടാകുന്ന സെക്സ് ഹോർമോൺസ് ഇല്ലേ, അതാണ് ഗൊണാഡോട്രോപ്പിൻസ്. LH ഉം FSH ഉം നേരെ വന്ന് ഗൊണാഡ്സിനോട് പറയണം, നിങ്ങൾക്ക് സമയമായി ഗൊണാഡോട്രോപ്പിൻസിനെ റിലീസ് ചെയ്തോളൂ എന്ന്. പക്ഷെ ഇതിൽ തന്നെ LH ഉം FSH ഉം സ്ത്രീയിലും പുരുഷനിലും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പൊ മെയിലില്, പുരുഷന്മാരിൽ LH ആരെ വന്നിട്ടാണ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുക? നമ്മളെ ടെസ്റ്റസിനെ വന്നിട്ട്. അപ്പൊ ടെസ്റ്റസിൽ ഒരു പ്രത്യേകതരം സെൽസ് ഉണ്ട് കേട്ടോ, അതിനെ വിളിക്കുന്ന പേരാണ് ലേഡിക് സെൽസ്. അപ്പൊ ഈ കാണുന്ന ലേഡിക് സെൽസിനെ വന്നിട്ട് ആര് സ്റ്റിമുലേറ്റ് ചെയ്യും? LH സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോഴാണ് ലേഡിക് സെൽസ് എന്ത് ചെയ്യുന്നത്? ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെ. ആൻഡ്രോജൻസ് എന്ന് പറയുന്നത് എന്താ? ഗ്രൂപ്പ് ഓഫ് മെയിൽ സെക്സ് ഹോർമോൺസ് ആണ്, പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ. അപ്പൊ ഇതിനെ സിന്തസൈസ് ചെയ്യണമെങ്കിലും സെക്രീറ്റ് ചെയ്യണമെങ്കിലും LH വന്നിട്ട് ടെസ്റ്റസിനോട് അല്ലെങ്കിൽ ടെസ്റ്റസിന്റെ അകത്തുള്ള ലേഡിക് സെൽസിനോട് പറയണം. ഇനി മെയിലില് FSHന്റെ പരിപാടി എന്ന് പറഞ്ഞാല് FSH ഉം അതിനോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ആൻഡ്രോജൻസും ഒക്കെ സ്പെർമാറ്റോജെൻസിന് ഹെൽപ്പ് ചെയ്യും. സ്പെർമാറ്റോജെൻസിസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പേമിന്റെ പ്രൊഡക്ഷൻ അല്ലെ, ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേം ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് FSH. ഓക്കെ. ഇനി ഫീമെയിലാണെങ്കിൽ എന്താണ് LHന്റെ പരിപാടി? LHന്റെ ഫുൾ ഫോം എന്താണ്? ല്യൂട്ടിനൈസിങ് ഹോർമോൺ ആണ് കേട്ടോ. ഇവര് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് 14ാമത്തെ ദിവസം എത്തുമ്പം നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടും. ഓക്കെ. എന്താണ്? ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടും. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയാലാണ് ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ആര് പുറത്തേക്ക് വരിക? ഓവം പുറത്തേക്ക് വരിക. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. അപ്പൊ ഓവുലേഷന് കാരണക്കാരൻ ആരാണ്? അത് LH ആണ്. ഓക്കെ, LH ആണ്. യെസ്. ആൻഡ് ഓൾസോ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയാലേ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ട് മാറുള്ളൂ? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുള്ളൂ. അപ്പൊ അതിനും കാരണക്കാരൻ ആരാണ്? LH ആണ്. ഓക്കെ, LH ആണ്. മനസ്സിലായല്ലോ? അതായത് ഒന്നുമില്ല, റപ്ചറിങ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ, അതാണ് LH ഫീമെയിൽ ചെയ്യുന്ന പരിപാടി. അടുത്ത് FSH ഫീമെയിൽ എന്താ ചെയ്യുക? അതായത് നമ്മൾ 2 ഓവറിയിലും ഫോളിക്കിൾസ് ഉണ്ട്. അപ്പം ഓരോ മാസവും ഈ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് അത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറണം, മെച്യൂർ ചെയ്യണം. സോ ഈ ഫോളിക്കിൾസിന്റെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, മെച്യൂറേഷൻ, ഇതാണ് FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ പരിപാടി ഇൻ ഫീമെയിൽസ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ അത് മനസ്സിലായല്ലോ? യെസ്. ഇത് ഞാൻ റബ്ബ് ചെയ്യുന്നുണ്ടോ മക്കളെ? അടുത്തതാണ് നമ്മുടെ MSH, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പൊ ഇവര് നേരെ ആക്ട് ചെയ്യുക മെലാനോസൈറ്റ്സിലാണ്. മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റിനെ ഉണ്ടാക്കുന്ന സെൽസ്. അപ്പം ഈ സെൽസിനെ വന്നിട്ട് MSH സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോഴാണ് മെലാനിൻ റിലീസ് ആവുക അല്ലെ, മെലാനോസൈറ്റിൽ നിന്ന് മെലാനിൻ റിലീസ് ആവുക. അപ്പോഴാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നത്.
ഓക്കെ, യെസ്. അടുത്തതാണ് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതുമായിട്ടുള്ള ഹോർമോൺസ് ആയിട്ടുള്ള ഓക്സിറ്റോസിനും അതേപോലെ തന്നെ വാസോപ്രസിനും. ആദ്യം ഓക്സിറ്റോസിൻ. അപ്പോൾ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സ്മൂത്ത് മസിൽസ് ഉണ്ടാവില്ലേ, ആ സ്മൂത്ത് മസിൽസിനെ കോൺട്രാക്ട് ചെയ്യിക്കുന്ന ആളാണ് ഈ പറയുന്ന ഓക്സിറ്റോസിൻ. ഓക്കെ, അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രസവിക്കുന്ന സമയത്ത്, അതായത് 9 മാസമായി ഒരമ്മ ആൻഡ് കുഞ്ഞ് പുറത്തേക്ക് വരണം. അപ്പോൾ ആ ഡെലിവറി സമയത്ത് നമ്മളെ യൂട്രസ് സ്ട്രോങ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യും. അപ്പോഴാണ് ആ കുഞ്ഞ് പുറത്തേക്ക് എത്തുന്നത് കേട്ടോ. സോ ഈ യൂട്രസിന്റെ സ്ട്രോങ് കോൺട്രാക്ഷന് കാരണം ഓക്സിറ്റോസിനാണ്. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് പ്രസവവേദന വരുന്നത് യൂട്രസ് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ പ്രസവവേദന വന്നിട്ടില്ലെങ്കിൽ ഡോക്ടേഴ്സ് കുത്തിവെക്കുന്നതൊക്കെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് കേട്ടോ. സോ യൂട്രസിന്റെ കോൺട്രാക്ഷൻ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഓക്സിറ്റോസിൻ. അതേപോലെ പ്രോലാക്റ്റിൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാമറി ഗ്ലാൻഡിൽ മിൽക്കിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മിൽക്ക് പുറത്തേക്ക് വരണ്ടേ, സക്ക് ചെയ്യുമ്പോൾ മിൽക്ക് ഇജക്ട് ചെയ്യണം. സോ മിൽക്കിന്റെ ഇജക്ഷൻ ആര് വേണം, ഓക്സിറ്റോസിൻ വേണം. സോ മാമറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് ഇജക്ഷൻ ആര് വേണം, ഓക്സിറ്റോസിൻ വേണം. അടുത്തതാണ് വാസോപ്രസിൻ. അപ്പൊ വാസോപ്രസിനെ നമ്മൾ മറ്റൊരു പേരിൽ കൂടി വിളിക്കും ആന്റി ഡയൂററ്റിക് ഹോർമോൺ. എന്താണടാ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. എന്താണ് ഡയൂറസിസ്? നമ്മളെ ബോഡിയിൽ നിന്ന് ധാരാളം വെള്ളം നഷ്ടപ്പെടുന്നതിനെയാണ് ഡയൂറസിസ് എന്ന് പറയുക. പക്ഷെ ഇത് ആന്റി ഡയൂററ്റിക്ക, അതായത് ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി ഇസ് പ്രിവെന്റഡ് അല്ലെ. അതാണ് വാസോപ്രസിന്റെയും ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെയും പരിപാടി. രണ്ടുപേരും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം വാസോപ്രസിൻ അതിന് വേണ്ടിയിട്ട് നമ്മളെ കിഡ്നിയിലാണ് ആക്ട് ചെയ്യുക. ഓക്കെ, കിഡ്നിയിൽ വന്നിട്ട് ഇവർ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ കിഡ്നിയിൽ നിന്ന് ധാരാളം വാട്ടറിനെയും ഇലക്ട്രോലൈറ്റ്സിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഅബ്സോർബ് ചെയ്യാൻ പറ്റും. അതായത് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH നേരെ നമ്മുടെ നെഫ്രോണിന്റെ DCTയിൽ വരും, ഡിസ്റ്റൽ കൺവൊല്യൂട്ടഡ് ട്യൂബ്യൂളിൽ വരും, ആക്ട് ചെയ്യും. അപ്പോഴാണ് DCT എന്ത് ചെയ്യുക, കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് അല്ലെ. ആവശ്യം വരുമ്പോൾ മാത്രം പണിയെടുക്കുന്ന ആളാണ് DCT. സോ ആ സമയത്ത് ഇവരെന്ത് ചെയ്യും, DCT എന്ത് ചെയ്യും, വാട്ടറിനെയും അതുപോലെ അയോൺസിനെയും ഒക്കെ റീഅബ്സോർബ് ചെയ്യും. അപ്പൊ യൂറിനിലൂടെ വെള്ളം നഷ്ടപ്പെടുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ വാസോപ്രസിന്റെ അളവ് കുറയുകയാണെങ്കിൽ ധാരാളം വെള്ളം മൂത്രത്തിലൂടെ നഷ്ടപ്പെടും. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഡയബറ്റിസ്. എന്താ, ഷുഗർ ആണോ? അല്ല, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഇറ്റ് ഇസ് കോൾഡ് ആസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എന്താണ്, 2 ഭാഗം, എഡിനോ ഹൈപ്പോഫൈസിസും ന്യൂറോ ഹൈപ്പോഫൈസിസും. എഡിനോ ഹൈപ്പോഫൈസിസിന്റെ 2 പാസ് ഡിസ്റ്റാലിസ്, പാസ് ഇന്റർമീഡിയ. പാസ് ഡിസ്റ്റാലിസ് ആണ് ആന്റിയർ പിറ്റ്യൂട്ടറി, ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അതിന് നമുക്ക് പൾസ് നെർവോസ എന്ന് പറയാം. അപ്പൊ ഈ പറയുന്ന GH, TSH, PRL, LH, FSH അല്ലെ, ഇതെല്ലാം സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. പിന്നെ പാൾസ് ഇന്റർമീഡിയ സെക്രീറ്റ് ചെയ്യുന്നത് MSH ആണ്. പിന്നെന്താണ്, പാൾസ് നെർവോസ എന്താ ചെയ്യുന്നത്, ഓക്സിറ്റോസിനെയും വാസോപ്രസിനെയും സ്റ്റോർ ചെയ്യും, സെക്രീറ്റ് ചെയ്യും. പിന്നെ അതിന്റെ ഫങ്ഷൻസ് ഇത്രയേ ഉള്ളൂ നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പഠിക്കാം. അടുത്തതാണ് നമ്മുടെ പൈനിയൽ ഗ്ലാൻഡ്. എന്താണടാ, പൈനിയൽ ഗ്ലാൻഡ്. അപ്പൊ പൈനിയൽ ഗ്ലാൻഡ് എവിടെയാ വരുന്നത്, ഇതേപോലെ നമ്മുടെ ബ്രെയിനോട് ചേർന്ന് നമ്മുടെ തലച്ചോറിന്റെ അടുത്ത് തന്നെയാണ് ആരിയിരിക്കുന്നത്, പൈനിയൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. പൈനിയൽ ഗ്ലാൻഡിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കാം. നമ്മുടെ ഫോർ ബ്രെയിനിന്റെ ഡോർസൽ സൈഡിലായിട്ടാണ് ഈ ഒരു പൈനിയൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. അപ്പൊ പൈനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് മെലാറ്റോണിൻ. എന്താണടാ, മെലാറ്റോണിൻ. അപ്പൊ മെലാറ്റോണിൻ എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിൽ മെയിൻ ആയിട്ട് ചെയ്യുന്ന പരിപാടി. അപ്പൊ നമുക്ക് നമ്മളെ ബോഡി 24 മണിക്കൂറിനോട് അഡാപ്റ്റഡാ. കറക്റ്റ് എപ്പോൾ നമുക്ക് ഉറങ്ങണം, എഴുന്നേൽക്കണം എന്നൊക്കെ അറിയാം. അതായത് ഒരു 24 hour റിതം അല്ലെങ്കിൽ ഒരു സിർക്കാഡിയൻ റിതം അല്ലെങ്കിൽ ഡയോണൽ റിതം എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. ഈ 24 hour ഡയോണൽ റിതം ഓഫ് ആ ബോഡി അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് പൈനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഹോർമോൺ ആയിട്ടുള്ള മെലാറ്റോണിൻ ആണ്. ഓക്കെ, യെസ്. അതായത് നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേൽക്കണം, ഈ കാര്യത്തിന് ഇവർ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഇല്ലേ, ആ ബോഡി ടെമ്പറേച്ചറിന് ഇവർ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇതിന്റെ പുറമെ തന്നെ നമ്മളെ ബോഡിയുടെ മെറ്റബോളിസം, നമ്മളെ സ്കിന്നിന്റെയും ഹെയറിന്റെ ഒക്കെ പിഗ്മെന്റേഷൻ, പിന്നെ നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിൾ ആൻഡ് നമ്മുടെ ഡിഫെൻസ്, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ മെലാറ്റോണിന് ഒരു പങ്കുണ്ട്. ഓക്കെ, അപ്പൊ മെലാറ്റോണിൻ എന്ന് പറയുന്നത് പൈനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു 24 hour റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നു. സ്ലീപ്പ് വേക്ക് സൈക്കിൾ, ബോഡി ടെമ്പറേച്ചർ, അത് കൂടാതെ മെറ്റബോളിസം, പിഗ്മെന്റേഷൻ, നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിൾ, ഡിഫെൻസ്, ഇതിലെല്ലാത്തിലും ഇവർ പങ്കെടുക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് ഇവരെ വിളിക്കാൻ കാരണം എന്താ? 24 hour rhythm of our body is controlled by them അല്ലെ, അതുകൊണ്ടാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഇത് കൂടാതെ ചില ഓർഗാനിസംസിൽ പൈനിയൽ ഗ്ലാൻഡിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ചില ഓർഗാനിസംസ് ഒരു പ്രത്യേക സമയത്ത് മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ആ സമയത്ത് ആ ഓർഗാനിസംസിന് ആ ഒരു എന്താ പറയാ അലേർട്ട്നെസ് ഒക്കെ കൊടുക്കാനായിട്ട് മെലാറ്റോണിന് പറ്റും കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ പൈനിയൽ ഗ്ലാൻഡ്. അടുത്തതാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിന് 2 ലോബ്സ് ഉണ്ട്. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡിന് എത്ര ലോബ്സ് ഉണ്ട്? 2 ലോബ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ തൈറോയിഡ് ഗ്ലാൻഡ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? അപ്പൊ നമ്മുടെ വോക്കൽ കോഡ്, അതായത് നമ്മുടെ സൗണ്ട് ബോക്സ് ലാറിങ്സിന്റെ തൊട്ട് താഴെയും ട്രക്കിയുടെ തൊട്ട് മുകളിലുമായിട്ട് ഇങ്ങനെ അല്ലെ, ഇത് ട്രക്കിയാണെങ്കിൽ അതിനിങ്ങനെ പൊതിഞ്ഞിട്ടാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത്. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിന് 2 ലോബ്സ് ഉണ്ട്. ട്രക്കിയയുടെ ഇരുഭാഗങ്ങളിലായിട്ട് നമുക്ക് ലോബ്സ് കാണാം. ഒരു ഭാഗത്ത് ഒരു ലോബ്, ഒരു ഭാഗത്ത് ഒരു ലോബ്, അങ്ങനെ 2 ഭാഗത്തായിട്ട് ഇങ്ങനെ 2 ലോബുകളായിട്ട് നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡിനെ കാണാൻ പറ്റും. അപ്പൊ ഈ 2 ലോബ്സിനെയും പരസ്പരം ഇന്റർ കണക്ട് ചെയ്യുന്നത് ബണ്ടിൽ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഈ ബണ്ടിൽ ഓഫ് കണക്റ്റീവ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇസ്തമസ്. എന്താണ് വിളിക്കുക? ഇസ്തമസ്. അതായത് 2 ലോബല്ലേ, ഇവരെ പരസ്പരം ഇന്റർ കണക്ട് ചെയ്യുന്നത് എന്താണ്? ലൈക്ക് ഒരു കൂട്ടം ഭയങ്കര നേരിയ തിൻ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് ഇസ്തമസ്. ഓക്കെ, ഇസ്തമസ്. ഇനി നിങ്ങൾ തൈറോയിഡ് ഗ്ലാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ എന്ത് കാണാം? ധാരാളം സെൽസിനെ കാണാം. ഇഷ്ടം പോലെ സെൽസ് ഉണ്ടാവും. കണ്ടില്ലേ നിങ്ങൾ? ഇഷ്ടം പോലെ എന്തുണ്ട്? സെൽസ് ഉണ്ട് അല്ലെ. ആക്ച്വലി തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫോളിക്കിൾസിനെ കൊണ്ടും സ്ട്രോമൽ ടിഷ്യൂസിനെ കൊണ്ടുമാണ്. എന്താണ്? ഫോളിക്കിൾസിനെ കൊണ്ടും സ്ട്രോമൽ ടിഷ്യൂസിനെ കൊണ്ടും. അപ്പൊ ഫോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ഫോളിക്കുലാർ സെൽസിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ് ഫോളിക്കിൾ. കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ കുറേ കാണാം അല്ലെ, സെൽസ് കാണാം. ഇതൊക്കെ ഫോളിക്കിൾസ് ആണ്, അല്ലെങ്കിൽ ഫോളിക്കുലാർ സെൽസ് ആണ്. അപ്പൊ ഫോളിക്കിൾസ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ ഫോളിക്കുലാർ സെൽസിനെ കൊണ്ട്. ഈ ഫോളിക്കുലാർ സെൽസ് ആണ് തൈറോയിഡിന്റെ ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫോളിക്കുലാർ സെൽസ് ആണ് തൈറോയിഡ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ ടൈപ്പാണ് തൈറോയിഡ് ഹോർമോൺസ്? നമുക്ക് ഓൾറെഡി അറിയുന്ന 2 എണ്ണം ഉണ്ട്, T3 ഉം T4 ഉം. T3 എന്ന് പറഞ്ഞാൽ ട്രൈ അയഡോ തൈറോണിൻ, T4 എന്ന് പറഞ്ഞാൽ ടെട്രാ അയഡോ തൈറോണിൻ. അതിൽ T4-നാണ് കുറേ പ്രത്യേകതകളുള്ളത്. കാരണം T4-നെ നമുക്ക് ടെട്രാ അയഡോ തൈറോണിൻ എന്ന് മാത്രമല്ല തൈറോക്സിൻ എന്ന് കൂടി വിളിക്കാം. എന്ത് വിളിക്കാം? തൈറോക്സിൻ എന്ന് കൂടി വിളിക്കാം. ഓക്കെ, ഈ തൈറോക്സിൻ നമ്മുടെ ബോഡിയിൽ ഇഷ്ടം പോലെ പരിപാടി ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മുടെ മെറ്റബോളിസത്തിന്റെ റേറ്റ് കൂട്ടാൻ തൈറോക്സിന് പറ്റും. എനർജി പ്രൊഡക്ഷൻ കൂട്ടാൻ തൈറോക്സിന് പറ്റും. അതേപോലെ തന്നെ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് നല്ലോണം ശാരീരിക വളർച്ച, ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാവണം, മെന്റൽ ഗ്രോത്ത് ഉണ്ടാകും. ഇതിനെല്ലാം ആർക്ക് കൈകടത്താൻ പറ്റും? തൈറോക്സിന് പറ്റും. ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്, അതായത് മെന്റൽ ഗ്രോത്ത്, പിന്നെ ഫിസിക്കൽ ഗ്രോത്ത്, ഇതിനെല്ലാം എന്ത് വേണം? തൈറോക്സിൻ വേണം. സോ തൈറോക്സിൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ്. മെയിൻ ആയിട്ട് മെറ്റബോളിസം ആൻഡ് മെറ്റബോളിക് റേറ്റിനെ കൂട്ടാനായിട്ട് തൈറോക്സിന് പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, ഈ തൈറോക്സിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവാം. അതിന്റെ മുന്നേ തൈറോക്സിൻ ഉണ്ടാവണമെങ്കിലേ തൈറോയിഡ് ഗ്ലാൻഡ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റൂല. തൈറോയിഡ് ഗ്ലാൻഡിന് ആരുടെയും കൂടി സഹായം വേണം, അയോഡിന്റെ സഹായം വേണം. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഉപ്പിന്റെ പാക്കറ്റ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയോഡൈസ്ഡ് സോൾട്ട് എന്നുണ്ടോ? നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കേണ്ട ഒരു മെയിൻ ന്യൂട്രിയന്റ് ആണ് അയോഡിൻ. ഈ അയോഡിന്റെ സഹായത്തോടു കൂടി മാത്രമേ തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. സോ തൈറോയിഡ് ഗ്ലാൻഡ്, അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിന് 2 ലോബ്സ് ഉണ്ട് അല്ലെ. ട്രക്കിയുടെ ഇരുഭാഗങ്ങളിലായിട്ടാണ് ഈ ലോബ്സ് ഇരിക്കുന്നത്. 2 ലോബ്സിനെ ഇന്റർ കണക്ട് ചെയ്യുന്ന തിൻ ഫ്ലാപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂനെ വിളിക്കുന്ന പേരാണ് ഇസ്തമസ്. ഓക്കെ, ഇസ്തമസ്. തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫോളിക്കിൾസിനെ കൊണ്ടും സ്ട്രോമൽ ടിഷ്യൂസിനെ കൊണ്ടുമാണ്. ഓരോ തൈറോയിഡ് ഫോളിക്കിളിനെയും ഉണ്ടാക്കിയിട്ടുള്ളത് ഫോളിക്കുലാർ സെൽസ് ആണ്. ഇവരൊരു ക്യാവിറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ എൻക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഫോളിക്കുലാർ സെൽസ് സിന്തസൈസ് ചെയ്യുന്ന 2 ഹോർമോൺസ്, അതാണ് നിങ്ങൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഒന്ന് T4, അതായത് തൈറോക്സിൻ അല്ലെങ്കിൽ ടെട്രോ അയഡോ തൈറോണിൻ, പിന്നെ ഒന്ന് T3 ട്രൈ അയഡോ തൈറോണിൻ. ഇനി തൈറോയിഡ് ഹോർമോൺസിന്റെ സിന്തസിസിന് എന്തുകൂടി വേണം? അയോഡിൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അയോഡിൻ കൂടി വേണം. ഇറ്റ് ഇസ് വെരി 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 എസെൻഷ്യൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡിഫക്റ്റുകളിലേക്ക് പോകും. അതായത് ഇപ്പൊ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണ് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യും, അതായത് ഹൈപ്പർ സെക്രീഷൻ, അതായത് ആവശ്യത്തിലധികം സെക്രീറ്റ് ചെയ്യപ്പെട്ടാൽ ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. എന്താണ് വിളിക്കുക? ഹൈപ്പർ തൈറോയിഡിസം. ഇനി ഈ പറയുന്ന തൈറോക്സിൻ ആവശ്യത്തിന് പോലും ഇല്ല, അതായത് വളരെ കുറവ് മാത്രമേ ഉണ്ടാവുന്നുള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോ സെക്രീഷൻ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം. എന്താണ്? ഹൈപ്പോ തൈറോയിഡിസം. അപ്പൊ തൈറോക്സിൻ കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം, തൈറോക്സിൻ കുറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം തൈറോക്സിൻ നമ്മുടെ ബോഡിയിൽ കുറെ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്.
പക്ഷെ തൈറോക്സിന്റെ അളവ് കുറഞ്ഞ ഈ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമോ? നടക്കില്ല. അപ്പം ഇൻ കേസ് നമ്മളെ ബോഡിയിൽ ഈ ഒരു തൈറോക്സിന്റെ അളവ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പം നമ്മളെ മെറ്റബോളിസം ഒക്കെ ഭയങ്കര സ്ലോ ആവും. മെറ്റബോളിസം സ്ലോ ആവുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ വീർത്ത് വരും. അതായത് ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യും, നന്നായിട്ട് തടിക്കും. പിന്നെ എപ്പോഴും ഒരു മന്ദത, സ്ലഗ്ഗിഷ്നെസ് ഉണ്ടാവും. ഇനി കുട്ടികളിൽ ഈ ഒരു ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന്റെ വളർച്ചയും ബുദ്ധി വളർച്ചയും നിന്നു പോകും, കുറഞ്ഞു പോകും. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്രെറ്റിനിസം. അതായത് കുട്ടികളിൽ ഹൈപ്പോ തൈറോയിഡിസം വന്നാൽ അത് ക്രെറ്റിനിസം ആണ്. ഓക്കെ, കാരണം എന്താ? അവരുടെ ബുദ്ധി വളരണമെങ്കിലും ശരീരം വളരണമെങ്കിൽ തൈറോക്സിൻ വേണം. പക്ഷെ തൈറോക്സിൻ ഇല്ല. അപ്പൊ അവർക്ക് മെന്റൽ റിട്ടാർഡേഷൻ വരും, ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാവില്ല, സ്റ്റണ്ടർഡ് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക, ലോ IQ ആയിരിക്കും, ഇന്റലിജൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി മുതിർന്ന ആൾക്കാരിലാണെങ്കിലും ഇത് വരുന്നത് ഭയങ്കര തടിയും ഇവിടെയൊക്കെ ഇങ്ങനെ വീർത്തിരിക്കും അല്ലെ. ആ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അതാണ് മിക്സ്ഡ് എഡിമ. എന്താടാ? മിക്സ്ഡ് എഡിമ. അതായത് ബോഡിയുടെ പല ടിഷ്യൂസും ഇങ്ങനെ വീങ്ങിയിരിക്കും. അതാണ് മിക്സ്ഡ് എഡിമ എന്ന് പറയുന്നത്. ഭയങ്കര മന്ദതയായിരിക്കും, ക്ഷീണമായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അതാണ് മിക്സ്ഡ് എഡിമ. അപ്പൊ ഹൈപ്പോതൈറോയിഡിസം ഇൻ ചിൽഡ്രൻ, ക്രെറ്റിനിസം ആൻഡ് വലിയ ആൾക്കാരാണെങ്കിൽ അത് മിക്സ്ഡ് എഡിമയാണ്. ഇനി നോക്കിക്കേ, ഇപ്പൊ അയഡിൻ ഉണ്ടെങ്കിലേ തൈറോയ്ഡ് ഗ്ലാൻഡിന് തൈറോക്സിനെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അയോഡിൻ കുറവാണ്, അയോഡിൻ വരുന്നില്ല. അപ്പൊ ആദ്യമൊക്കെ തൈറോയ്ഡ് ഗ്ലാൻഡ് അയോഡിൻ വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കും, പക്ഷെ വരുന്നില്ല. അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? സ്വന്തമായിട്ട് തൈറോക്സിനെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അയോഡിൻ ഇല്ലല്ലോ, അപ്പം സ്വന്തമായിട്ട് ഞാൻ തൈറോയ്ഡ് ഗ്ലാൻഡിനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ട് ഈ തൈറോയ്ഡ് ഗ്രന്ഥി അങ്ങോട്ട് എൻലാർജ് ചെയ്യും, വലുതാവും. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഗോയിറ്റർ. എന്താണ്? ഗോയിറ്റർ. ഓക്കെ, ഇത് ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ഭാഗമാണ് കേട്ടോ. അതായത് അയോഡിൻ ഇല്ലാത്തത് കൊണ്ട് തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനെ വീങ്ങി വന്നു, എൻലാർജ്ഡ് ആയി. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഗോയിറ്റർ. ഓക്കെ, യെസ്. നോക്കിക്കേ, ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ results in hypothyroidism and also enlargement of thyroid gland, commonly called goiter. Hypothyroidism പ്രഗ്നൻസി സമയത്ത് വരികയാണെങ്കിൽ കുഞ്ഞുങ്ങൾ, അതായത് ആ ബേബിയുടെ ഗ്രോത്ത് നിന്നുപോകും. ഓക്കെ, അതായത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റും അധികം മെച്യൂറേഷനും ഒന്നും കുട്ടി കാണിക്കില്ല, സ്റ്റണ്ടർഡ് ഗ്രോത്ത് ആയിരിക്കും. ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്രെറ്റിനിസം. മെന്റലിയും കുട്ടി റിട്ടാർഡഡ് ആവുന്നുണ്ട്, IQ വളരെ കുറയും, സ്കിന്ന് എബ്നോർമൽ ആയിരിക്കും, ഡെഫ് മ്യൂട്ടിസം പോലെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ക്രെറ്റിനിസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. അഡൽട്ടിൽ ഹൈപ്പോതൈറോയിഡിസം വന്നാൽ അത് മിക്സഡിമിക്കാണ് കാരണം. ഇനി സ്ത്രീകളിലെ ഈ ഹൈപ്പോതൈറോയിഡിസം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആവും. അതായത് നമുക്കറിയാം കറക്റ്റ് 28 ഡേയ്സ് കൂടുമ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ വരണം. പക്ഷെ തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക് അത് ഇങ്ങനെ നീണ്ടു പോകും, പിന്നെ ഭയങ്കര ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണമെന്ന് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് PCODയും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഹൈപ്പോതൈറോയിഡിസം. അടുത്തതാണ് ഹൈപ്പർ തൈറോയിഡിസം. അതായത് ഇപ്പൊ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും ക്യാൻസർ വന്നു, അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിൽ എന്തെങ്കിലുമൊക്കെ നൊഡ്യൂൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ തൈറോയിഡ് ഹോർമോൺസിന്റെ സിന്തസിസും സെക്രീഷനും അങ്ങ് കൂടും, ഹൈ ലെവലിലേക്ക് പോകും. അതാണ് ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, ഹൈപ്പർ തൈറോയിഡിസം വന്നുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന്, മെറ്റബോളിസം വളരെ കൂടും, ഹെവി മെറ്റബോളിസം. അപ്പൊ മെറ്റബോളിക് റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ ബോഡി അതിനെ താങ്ങൂല, നമ്മളിങ്ങനെ മെലിഞ്ഞ് വരും അല്ലെ, വെയിറ്റ് ലോസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ചൂടൊന്നും ഒട്ടും താങ്ങാൻ പറ്റൂല, ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഹൈപ്പർ തൈറോയിഡിസത്തിനുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. ഇനി കോമൺ ആയിട്ട് തൈറോയിഡ് ഹോർമോൺസ് നമ്മളെ ബോഡിയിൽ എന്തൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട്? ഓക്കെ, കോമൺ ആയിട്ടാണ്. ഒന്ന്, നമ്മളെ BMR. എന്താ BMR? ബേസൽ മെറ്റബോളിക് റേറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്, എസ്പെഷ്യലി തൈറോക്സിൻ ഒക്കെയാണ്. അതേപോലെ RBCയുടെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, ഇതിന്റെയൊക്കെ മെറ്റബോളിസത്തിനും ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? തൈറോയിഡ് ഹോർമോൺസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോഡിയിൽ ഒരു വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസിങ് ഉണ്ട് അല്ലേ, വാട്ടർ അയോണിക് ബാലൻസ്, ഇത് ചെയ്യാനും തൈറോയിഡ് ഹോർമോൺസിന് പറ്റും. ഇത് കൂടാതെ ഒരു ഹോർമോണും കൂടി നമുക്കിവിടെ പഠിക്കാനുണ്ട്. നമ്മളെ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ഹോർമോൺ, അതാണ് തൈറോ കാൽസിറ്റോണിൻ, അല്ലെങ്കിൽ നമുക്കിതിനെ കാൽസിറ്റോണിൻ എന്ന് വിളിക്കാം. തൈറോ കാൽസിറ്റോണിൻ അല്ലെങ്കിൽ കാൽസിറ്റോണിൻ. ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവല് റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് കാൽസിറ്റോണിൻ. ആ കൂടുതൽ ഫംഗ്ഷൻസ് ഞാൻ പാരാതൈറോയിഡ് ഗ്ലാൻഡ് പറയുമ്പോൾ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, കാൽസിറ്റോണിൻ. അപ്പൊ അതുകൂടി ആലോചിക്കുക. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് ശരിക്കും 3 ഹോർമോൺസിനെ റിലീസ് ചെയ്തു, T3യും T4ഉം കാൽസിറ്റോണിനും. ഇത്രയും നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡിൽ പഠിക്കാനുള്ളൂ. ആകെ നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി, T3, T4, കാൽസിറ്റോണിൻ. അതിൽ T4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കുറഞ്ഞാൽ ഹൈപ്പോ, കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോന്റെ ഭാഗമാണ് ഗോയിറ്റർ, അതായത് അയഡിൻ ഇല്ലാത്തത് കൊണ്ട്
നമ്മുടെ ഈ കാണിക്കുന്ന എന്താ പറയുക തൈറോയ്ഡ് ഗ്ലാൻഡ് വീങ്ങി വരുന്നു, അതാണ് ഗോയിറ്റർ. ആൻഡ് അതിനോടൊപ്പം തന്നെ ഹൈപ്പോതൈറോയിഡിസം ഇൻ കുട്ടികൾ ഇറ്റ് ഇസ് ക്രെറ്റിനിസം ആൻഡ് വലിയ ആൾക്കാർ ഇറ്റ് ഇസ് മിക്സ്ഡ് എഡിമ. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? ഇപ്പൊ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 കുഞ്ഞു ലോബുകൾ കാണാം. അതാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. അതായത് ഇപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് തന്നെ 2 ലോബാ. ഇതിൽ ഒരു ലോബിൽ 2 പാരാതൈറോയ്ഡ് ഗ്ലാൻഡും ഒരു ലോബിൽ 2 പാരാതൈറോയ്ഡ് ഗ്ലാൻഡും ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. നോക്കിക്കടാ, ഇതാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിങ്ങൾ കണ്ടോ 4 കുഞ്ഞു റെഡ് കുത്തുകൾ കണ്ടോ, 4 കുഞ്ഞു ലോബ്സ് കണ്ടോ? ഇതാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പൊ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരേ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. ഓക്കെ, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ആ ഒരൊറ്റ ഹോർമോൺ നമ്മൾ എന്ത് വിളിക്കും? പാരാതൈറോയ്ഡ് ഹോർമോൺ, അതായത് PTH. ഈ പറയുന്ന കാൽസിറ്റോണിനും അതിനോടൊപ്പം തന്നെ PTHും ഒരുമിച്ചാണ് ബ്ലഡില് കാൽഷ്യത്തിന്റെ ലെവല് റെഗുലേറ്റ് ചെയ്യുക. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ബ്ലഡിൽ എത്രയാണ് നോർമൽ കാൽഷ്യത്തിന്റെ ലെവൽ വരേണ്ടത്? 9 മുതൽ 11 mg, 9 to 11 mg per 100 ml. അത്ര മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവൽ വരാൻ പാടുള്ളൂ. 9 കുറയാനും പാടില്ല, 11 കൂടാനും പാടില്ല. എപ്പോഴാണോ നമ്മളെ കാൽഷ്യത്തിന്റെ ലെവല് 11 കൂടുന്നത്, അപ്പം തൈറോയ്ഡ് ഗ്ലാൻഡ് ആരെ സെക്രീറ്റ് ചെയ്യും? കാൽസിറ്റോണിനെ സെക്രീറ്റ് ചെയ്യും. അപ്പൊ കാൽസിറ്റോണിന് എങ്ങനെയെങ്കിലും ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവൽ കുറച്ചാൽ മതി അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് പരിപാടിയാണ് എടുക്കുക? എന്താ അവർ ചെയ്യുക? അതായത് ബ്ലഡിൽ കാൽഷ്യം ഉണ്ടാവരുത്, ബോൺസിന് ആവശ്യത്തിന് കാൽഷ്യം വേണം. അപ്പൊ ഈ കാൽസിറ്റോണിൻ മെല്ലെ നമ്മളെ ബോൺസിനോട് വന്നിട്ട് പറയും ബ്ലഡിൽ കുറേ കാൽഷ്യം ഉണ്ട്, സോ കുറച്ചൊക്കെ നീ അങ്ങ് എടുത്തോ എന്ന് പറയും. ഓക്കെ, അപ്പൊ ബോൺ പറയും ഓക്കെ അല്ലെ, അസ്ഥികൾക്ക് എല്ലിന് എന്തായാലും കാൽഷ്യം വേണം, ആയിക്കോട്ടെ ബ്ലഡിലുള്ള കാൽഷ്യമൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറയും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ബോണിനോട് പറയും, അതായത് ബോണിൽ നിന്ന് കാൽഷ്യം ബ്ലഡിലേക്ക് മിക്സ് ആവും, അത് കുറച്ച് നേരത്തേക്ക് നിർത്തണം എന്ന് പറയും. അപ്പൊ ഇങ്ങനെ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവൽ കുറയും. മെയിൻ ആയിട്ട് ബോൺ അബ്സോർബ് ചെയ്താൽ തന്നെ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവൽ കുറയും കേട്ടോ. ഇത് ചെയ്യുന്നത് ആരാണ്? ഇത് കാൽസിറ്റോണിൻ. അങ്ങനെയാണെങ്കിൽ പാരാതൈറോയ്ഡ് ഹോർമോൺ എന്താ ചെയ്യുക? ഇവർ 2 ആന്റഗോണിസ്റ്റിക്കാ, ഒരാൾ ചെയ്യുന്നതിന്റെ നേരെ വിപരീതമാണ് അടുത്ത ആൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ PTHന്റെ മെയിൻ പരിപാടി എന്താ? കാൽഷ്യം അയോൺസിനെ നമ്മളെ ബ്ലഡിൽ റെഗുലേറ്റ് ചെയ്യുക. ഇതില് എപ്പോഴാണോ നമ്മളെ കാൽഷ്യത്തിന്റെ ലെവല് 9 കുറയുന്നത്, അങ്ങനെ പറയാൻ പാടില്ല, കാൽഷ്യം ബ്ലഡിൽ കുറഞ്ഞു, അപ്പൊ തന്നെ പാരാതൈറോയ്ഡ് ഹോർമോണ് റിലീസ് ആവും. ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ എന്താ ചെയ്യാന്ന് വെച്ചാല് ബോൺസിൽ ധാരാളം എന്തുണ്ട്? കാൽഷ്യം ഉണ്ട്. അപ്പൊ മെല്ലെ ഇവര് ബോണിനോട് പോയിട്ട് പറയും ബ്ലഡിൽ കാൽഷ്യം ഇല്ല, കുറച്ച് നീങ്ങുകയാന്ന് പറയും. എന്നിട്ട് ബോണിൽ നിന്ന് കാൽഷ്യത്തിനെ ബ്ലഡിലേക്ക് തന്നെ റീ അബ്സോർബ് ചെയ്യും, അതായത് ഡീമിനറലൈസേഷൻ ഓഫ് ബോൺസ്. ഓക്കെ, ഇത് കൂടാതെ ഇവര് കിഡ്നിയിലേക്ക് പോകും. അവിടെ എന്തുണ്ട്? PCT, ഹെല്ലിസ്ലിപ്പ്, DCT ഒക്കെ ഉണ്ട് അല്ലെ. അപ്പം അവിടെ വെച്ചിട്ട് ഇവര് റീനൽ ട്യൂബ്യൂൾസിൽ നിന്ന് എന്ത് ചെയ്യും? അതായത് റീനൽ ട്യൂബ്യൂൾസിലൂടെ ഫിൽട്രേറ്റ് പോവില്ല, ഫിൽട്രേറ്റിൽ കാൽഷ്യം ഉണ്ട്, ആ കാൽഷ്യത്തിനെയൊക്കെ ബ്ലഡിലേക്ക് ഇവര് അബ്സോർബ് ചെയ്യും. പിന്നെ നമ്മൾ കഴിച്ച ഫുഡ് ഉണ്ടാവില്ലേ, ഫുഡ് കാൽഷ്യമുള്ള ഫുഡുകളൊക്കെ ഉണ്ടാവില്ലേ, ആ കാൽഷ്യമുള്ള ഫുഡിൽ നിന്ന്, അതായത് നമ്മളെ ഡൈജഷൻ നടക്കുമ്പം കാൽഷ്യം കുറേ ഉണ്ടാവുന്നുണ്ട്, ആ കാൽഷ്യത്തിനെയും അവർ ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്യും. അപ്പൊ എങ്ങനെയൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഇവർ എങ്ങനെയെങ്കിലും ഒക്കെ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവല് കൂട്ടും. സോ നമുക്ക് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ? കാരണം എന്താ? കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടുന്നു, അതാണ് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ. ഓക്കെ, സെറ്റ് ആയല്ലോ? ഇതാണ് PTH, പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ. യെസ്, അപ്പൊ പാരാതൈറോയ്ഡ് ഹോർമോണ് ബ്ലഡിലെ കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടുന്നു. അപ്പൊ ഇവര് നേരെ ബോൺസിൽ വന്നിട്ട് ആക്ട് ചെയ്യും, എന്നിട്ട് ബോണിൽ നിന്ന് കാൽഷ്യത്തിനെ റീ അബ്സോർബ് ചെയ്യും. അതിനെ നമുക്ക് ഡിസൊല്യൂഷനോ ഡീമിനറലൈസേഷനോ ഒക്കെ വിളിക്കാം. അത് കൂടാതെ തന്നെ PTH എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യും? റീനൽ ട്യൂബ്യൂൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? കാൽഷ്യത്തിനെ റീ അബ്സോർബ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്നും ഇവർ എന്ത് ചെയ്യും? കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്യും. സോ നമുക്ക് PTHനെ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ എന്ന് പറയാം, കാരണം ബ്ലഡിൽ കാൽഷ്യത്തിന്റെ ലെവൽ ഇവര് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കാൽസിറ്റോണിനും പാരാതൈറോയ്ഡ് ഹോർമോണും ഒരുമിച്ച് ബ്ലഡിലെ കാൽഷ്യത്തിന്റെ ലെവലിനെ എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്, അപ്പൊ പാരാതൈറോയ്ഡ് ഹോർമോൺ ആര് റിലീസ് ചെയ്യും? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. 2 പേരും എന്താ ചെയ്യുന്നത്? ബ്ലഡ് കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യും. കാൽസിറ്റോണിൻ ബ്ലഡിലെ കാൽഷ്യത്തിനെ കുറയ്ക്കുന്നു, പാരാതൈറോയ്ഡ് ഹോർമോൺ ബ്ലഡിലെ കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടുന്നു. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് നമ്മുടെ തൈമസ് ഗ്ലാൻഡ്. അപ്പൊ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലങ്സ് ഉണ്ടാവില്ലേ, ഇത് ലങ്സ്, ഇത് ലങ്സ്. ഈ ലങ്സിന്റെ സെന്ററിലായിട്ട് കാണുന്ന ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ്.
ഓക്കെ, തൈമസ് ഗ്ലാൻഡ്. ആക്ച്വലി നമ്മളെ മാറലിന്റെ ബാക്കിൽ, അതായത് സ്റ്റേണത്തിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ആര് വരുന്നത്, ഈ ഒരു തൈമസ് ഗ്ലാൻഡ് വരുന്നത്. പിന്നെ നമ്മുടെ അയോട്ടയുടെ വെൻട്രൽ സൈഡിലായിട്ടാണ് ആര് വരുന്നത്, ഈ തൈമസ് ഗ്ലാൻഡ് വരുന്നത്. ഓക്കെ, അപ്പൊ തൈമസ് ഗ്ലാൻഡിന്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് നല്ലൊരു പ്രതിരോധ ശേഷി തരിക എന്നുള്ളതാണ് തൈമസ് ഗ്ലാൻഡിന്റെ പരിപാടി. പക്ഷെ ഇവര് നമ്മൾ ഏകദേശം പ്രായപൂർത്തി ആവുന്നത് വരെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവർ മെല്ലെ 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 ചുരുങ്ങിപ്പോകും. തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് തൈമോസിൻ. തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്താണടാ, തൈമോസിൻ. അപ്പം ഇതൊരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അപ്പൊ തൈമോസിൻ 2 പരിപാടി ചെയ്യുന്നുണ്ട്. എന്താണ് അതിൽ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മളെ WBCയിൽ തന്നെ ലിംഫോസൈറ്റ്സിൽ പെട്ട ലിംഫോസൈറ്റ് ആണ് ടി ലിംഫോസൈറ്റ്. അപ്പൊ ഈ ടി ലിംഫോസൈറ്റിനെ മെച്യൂർ ചെയ്യിക്കുക, പാകപ്പെടുത്തുക അല്ല. അതായത് ഭാവിയിൽ നീ ഇങ്ങനെ ഒരു ഇമ്മ്യൂൺ സെല്ലായിട്ട് വർക്ക് ചെയ്യണം അല്ലെ, രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കൊടുക്കണം, വരുന്ന ആന്റിജൻസിനെ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെച്യൂറേഷൻ. അപ്പൊ ഈ ടി ലിംഫോസൈറ്റിനെ വളർത്തുക, മെച്യൂർ ചെയ്യുക അല്ലെ, ഈ ഒരു എന്താ പറയുക പരിചരണം മുഴുവനും തൈമോസിനാണ് കൊടുക്കുന്നത്. അപ്പൊ ടി ലിംഫോസൈറ്റുകൾ മെച്യൂർഡ് ആയിട്ടുണ്ട്, പാകപ്പെട്ടിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് കിട്ടുക. ഇത് കൂടാതെ തൈമോസിൻ എന്താ ചെയ്യുക, ബി ലിംഫോസൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കുറെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആന്റിബോഡീസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പൊ മൊത്തത്തിൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൈമസ് ഗ്ലാൻഡ് തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഏകദേശം പ്രായപൂർത്തിയാവുന്നത് വരെ, പ്യൂബേർട്ടി വരെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തൈമോസിനെ നമുക്ക് യൂത്ത് ഹോർമോൺ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, യൂത്ത് ഹോർമോൺ. അപ്പൊ നമ്മൾ അങ്ങനെ ആയി കഴിഞ്ഞു, നമ്മൾ അഡൾട്ടായി അല്ലെങ്കിൽ പ്രായമായ ആളാവുമ്പോഴേക്കൊക്കെ തൈമസ് ഗ്ലാൻഡും തൈമോസിനും ഒക്കെ അങ്ങോട്ട് ചുരുങ്ങി ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ പറയാം പ്രായമായ ആൾക്കാർക്കൊക്കെ പ്രതിരോധശേഷി വളരെ കുറവാണ് എന്ന്. ഓക്കെ, സെറ്റായോ? യെസ്, ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. അപ്പൊ തൈമസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലോബ് തന്നെയാണ്, ലോബുലാർ സ്ട്രക്ചർ ആണ്. ലങ്സിന്റെ ഇടയിലായിട്ട്, സ്റ്റേണത്തിന്റെ ബാക്കിലായിട്ട്, അയോട്ടയുടെ വെൻട്രൽ സൈഡിലായിട്ടാണ് തൈമസ് ഗ്ലാൻഡ് ഉള്ളത്. നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇവർ സെക്രീറ്റ് ചെയ്യുന്ന പെപ്റ്റൈഡ് ഹോർമോൺ ആണ് തൈമോസിൻ. അപ്പൊ തൈമോസിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടി ലിംഫോസൈറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഓൾഡ് ഇൻഡിവിജ്വൽസിലൊക്കെ തൈമസ് ഗ്ലാൻഡ് ഡീജനറേറ്റ് ആയി പോകും. അങ്ങനെ തൈമസ് ഗ്ലാൻഡ് ഇങ്ങനെ ചുരുങ്ങി പോയാൽ തൈമോസിൻ അധികം ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്ക് ആവുന്നത്. ഓക്കെ, ആൻഡ് തൈമോസിനെ നമുക്ക് യൂത്ത് ഹോർമോൺ എന്ന് കൂടി വിളിക്കാം. ഇത്രയും നമുക്ക് തൈമസ് ഗ്ലാൻഡിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, സെറ്റ് ആയാലോടാ? യെസ്, അപ്പൊ തൈമസ് ഗ്ലാൻഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. തൈമസ് ഗ്ലാൻഡ് തൈമോസിൻ 2 പരിപാടി, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും. ഓക്കെ, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി കിട്ടാൻ കാരണം ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ കാരണം തൈമോസിൻ എന്താ ചെയ്യുന്നത്, ടി ലിംഫോസൈറ്റ്സിനെ മെച്യൂർ ചെയ്യിക്കും. ഓക്കെ, യെസ്. ഓക്കെ, അപ്പം നമ്മൾ കുറേ ഗ്ലാൻഡ്സ് പഠിച്ചല്ലേ, എന്നാലും തീർന്നിട്ടില്ല. അടുത്തതാണ് നമ്മുടെ എഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എഡ്രീനൽ ഗ്ലാൻഡ് വിശദമായിട്ട് പഠിക്കാം. അപ്പൊ നമ്മളെ ബോഡിക്ക് എത്ര എഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ടാവടാ? അതായത് നമ്മളെ ബോഡിക്ക് 2 എഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്, എഡ്രീനൽ ഗ്ലാൻഡ് എവിടെ ഇരിക്കുന്നത്, നമ്മളെ കിഡ്നി ഉണ്ടാവില്ലേ, ഇത് നമ്മളെ കിഡ്നി അല്ലേ, ഈ കിഡ്നിയുടെ മുകളിലായിട്ട് തൊപ്പി വെച്ച കൊടുത്ത പോലെയാണ് നമ്മളെ എഡ്രീനൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. അതായത് കിഡ്നിയുടെ ആന്റീരിയർ പാർട്ടിലായിട്ടാണ് നമുക്ക് എഡ്രീനൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. നമുക്ക് 2 കിഡ്നി ഉണ്ടല്ലോ, അപ്പൊ 2 കിഡ്നിയുടെ മേലെയും എഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്. സോ 1 പെയർ ഓഫ് എഡ്രീനൽ ഗ്ലാൻഡ്സ് ആണുള്ളത്. ഇനി ഈ എഡ്രീനൽ ഗ്ലാൻഡ് നിങ്ങളെ കൈ കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിനെ മുറിച്ചു നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ നമുക്ക് 2 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ടായി. അതായത് 2 പാർട്സ്, 2 റീജിയൻസ് ഉണ്ടായി. എഡ്രീനൽ ഗ്ലാൻഡിന്റെ പുറമെ കാണുന്ന ഭാഗം കോർട്ടെക്സും അകത്ത് കാണുന്ന ഭാഗം മെഡുല്ലയുമാണ്. നോക്കിക്കേ, ഇതാണ് എഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ എഡ്രീനൽ ഗ്ലാൻഡ്. അപ്പൊ ഈ എഡ്രീനൽ ഗ്ലാൻഡിന്റെ ഈ കണ്ടോ നിങ്ങൾ, പുറമേ കാണുന്ന ഭാഗം ഇതാണ് കോർട്ടെക്സ്, ആൻഡ് ഈ അകത്ത് കാണുന്ന ഭാഗം കണ്ടോ നിങ്ങൾ, ഈ അകത്ത് കാണുന്ന ഭാഗമാണ് മെഡുല്ല. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, മെഡുല്ല എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ കിഡ്നി അല്ലേ. അപ്പൊ കിഡ്നിയുടെ മുകളിലായിട്ട് നിങ്ങൾ നോക്കിക്കണം മക്കളെ, കിഡ്നിയുടെ മുകളിലായിട്ടാണ് ആരിയിരിക്കുന്നത്, നമ്മളെ എഡ്രീനൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. സോ എഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 1 പെയർ. സോ നമ്മുടെ കിഡ്നിയുടെ ആന്റീരിയർ പാർട്ടിലായിട്ടാണ് എഡ്രീനൽ ഗ്ലാൻഡ് ഇരിക്കുന്നത്. 2 ടൈപ്പ് ടിഷ്യൂസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ അകത്ത് കാണുന്ന അല്ലെങ്കിൽ സെന്റർ പോർഷനിൽ കാണുന്നത് മെഡുലയും പുറമെ കാണുന്ന ഭാഗം എഡ്രീനൽ കോർട്ടെക്സും ആണ്. ഓക്കെ, എഡ്രീനൽ കോർട്ടെക്സ്, എഡ്രീനൽ മെഡുല്ല. ഇനി ഇവരെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാന്ന് നോക്കാം. എഡ്രീനൽ മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ഉണ്ട്. ഓക്കെ, എഡ്രീനൽ മെഡുല്ല സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ്.
ഒന്ന് എഡ്രിനാലിനും മറ്റൊന്ന് നോർ എഡ്രിനാലിനും. എന്താണ്? എഡ്രിനാലിനും നോർ എഡ്രിനാലിനും. അപ്പൊ ഈ എഡ്രിനാലിനെ നമുക്ക് വേണമെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന് വിളിക്കാം, നോർ എഡ്രിനാലിനെ നമുക്ക് വേണമെങ്കിൽ നോർ എപ്പിനെഫ്രിൻ എന്ന് വിളിക്കാം. എടാ മക്കളെ, ഒറ്റ സെക്കൻഡ് മാം ഒരു കാര്യം നോക്കിക്കോട്ടെ. യെസ്, ഓക്കെ, നോർ എഡ്രിനാലിൻ എന്ന് വിളിക്കാം. ഇനി ഇവരെ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് എന്ത് വിളിക്കാം? കാറ്റെക്കോളമൈൻസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കാറ്റെക്കോളമൈൻസ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ഹോർമോൺസിന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാടാ. അത് നമുക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവാന്ന് വിചാരിക്കാം, അതായത് എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവാന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ആരും ഇല്ലാത്തൊരു വീട്ടിൽ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിങ്ങളൊരു ഇടവഴി കൂടെ നടന്നു പോകുമ്പോൾ ആരും ഇല്ല, പക്ഷെ ഒരു പട്ടി നിങ്ങളെ നോക്കി കുരച്ചും കൊണ്ടിരിക്കുകയാണ് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടാവും. അതായത് നിങ്ങളെ ഹാർട്ട് ബീറ്റ് കൂടും, അല്ലെ ബ്ലഡ് ഫ്ലോ കൂടും, ആ പ്രഷർ അങ്ങ് കൂടും, അതേപോലെ നിങ്ങളുടെ റെസ്പിറേഷൻ്റെ റേറ്റ്, ശ്വസനം കൂടും, നിങ്ങൾ വിയർക്കാൻ തുടങ്ങും, നിങ്ങളെ രോമങ്ങളൊക്കെ ഇങ്ങനെ പൊന്തി വരും. ഇങ്ങനെയുള്ള എന്തൊക്കെയോ മാറ്റം ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇതിന് കാരണം എമർജൻസി സിറ്റുവേഷൻസിന്റെ സമയത്ത് നമ്മളെ എഡ്രീനൽ മെഡുല്ല ഈ പറയുന്ന കാറ്റെക്കോളമൈൻസിനെ, അതായത് എഡ്രിനാലിനെയും നോർ എഡ്രിനാലിനെയും റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തോന്നുക. ഒന്നില്ലെങ്കിൽ ഇപ്പൊ പട്ടി കടിക്കാൻ വന്നാൽ നിങ്ങൾ തിരിഞ്ഞോടും, അതായത് ഫ്ലൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പൊരുതും, ഫൈറ്റ്. അല്ല, ഫൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസുകളാണ് നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്നത്. ഈ റെസ്പോൺസുകൾ ഉണ്ടാക്കി തരുന്നതും ആര് തന്നെയാണ്? ഈ ഹോർമോൺസ് തന്നെയാണ്. അപ്പൊ എമർജൻസി സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഹോർമോൺസ് ആയതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? എമർജൻസി ഹോർമോൺസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കുവാടാ? എമർജൻസി ഹോർമോൺസ്. അല്ലെങ്കിൽ ഇവരെന്താണ്? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് ആണ്. ഓക്കെ, ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് ഹോർമോൺസ് ആണ്. മാറ്റി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ എഡ്രിനൽ മെഡുല്ല രണ്ട് ഹോർമോൺസിനെ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. എഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ, അല്ലെങ്കിൽ നോർ എഡ്രിനാലിൻ, അല്ലെങ്കിൽ അതിനെന്ത് വിളിക്കും? നോർ എപ്പിനെഫ്രിൻ എന്ന് വിളിക്കും. ഇവരെ കോമൺ ആയിട്ട് ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കാറ്റെക്കോളമൈൻസ്. അപ്പം ഈ എഡ്രിനാലിനും നോർ എഡ്രിനാലിനും പെട്ടെന്ന് സെക്രേറ്റ് ആവുന്ന ഹോർമോൺസ് ആണ്. ഏത് സമയത്താണ് പെട്ടെന്ന് സെക്രേറ്റ് ആവുക? നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോൾ, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിന്റെ സമയത്താണ് സെക്രേറ്റ് ആവുക. അതുകൊണ്ട് നമുക്ക് ഇവരെ എമർജൻസി ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ഹോർമോൺസ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കി തരിക? ഒന്ന് അലേർട്ട്നെസ്, അതായത് പട്ടിയാണെ മുന്നിൽ നിൽക്കുന്നേ, നിങ്ങളെ കടിക്കുന്ന രീതിയിലാണ് അത് നിൽക്കുന്നത്, ഓടിക്കോ അല്ലെങ്കിൽ അതിനെ വേഗം അടിച്ചങ്ങ് വീഴ്ത്തിക്കോ എന്നൊക്കെ പറഞ്ഞൊരു അലേർട്ട്നെസ് തരും. പിന്നെ നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ കൃഷ്ണമണിന്റെ നടുവിൽ ഒരു പ്യൂപ്പിൾ ഉണ്ട് അല്ലെ, ആ പ്യൂപ്പിൾ ആ സമയത്ത് വലുതാവും, ഡയലേറ്റ് ആവും. പിന്നെ പൈലോറക്ഷൻ, നമ്മളെ രോമങ്ങളൊക്കെ അങ്ങ് പൊന്തി വരും, നമ്മൾ നന്നായിട്ട് വിയർക്കാൻ തുടങ്ങും അല്ലെ. ഇത് കൂടാതെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മുടെ ഹാർട്ടിന്റെ കോൺട്രാക്ഷൻ ഭയങ്കര സ്ട്രെങ്ത്തിൽ നടക്കും. തൊട്ട് നോക്കിയാൽ തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ടപ്പ 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 എന്നിങ്ങനെ കേൾക്കാൻ പറ്റും അല്ലെ. പിന്നെ നമ്മുടെ റെസ്പിറേഷന്റെ റേറ്റ് കൂടും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നത് ഈ പറയുന്ന കാറ്റെക്കോളമൈൻസ് ആണ്. ഇത് കൂടാതെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇത്തരം സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് തിരിഞ്ഞു ഓടണമെങ്കിൽ തന്നെ നമുക്ക് നല്ല എനർജി വേണ്ടേ? എനർജി വേണമെങ്കിൽ അവിടെ എന്ത് വേണം? ഗ്ലൂക്കോസ് വേണം. സോ ഈ കാറ്റെക്കോളമൈൻസ് എന്താ ചെയ്യുക? ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്യും അല്ലെ, ഗ്ലൈക്കോജനെ പൊട്ടിക്കും, എന്നിട്ട് അതിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അങ്ങനെ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ ഇവർ കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇത് കൂടാതെ ലിപ്പിഡ്സിനെയും പ്രോട്ടീൻസിനെയും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിപ്പിഡിനെയും പ്രോട്ടീൻസിനെയും ഒക്കെ പൊട്ടിച്ചിട്ട് എനർജി ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് പറ്റും. യെസ്. അപ്പൊ കാറ്റെക്കോളമൈൻസ് എന്തൊക്കെ ചെയ്യും? ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കജൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഇൻക്രീസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. അത് കൂടാതെ ഇത് എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ഡൗൺ ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഇത്രയും മാത്രമേ നമുക്ക് എഡ്രിനൽ മെഡുല്ലയിൽ പഠിക്കാനുള്ളൂ. അപ്പൊ എഡ്രിനൽ മെഡുല്ലയുടെ രണ്ട് ഹോർമോൺസ് ഏതൊക്കെയാണ്? എഡ്രിനാലിനും നോർ എഡ്രിനാലിനും ഒരുമിച്ച് വിളിക്കുന്ന പേര് കാറ്റെക്കോളമൈൻസ്. അല്ലെങ്കിൽ നമുക്ക് ഒരു എമർജൻസി ഹോർമോൺസ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് ഒക്കെ വിളിക്കാൻ പറ്റും. അടുത്തതാണ് കോർട്ടെക്സ്. ഇപ്പൊ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഈ പുറമെ കാണുന്ന ഭാഗമാണ് കോർട്ടെക്സ് അല്ലെ, ഈ കാണുന്ന ഭാഗമാണ് കോർട്ടെക്സ്. അപ്പൊ ഈ കോർട്ടെക്സിന് 3 ലെയേഴ്സ് ഉണ്ടടാ. ഈ കോർട്ടെക്സിന് എത്ര ലെയേഴ്സ് ഉണ്ട്? 3 ലെയേഴ്സ് ഉണ്ട്. ഇതിന്റെ ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേരാണ് സോന റെട്ടിക്കുലാരിസ്. എന്താ വിളിക്കുന്നത്? സോന റെട്ടിക്കുലാരിസ്. ഏത് ലെയറിനെയാണ്? ഇന്നർ ലെയർ. ഓക്കെ, ഇന്നർ ലെയർ. ഇതിന്റെ മിഡിൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് സോന ഫാസിക്കുലേറ്റ. എന്താ വിളിക്കുന്നത്? സോന ഫാസിക്കുലേറ്റ. ആൻഡ് ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണ് സോന ഗ്ലോമറുലോസ. എന്താ വിളിക്കുക? സോന ഗ്ലോമറുലോസ. അപ്പൊ മൊത്തം 1, 2, 3 ലെയേഴ്സ് ഉണ്ട്. ഈ ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണ് സോന ഗ്ലോമറുലോസ, മിഡിൽ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണ് ഫാസിക്കുലേറ്റ, ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണ് റെട്ടിക്കുലാരിസ്. ഓക്കെ, റെട്ടിക്കുലാരിസ്.
ഇനി കോർട്ടെക്സ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഏതാ? ഇപ്പൊ മെഡലി ഉണ്ടാക്കുന്ന ഹോർമോൺസിനെ നമ്മൾ കാറ്റക്കോളമൈൻസ് എന്ന് വിളിച്ചില്ലേ? അതേപോലെ കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് കോർട്ടിക്കോയിഡ്സ്. എന്താണ് വിളിക്കുന്നത്? കോർട്ടിക്കോയിഡ്സ്. ഇറ്റ് ഇസ് കോൾഡ് ആസ് കോർട്ടിക്കോയിഡ്സ്. ഈ കോർട്ടിക്കോയിഡ്സിനെ നമുക്ക് അവർ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ അനുസരിച്ച് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് കോർട്ടിക്കോയിഡ്സിനെ തന്നെ നമ്മൾ പല കാറ്റഗറീസിൽ പെടുത്തിയിട്ടുണ്ട്. ഈ കോർട്ടിക്കോയിഡ്സിൽ ചില ആൾക്കാർ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം സ്റ്റിമുലേറ്റ് ചെയ്യുന്നവരാ. എന്താണ്? കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ചിലർ. അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. എന്താണ്? ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. ഈ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ കോർട്ടിസോൾ. ഏതാണ്? കോർട്ടിസോൾ. ഇനി ഇതിൽ ചില ആൾക്കാർ വാട്ടറിന്റെയും ഇലക്ട്രോലൈറ്റ്സിന്റെയും ബാലൻസിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് മിനറലോ കോർട്ടിക്കോയിഡ്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? മിനറലോ കോർട്ടിക്കോയിഡ്സ്. ഇതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മൾ ആൽഡോസ്റ്റിറോൺ. ഏതാണടാ? ആൽഡോസ്റ്റിറോൺ. അപ്പൊ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സും ഉണ്ട്, മിനറലോ കോർട്ടിക്കോയിഡ്സും ഉണ്ട്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് ദ കോർട്ടിക്കോയിഡ്സ് വിച്ച് സ്റ്റിമുലേറ്റ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. ഇനി എന്താണ് മിനറലോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ബോഡിയിൽ വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസിങ് ചെയ്യുന്ന ആൾക്കാർ. എക്സാമ്പിൾ എന്താ മിനറലോ കോർട്ടിക്കോയിഡ്സിന്റെ? ആൽഡോസ്റ്റിറോൺ. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിന്റെ എക്സാമ്പിൾ എന്താണ്? കോർട്ടിസോൾ. ഓക്കെ, യെസ്, ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം അല്ലെ. സോ അഡ്രിനൽ കോർട്ടക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് കോർട്ടിക്കോയിഡ്സ്. കോർട്ടിക്കോയിഡ്സ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം കോൾഡ് ആസ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ കോർട്ടിസോൾ ആണ്. പിന്നെ കോർട്ടിക്കോയിഡ് ദാറ്റ് റെഗുലേറ്റ് ബാലൻസിങ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഇൻ അവർ ബോഡി, അതാണ് മിനറലോ കോർട്ടിക്കോയിഡ്സ്. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ആൽഡോസ്റ്റിറോൺ. ഇനി ഇവരുടെയൊക്കെ ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ആദ്യം ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് ആണ്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഗ്ലൂക്കോ നിയോജെനസിസ് ചെയ്യുന്ന ആൾക്കാർ. ഗ്ലൂക്കോ നിയോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസിനെ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ ലിപ്പോലൈസിസ്. എന്താ ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ? ലിപ്പിഡ് ഉണ്ടാവില്ലേ, ഫാറ്റ് ഉണ്ടാവില്ലേ, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് പ്രോട്ടിയോലൈസിസ്. എന്താ പ്രോട്ടിയോലൈസിസ്? പ്രോട്ടീൻസിനെ പൊട്ടിച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പെപ്റ്റൈഡ് ഉണ്ടാക്കാൻ ആര് സഹായിക്കും? ഈ പറയുന്ന ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് സഹായിക്കും. അപ്പം ഗ്ലൂക്കോനിയോജെനസിസ്, ലിപ്പോലൈസിസ്, പ്രോട്ടിയോലൈസിസ് ഇതെല്ലാം ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിന്റെ പരിപാടിയാണ്. ഇത് കൂടാതെ അമിനോ ആസിഡ്സിനെ കൂടുതലായിട്ട് നമ്മളെ സെല്ല് എടുത്തിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യും. അതായത് സെൽസ് അമിനോ ആസിഡിനെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെ തടയും, ഇൻഹിബിറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? ഈ പറയുന്ന ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിന് പറ്റും. ഓക്കെ, ഇനി ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിലെ പ്രധാനപ്പെട്ട ആളാരാ? കോർട്ടിസോൾ അല്ലേ? കോർട്ടിസോളിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിലാണ്. അതായത് നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്റെ, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ആ ഒരു ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കോർട്ടിസോളിന് പറ്റും. ഈ ഹാർട്ടിന്റെ കാര്യം മാത്രമല്ല, കിഡ്നിയുടെ ഫംഗ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും ആർക്ക് പറ്റും? ഈ പറയുന്ന കോർട്ടിസോളിന് പറ്റും. ഓക്കെ, ഇത് കൂടാതെ ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൽ ആര് പങ്കെടുക്കുന്നുണ്ട്? നമ്മുടെ കോർട്ടിസോൾ പങ്കെടുക്കുന്നുണ്ട്. അതായത് ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ആയിട്ടുള്ള കോർട്ടിസോളിന് പറ്റും. നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യാനും ആർക്ക് പറ്റും? ഈ പറയുന്ന കോർട്ടിസോളിന് പറ്റും. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫ്ലമേഷൻ വരും. അതായത് അവിടെ വീങ്ങി തടിച്ചു തുടങ്ങും അല്ലേ. അപ്പം അങ്ങനെയുള്ള ഇൻഫ്ലമേഷൻ ഇല്ലാതാക്കാനാണ് കോർട്ടിസോൾ ശ്രമിക്കുക. അതാണ് ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വല്ലാതെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് ആപത്താണ്. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യാനും ആർക്ക് പറ്റും? ഈ പറയുന്ന കോർട്ടിസോളിന് പറ്റും. ഇനി നമുക്ക് RBC എന്തായാലും വേണം. RBCയുടെ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? കോർട്ടിസോളിന് പറ്റും. അപ്പൊ കോർട്ടിസോൾ കുറേ പരിപാടി ചെയ്യുന്നുണ്ട്. കാർഡിയോവാസ്കുലർ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക, കിഡ്നി ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൽ പങ്കെടുക്കുക, ഇമ്മ്യൂൺ റെസ്പോൺസ് സപ്രസ് ചെയ്യുക, RBCന്റെ ഫോർമേഷൻ. ഇത്രയുമാണ് കോർട്ടിസോളിന്റെ പരിപാടി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിൽ പഠിക്കാനുള്ളത്. അടുത്തതാണ് മിനറലോ കോർട്ടിക്കോയിഡിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ടുള്ള ആൽഡോസ്റ്റിറോൺ. അപ്പൊ നമ്മൾ കിഡ്നിയുടെ ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ആൽഡോസ്റ്റിറോൺ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആൽഡോസ്റ്റിറോൺ മെയിൻ ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമ്മുടെ നെഫ്രോണിന്റെ റീനൽ ട്യൂബ്യൂൾസ് ആണ്. ഓക്കെ, റീനൽ ട്യൂബ്യൂൾസിനെയാണ് ഇവർ സ്റ്റിമുലേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? Na+, അതായത് സോഡിയം അയോൺസ്, പിന്നെ വാട്ടർ, ഇതിനെയൊക്കെ റീഅബ്സോർബ് ചെയ്യാൻ. അതായത് ഇപ്പൊ റീനൽ ട്യൂബ്യൂൾസിലൂടെ ഫിൽട്രേറ്റ് പോകും. ആ ഫിൽട്രേറ്റിൽ Na+, വാട്ടറും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ റീഅബ്സോർബ് ചെയ്യണമെങ്കിൽ ഈ റീനൽ ട്യൂബ്യൂൾസിനെ ആര് വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം? ആൽഡോസ്റ്റിറോൺ സ്റ്റിമുലേറ്റ് ചെയ്യണം. ഇത് കൂടാതെ നമ്മുടെ ബ്ലഡിൽ ധാരാളം പൊട്ടാസ്യം അയോൺസും ഫോസ്ഫേറ്റ് അയോൺസും ഒക്കെ ഉണ്ട്. ബ്ലഡിൽ ഇത്രയും മാത്രം K+ ഫോസ്ഫേറ്റ് ഒന്നും വേണ്ട. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾക്ക് ബ്ലഡിൽ നിന്ന് എങ്ങോട്ടേക്ക് സെക്രീറ്റ് ചെയ്യണം? ഈ പോകുന്ന റീനൽ ട്യൂബ്യൂളിലുള്ള നമ്മുടെ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യണം. അതിനും ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ആൽഡോസ്റ്റിറോൺ സഹായിക്കുന്നുണ്ട്. ഇനിയും ഉണ്ട് കുറെ ഫങ്ഷൻസ്.
അതായത് നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസിങ്, അയോണിക് ബാലൻസ്, നമ്മളെ ബോഡി ഫ്ലൂയിഡിന്റെ വോളിയം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെ. അതേപോലെ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മളെ BP മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം ആരുടെ പരിപാടിയാണ്? ആൽഡോസ്റ്റിറോണിന്റെ പരിപാടിയാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? റീനൽ ട്യൂബ്യൂൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, എന്നിട്ട് സോഡിയം വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യും, അതേപോലെ തന്നെ അധികം വരുന്ന K+ ഫോസ്ഫേറ്റ് അയോൺസിനെയൊക്കെ ഇവർ എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. ഇത് കൂടാതെ ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസിങ്, ബോഡി ഫ്ലൂയിഡിന്റെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യുക, ഓസ്മോട്ടിക് പ്രഷർ, ബ്ലഡ് പ്രഷർ, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ആൽഡോസ്റ്റിറോൺ ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ കോർട്ടക്സ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആയിട്ടുള്ള ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറലോ കോർട്ടിക്കോയിഡ്സും നമ്മൾ പഠിച്ചു. ഇത് കൂടാതെ തന്നെ കോർട്ടക്സിൽ നിന്ന്, എന്തിൽ നിന്നാണ്? എഡ്രീനൽ കോർട്ടക്സിൽ നിന്ന് ചെറിയ എമൗണ്ടിൽ ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആൻഡ്രോജൻസിനെ ശരിക്കും റിലീസ് ചെയ്യുന്നത് ടെസ്റ്റസ് അല്ലേ, പക്ഷെ ചെറിയ എമൗണ്ടിൽ ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സിനെ എഡ്രീനൽ കോർട്ടക്സ് റിലീസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു പ്രായപൂർത്തിയൊക്കെ ആവുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ആക്സിയൽ ഹെയർസ് ഉണ്ടാവും, അതായത് നമ്മളെ കക്ഷത്തിൽ ആംപിറ്റിന്റെ അവിടെ കുറെ രോമങ്ങൾ വളർന്നു തുടങ്ങും. പിന്നെ നമ്മളെ ജനൈറ്റൽ ഏരിയയിൽ രോമങ്ങൾ വളർന്നു തുടങ്ങും, അതായത് പ്യൂബിക് ഹെയർസ് ഉണ്ടാവും. പിന്നെ മുഖത്ത് നമുക്ക് കുറെ ഹെയർ വന്നു തുടങ്ങും, ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവും. ഇതൊക്കെ പ്യൂബർട്ടി, പ്രായപൂർത്തി ആവുന്ന സമയത്താണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഹെയർ ഗ്രോത്തിനൊക്കെ കാരണം കോർട്ടക്സ് ഉണ്ടാക്കുന്ന ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് ആണ്. അപ്പൊ അതും നമുക്കിതിൽ പഠിക്കാനുണ്ട്. ഇത്രയും നമുക്ക് എഡ്രീനൽ ഗ്ലാൻഡിൽ പഠിക്കാനുള്ളൂ. സോ എഡ്രീനൽ ഗ്ലാൻഡ് കിഡ്നിയുടെ മുകളിലായിട്ട് കാണുന്നതാണ്. 2 ഭാഗങ്ങളുണ്ട്, അതായത് പുറത്ത് കോർട്ടക്സും അകത്ത് മെഡുലയും. കോർട്ടക്സ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് അതാണ് ഒന്ന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, പിന്നെ മിനറലോ കോർട്ടിക്കോയിഡ്സും ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സും. ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന്റെ എക്സാമ്പിൾ കോർട്ടിസോൾ, മിനറലോ കോർട്ടിക്കോയിഡിന്റെ എക്സാമ്പിൾ ആൽഡോസ്റ്റിറോൺ. പിന്നെ മെഡുല റിലീസ് ചെയ്യുന്നത് കാറ്റക്കോളമൈൻസ്, അതായത് എഡ്രിനാലിനും നോറെഡ്രിനാലിനും എമർജൻസി സിറ്റുവേഷനിലാണ് ഇവരെ റിലീസ് ചെയ്യുന്നത്. ഇത്രയും നമുക്ക് എഡ്രീനൽ ഗ്ലാൻഡിൽ പഠിക്കാൻ. അടുത്തതാണ് നമ്മുടെ പാൻക്രിയാസ്. അപ്പൊ പാൻക്രിയാസ് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമ്മളെ സ്റ്റൊമക്ക് അല്ലെ, ഇത് സ്റ്റൊമക്ക് ആണ്, ഇത് ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പൊ ഈ സ്റ്റൊമക്കിന്റെയും ഇൻറ്റസ്റ്റൈന്റെയും സെന്ററിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഓർഗൻ കാണാം. ഇതാണ് നമ്മുടെ പാൻക്രിയാസ്. അപ്പൊ പാൻക്രിയാസ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിന്റെ പുറമെ തന്നെ പാൻക്രിയാസ് എന്തും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ ഇതൊരു കോമ്പോസിറ്റ് ഗ്ലാൻഡ് ആണ്. കാരണം 2 ഫംഗ്ഷൻസ് ഉണ്ട്, എക്സോക്രൈൻ ഫംഗ്ഷൻസും ഉണ്ട്, എൻഡോക്രൈൻ ഫംഗ്ഷൻസും ഉണ്ട്. എക്സോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ് വഴി അവരെന്ത് ചെയ്യുന്നുണ്ട്? അതായത് നമ്മുടെ എന്താ പറയാ, ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയാൻ കാരണം ധാരാളം അല്ലട്ടോ, 2 ഉള്ളൂ, പക്ഷെ എന്നാലും എൻഡോക്രൈൻ ഫംഗ്ഷൻ ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ ആർക്ക് പറ്റും? പാൻക്രിയാസിന് പറ്റും. ഓക്കെ, ഇനി പാൻക്രിയാസിനെ നമ്മളെ കൈ കിട്ടിയെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മളെ പാൻക്രിയാസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയപ്പം അതിന്റെ ഉള്ളിൽ നമുക്ക് ക്ലസ്റ്റർ ഓഫ് സെൽസ് കണ്ടു, ഒരു കൂട്ടം സെൽസിനെ കണ്ടു അല്ലെ, ധാരാളം സെൽസിനെ കണ്ടു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എന്താ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്? ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ടായിരുന്നു. ഓക്കെ, 2 ടൈപ്പ് സെൽ, ഒന്ന് ആൽഫ സെല്ലും മറ്റൊന്ന് ബീറ്റ സെല്ലും. എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ തന്നെ 2 ടൈപ്പ് സെൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആൽഫ സെല്ലും ബീറ്റ സെല്ലും. ആൽഫ സെല്ല് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. എന്താണ്? ഗ്ലൂക്കഗോൺ. ബീറ്റ സെല്ല് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ഏതാണടാ? ഇൻസുലിൻ. അപ്പൊ ആൽഫ സെല്ല് റിലീസ് ചെയ്യുന്നത് ഗ്ലൂക്കഗോണും ബീറ്റ സെല്ല് റിലീസ് ചെയ്യുന്നത് ഇൻസുലിനും ആണ്. ഓക്കെ, എന്താണ് ഇവരുടെ ഫംഗ്ഷൻ? 2 പേരും ആന്റഗോണിസ്റ്റിക് ആക്ഷനാണ്, ഓപ്പോസിറ്റ് ആക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ 2 ഹോർമോൺസ് ഉള്ളത്. ഇപ്പൊ നമ്മളെ ബ്ലഡില് എത്ര വേണം ഗ്ലൂക്കോസിന്റെ ലെവൽ എന്നറിയോ? 70 മുതൽ 110 mg/100 ml. ഓരോ 100 മില്ലിലിറ്റർ ബ്ലഡിലോ 70 to 110 mg മാത്രമേ ഗ്ലൂക്കോസ് പാടുള്ളൂ. കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ഇൻ കേസ് നമ്മളെ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞു, 70-നേക്കാൾ കുറഞ്ഞു, ആ സമയത്ത് നമ്മുടെ ആൽഫ സെല്ല് ഗ്ലൂക്കഗോണിനെ റിലീസ് ചെയ്യും. ഗ്ലൂക്കഗോണിന് എന്താണ് പരിപാടി? എങ്ങനെയെങ്കിലും ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലൂക്കഗോണിനെ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന് വിളിക്കാം. കാരണം ഇവരുടെ പരിപാടി എന്താ? എങ്ങനെയെങ്കിലും ഗ്ലൂക്കോസിന്റെ ലെവല് ബ്ലഡിൽ കൂട്ടുക, ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്. ഇതിനു വേണ്ടിയിട്ട് ഇവർ എന്താ ചെയ്യാന്നറിയോ? അതായത് നമ്മുടെ ലിവർ ഉണ്ടാവില്ലേ, ലിവർ സെൽസ്, ഓക്കെ, ഹെപ്പാറ്റോസൈറ്റ്സ്. ഈ ലിവറിൽ ഇവര് ഗ്ലൈക്കോജനെ
കണ്ടുപിടിക്കും. അതായത് കുറേ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജന്റെ രൂപത്തിൽ ലിവർ ഇങ്ങനെ ശേഖരിച്ചു വെക്കും. അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആക്കിയിട്ട് മാറ്റിയിട്ട് ലിവറിലുള്ള ഹെപ്പാറ്റോസൈറ്റ്സ് ഇങ്ങനെ ശേഖരിച്ചു വെക്കും. അപ്പൊ ഗ്ലൂക്കോഗോൺ മെല്ലെ ലിവറിൽ പോയിട്ട് അവിടുത്തെ സെൽസിനോട് പറയും, ബ്ലഡിൽ തീരെ ഗ്ലൂക്കോസ് ഇല്ല, സോ എങ്ങനെയെങ്കിലും എനിക്ക് ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റി തരണം എന്ന് പറയും. അപ്പൊ ലിവർ പറയും ആയിക്കോട്ടെ എന്ന്. അപ്പൊ കുറച്ചൊക്കെ ഗ്ലൂക്കോസിന് അങ്ങനെ ഇവർക്ക് കിട്ടി, എന്നാലും തികയില്ല. അപ്പൊ ഇവരെന്താ ചെയ്യുക, അമിനോ ആസിഡ്സ് ഇല്ലേ, പൊതുവെ പ്രോട്ടീൻസിനെ ഉണ്ടാക്കാനാണ് അവരുടെ പരിപാടി, പക്ഷെ അമിനോ ആസിഡ്സിൽ നിന്ന് ഇവര് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇവര് എങ്ങനെയെങ്കിലും ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ബ്ലഡിൽ കൂട്ടും. ഇനി അടുത്തതാണ് ഇൻസുലിൻ. നമ്മളെ ഗ്ലൂക്കോസിന്റെ ലെവൽ 110 കൂടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മളെ ബീറ്റ സെൽസ് എന്ത് ചെയ്യും, ഇൻസുലിനെ പറഞ്ഞേക്കും. അപ്പൊ ഇൻസുലിൻ എങ്ങനെയെങ്കിലും ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ത് ചെയ്താൽ മതി, കൂട്ടണോ കുറയ്ക്കണോ, കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഇൻസുലിൻ ലിവറിന്റെ അടുത്ത് പോയിട്ട് പറയും, കുറേ ഗ്ലൂക്കോസ് ബ്ലഡിലുണ്ട്, സോ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആക്കി മാറ്റിയിട്ട് നീ അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചോ എന്ന് പറയും. അപ്പൊ ലിവർ പറയാ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് തന്നു എന്ന് പറയും. അത് കൂടാതെ സെൽസ് ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാനായിട്ട് ഇവർ പ്രേരിപ്പിക്കും. അതായത് സെൽസിനോട് പറയും, കുറേ ഗ്ലൂക്കോസ് ബ്ലഡിൽ ഇരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ ഈ ഗ്ലൂക്കോസിനെ ഉപയോഗിച്ച് തീർക്ക്, കുറെ എനർജി അങ്ങ് ഉണ്ടാക്കിക്കോ എന്ന് പറയും. അപ്പൊ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് കൂട്ടും ആര്, ഇൻസുലിൻ. ഓക്കെ, പക്ഷെ ഗ്ലൂക്കോഗോൺ നേരെ ഓപ്പോസിറ്റാ ചെയ്തത്. അതായത് ഗ്ലൂക്കോഗോണും സെൽസിന്റെ അടുത്ത് പോയിട്ട് എന്ത് പറയുന്നുണ്ട്, അതായത് നീ ദയവ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് കുറെ ഗ്ലൂക്കോസിന് ഉപയോഗിക്കല്ലേ, അല്ലെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഇല്ല. സോ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്നത് ഗ്ലൂക്കോഗോൺ ആയിരിക്കും, കൂട്ടുന്നത് ഇൻസുലിൻ ആയിരിക്കും. സോ ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുന്ന ആളല്ലേ, സോ നമുക്ക് ഇവരെ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്ന് വിളിക്കാം. ഇൻസുലിൻ എന്താണ്, ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ്. ഓക്കെ, യെസ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം അല്ലെ. ഓക്കെ, സോ പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഫംഗ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പൊ ഏകദേശം 1-2 മില്യൺ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് നമ്മുടെ പാൻക്രിയാസിലുള്ളത്. ഓക്കെ, അതായത് 1-2 മില്യൺ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് ആണുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസിലെ വെറും 1-2% അതുള്ളൂ. ഓക്കെ, അതായത് ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസിൽ വെറും 1-2% ഉള്ളൂ. ബട്ട് ഇത്രയും അധികം എന്തുണ്ട്, ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് ഉണ്ട്. ഓക്കെ, 2 ടൈപ്പ് മെയിൻ സെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 ടൈപ്പ് സെല്ലുണ്ട്, ആൽഫയും ബീറ്റയും. ആൽഫ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഗ്ലൂക്കഗോണും ബീറ്റ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഇൻസുലിനും ആണ്. അപ്പൊ ഗ്ലൂക്കഗോൺ ആയിക്കോട്ടെ ഇൻസുലിൻ ആയിക്കോട്ടെ രണ്ടും പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ്. ഓക്കെ, പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ്. രണ്ടുപേരും എന്താ ചെയ്യുന്നത്, ഗ്ലൂക്കോസിന്റെ ലെവല് ബ്ലഡിൽ നിയന്ത്രിക്കുന്നു. അതാണ് അവരുടെ രണ്ടുപേരുടെയും ഫംഗ്ഷൻ. അപ്പൊ ആദ്യം നമുക്ക് ഗ്ലൂക്കഗോൺ നോക്കാം. അപ്പൊ ഗ്ലൂക്കഗോൺ എപ്പോഴാണ് പ്രവർത്തിക്കുക, ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുമ്പോഴാണ് പ്രവർത്തിക്കുക. എങ്ങനെയെങ്കിലും ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടണം. സോ ഗ്ലൂക്കഗോൺ നേരെ ലിവർ സെൽസിൽ പോകും, അതായത് ഹെപ്പാറ്റോസൈറ്റ്സിൽ പോകും. ഓക്കെ, എന്നിട്ട് അവിടെ എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യും, ഗ്ലൈക്കോജീനോലൈസിസ് കൂട്ടും. ഗ്ലൈക്കോജീനോലൈസിസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജനെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കും. അപ്പൊ ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കൂടും. സോ ഹൈപ്പർ ഗ്ലൈസീമിയ എന്നാണ് നമ്മൾ ഈ ഫിനോമിനെ വിളിക്കുക. അപ്പൊ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആരാണ്, ഗ്ലൂക്കോഗോൺ ആണ്. അത് കൂടാതെ തന്നെ ഇവര് ഗ്ലൂക്കോനിയോജെനസിസ് സ്റ്റിമുലേറ്റ് ചെയ്യും. എന്താ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറഞ്ഞാൽ കുറെ ഗ്ലൂക്കോസിനെ അവർ പുതിയതായിട്ട് ഉണ്ടാക്കും. അതും ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടാൻ കാരണമാണ്. ഓക്കെ, ഇനി ഇതും കൂടാതെ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് കുറയ്ക്കും. അതായത് സെൽസ് ഗ്ലൂക്കോസിനെ എടുക്കുന്നതും യൂട്ടിലൈസ് ചെയ്യുന്നതും ഇവർ കുറയ്ക്കും. അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലൈക്കോജീനോലൈസിസ്, ഗ്ലൂക്കോനിയോജെനസിസ്, സെല്ലുലാർ അപ്ടേക്ക് കുറച്ചു. എല്ലാം കൂടി നോക്കുമ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടും. സോ ഇവരെ നമുക്ക് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന് വിളിക്കാം. അടുത്തതാണ് ഇൻസുലിൻ. ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്താ, അതായത് കൂടിയ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇൻസുലിൻ നേരെ ലിവർ സെൽസ് ആയിട്ടുള്ള ഹെപ്പാറ്റോസൈറ്റ്സിൽ പോയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ എഡിപ്പോസ് ടിഷ്യൂല് എഡിപ്പോസൈറ്റ്സ് ഉണ്ട്. ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂസ് ആണ് എഡിപ്പോസൈറ്റ്സ് അല്ലെ. അപ്പം ഈ എഡിപ്പോസൈറ്റ്സിലും ഇവർ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതായത് ലിവർ സെൽസിനോടും എഡിപ്പോസൈറ്റ്സിനോടൊക്കെ പറയും കുറെ ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്ന് നമ്മുടെ ഹെപ്പാറ്റോസൈറ്റ്സ് അതായത് ലിവർ സെൽസിലേക്കും എത്തും, എഡിപ്പോസൈറ്റ്സിലേക്കും എത്തും. അങ്ങനെ ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസ് പോയാൽ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞു. ഇതാണ് ഹൈപ്പോഗ്ലൈസീമിയ. ഓക്കെ, എന്നിട്ട് ഇവരെന്താ ചെയ്യാന്നറിയോ, ഗ്ലൈക്കോജെനസിസ്. എന്താ ഗ്ലൈക്കോജെനസിസ്, ഗ്ലൂക്കോസിനെ ഇവർ ഗ്ലൈക്കജൻ ആക്കി മാറ്റും. എന്നിട്ട് ലിവർ സെൽസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഗ്ലൈക്കജൻ ഗ്ലൂക്കോസ് ആവുന്നു, ഗ്ലൂക്കോസ് ഗ്ലൈക്കജൻ ആവുന്നു, ആ ഗ്ലൈക്കജൻ ലിവർ സെൽസിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതാണ് ഗ്ലൈക്കോജെനസിസ്. ഓക്കെ, സോ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്തു, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞു. എന്തൊക്കെയാണ്, ഒന്ന് ലിവർ സെൽസ്, ഒന്ന് അതേപോലെ തന്നെ നമ്മുടെ എഡിപ്പോസൈറ്റ്സ്. ഇവിടെയൊക്കെ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ലിവറിലാണെങ്കിൽ
ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജന്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതേപോലെ സെല്ലുലാർ അപ്ടേക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. യെസ്. ഇനി നമ്മളെ വീട്ടിലൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ പ്രമേഹം ഉണ്ടാവും. ഷുഗർ പേഷ്യൻസ് ആയിരിക്കും അല്ലെ. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. എന്താ ഡയബറ്റിസ് മെലിറ്റസ്? അതായത് നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഡെയിലി ഇൻസുലിൻ കുത്തിവെക്കുന്നത് നമ്മൾ കാണുന്നു അല്ലേ. അതായത് കുറേ കാലം നമുക്ക് ഹൈപ്പർ ഗ്ലൈസീമിയ. എന്താ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുതലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഡയബറ്റിസ് മെലിറ്റസ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടും, ഭയങ്കരമായിട്ട് നമുക്ക് ദാഹിക്കും, വിശപ്പ് ഉണ്ടാക്കും, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് കൂടാതെ പൊതുവേ നമ്മളെ യൂറിനിലൂടെ ഗ്ലൂക്കോസ് നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ ഷുഗർ പേഷ്യൻസിന്, ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ആൾക്കാർക്ക് ധാരാളം ഗ്ലൂക്കോസ് അവരുടെ യൂറിനിലൂടെ നഷ്ടപ്പെടും. ധാരാളം കീറ്റോൺ ബോഡീസ് അല്ലെ, അതായത് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് കീറ്റോൺ ബോഡീസ്. ഇവരും ധാരാളം യൂറിനിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഡയബറ്റിസ് മെലിറ്റസ്. യൂറിനിലൂടെ ഗ്ലൂക്കോസ് നഷ്ടപ്പെടുന്നതിനെ നമ്മൾ എക്സ്ക്രീഷനിൽ പഠിച്ചു, ഗ്ലൈക്കോസൂറിയ. അതേപോലെ കീറ്റോൺ ബോഡീസ് നഷ്ടപ്പെടുന്നത് കീറ്റോനൂറിയ. ഇതെല്ലാം ഡയബറ്റിസ് മെലിറ്റസിന്റെ കണ്ടീഷൻസ് ആണ് കേട്ടോ. ഓക്കെ, അതാണ് ഡയബറ്റിസ്. ഇതൊക്കെ ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കൂടുന്നത് കാരണം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരൊറ്റ പോം വഴിയുള്ളൂ, ഡെയിലി ഇൻസുലിൻ തെറാപ്പി എടുക്കുക, അതായത് ഇൻസുലിൻ കുത്തിവെക്കുക. ചില ആൾക്കാർ ഒരു നേരം കുത്തിവെക്കും, ചില ആൾക്കാർ 2 നേരം ഇൻസുലിൻ കുത്തിവെക്കുന്നുണ്ട്. യെസ്, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ പാൻക്രിയാസിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, ആൽഫ ബീറ്റ, ആൽഫ ഗ്ലൂക്കഗോൺ, ബീറ്റ ഇൻസുലിൻ. ഗ്ലൂക്കഗോൺ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോണും ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോണുമാണ്. അതിന് കൂടെ ഡയബറ്റിസ് മെലിറ്റസും കൂടി ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, യെസ്. ഇനി നമ്മൾ എന്തിലേക്ക് വരികയാണ് മക്കളെ? ഗൊണാഡ്സിലേക്ക് വരികയാണ് കേട്ടോ. ഗൊണാഡ്സിലേക്ക് വരികയാണ്. അപ്പൊ ഗൊണാഡ്സ് നമ്മൾ ഓൾറെഡി 2 ആൾക്കാരെ പഠിച്ചിട്ടുണ്ട്, ടെസ്റ്റിസും ഓവറി. അതിന്റെ മുന്നേ ഞാനിവിടെ ഒരു ചെറിയ കാര്യം നോക്കിക്കോട്ടെ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഗൊണാഡ്സിൽ ആദ്യം ടെസ്റ്റിസ് പഠിക്കാം അല്ലെ. അപ്പൊ ടെസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ മെയിൽ. ഓക്കെ, അതായത് ടെസ്റ്റിസ് എന്ന് പറയുന്നത് മെയിലിലെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം? ഒന്ന് ഗാമീറ്റ് ആയിട്ടുള്ള സ്പെർമിനെയും പ്രൊഡ്യൂസ് ചെയ്യും, മറ്റൊന്ന് ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഒരു ജോഡി ടെസ്റ്റിസ് ആണ് പുരുഷന്മാരിലുള്ളത്. അബ്ഡമന്റെ പുറത്താണുള്ളത്. ആൻഡ് ഇതുപോലെ സ്ക്രോട്ടൽ സാക്കിന്റെ അകത്ത്, ഇത് സ്ക്രോട്ടൽ സാക്ക് ആണ് അല്ലെങ്കിൽ സ്ക്രോട്ടമാണ്, ഇതിന്റെ അകത്താണ് ഈ ഒരു ജോഡി എന്തിരിക്കുന്നത്? ടെസ്റ്റിസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ടെസ്റ്റിസ് ഞാൻ പറഞ്ഞു, അതായത് സാധാരണ രീതിയിൽ അവർ സ്പെർമിൻ ഉണ്ടാക്കും, അതിന്റെ കൂടെ എൻഡോക്രൈൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ഹോർമോൺസിനെയും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ പെയർ ഓഫ് ടെസ്റ്റിസ് പ്രസന്റ് ഇൻ സ്ക്രോട്ടൽ സാക്ക് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പ്രസന്റ് ഔട്ട്സൈഡ് അബ്ഡമിനൽ കാവിറ്റി ഓഫ് മെയിൽ. പിന്നെ ടെസ്റ്റിസിന് 2 ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് പ്രൈമറി സെക്സ് ഓർഗൻ ആണ്, കാരണം ഗാമീറ്റ് ഉണ്ടാക്കും, സ്പെർമിനെ ഉണ്ടാക്കും, അത് കൂടാതെ എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. അപ്പൊ ടെസ്റ്റിസിൽ ധാരാളം എന്തുണ്ട്? സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രോമൽ അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ ടിഷ്യൂ ഉണ്ട്. ഓക്കെ, അതായത് ടെസ്റ്റിസിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട് ആൻഡ് സ്ട്രോമൽ ടിഷ്യൂസ് ഉണ്ട്. ഓക്കെ, സ്ട്രോമൽ ടിഷ്യൂസ് ഉണ്ട്. ഇനി സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ അകത്തും പുറത്തും ഒക്കെ ധാരാളം സെൽസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത് കാണുന്ന സെൽസ് ആണ് ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഓക്കെ, എന്താണ് ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്? ഇത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത്, അതായത് ഇന്റർ ട്യൂബുലർ സ്പേസിൽ ഉള്ള സെൽസ് ആണ്. ഈ സെൽസ് ഉണ്ടാക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസിനെ വിളിക്കുന്ന പേരാണ് ആൻഡ്രോജൻസ്. ഈ ആൻഡ്രോജൻസിലെ പ്രധാനപ്പെട്ട ആളാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, എന്താണ് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറത്ത് കാണുന്നത്? ലേഡിക് സെൽസ്. ലേഡിക് സെൽസ് ഉണ്ടാക്കുന്നത് ആൻഡ്രോജൻസ്, അതായത് ഗ്രൂപ്പ് ഓഫ് സെക്സ് ഹോർമോൺസ്, അതാണ് ആൻഡ്രോജൻസ്. ഇതിലെ പ്രധാനപ്പെട്ട ആളാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഇനി എന്താണ് ആൻഡ്രോജൻസിന്റെ ഫംഗ്ഷൻ? ആൻഡ്രോജൻസ് ഇവരുടെ മെയിൽ ആക്സസറി ഓർഗൻസ് ഉണ്ട്, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങൾ അടുത്ത കൊല്ലം പഠിക്കും. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ധാരാളം പാർട്സ്, ഓർഗൻസ് ഒക്കെ ഉണ്ട്. അതിലാണ് മെയിൽ ആക്സസറി ഓർഗൻസ്. ഈ മെയിൽ ആക്സസറി ഓർഗൻസിൽ വരുന്നതാണ് എപ്പിഡിഡിമസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, യൂറിത്ര. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഓർഗൻസിന്റെയൊക്കെ ഡെവലപ്മെന്റ്, മെച്യൂറേഷൻ, ഓക്കെ, അവരുടെയൊക്കെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുക, ഇതെല്ലാം ആൻഡ്രോജൻസിന്റെ പരിപാടിയാണ്. എന്തൊക്കെയാണ്? ഡെവലപ്മെന്റ്, മെച്യൂറേഷൻ, അതേപോലെ തന്നെ ഈ ഓർഗൻസിന്റെ ഒക്കെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുക, ഇതെല്ലാം ആൻഡ്രോജൻസിന്റെ പരിപാടിയാണ്. ഇത് കൂടാതെ തന്നെ പ്യൂബർട്ടി ഒക്കെ എത്തുമ്പോൾ ആൺകുട്ടികൾ പറയും, എടാ എനിക്ക് മസിൽസ് വന്ന് തുടങ്ങിയടാ അല്ലെ. അതേപോലെ മുഖത്തൊക്കെ താടി മീശയൊക്കെ വന്ന് തുടങ്ങും അല്ലെ, ആംപിറ്റിൽ ഹെയർ വരും, പിന്നെ അവരെ വോയിസ് മാറും. ഇതെല്ലാം ഈ പറയുന്ന മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസിന്റെ പരിപാടിയാണ്. ഓക്കെ, അതായത് മസ്കുലർ ഗ്രോത്ത്, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, ആക്സിലറി ഹെയറിന്റെ ഗ്രോത്ത്, പിന്നെ അവർക്ക് അഗ്രസീവ്നെസ്, അത് ആൺകുട്ടിയൊക്കെ ഒരു ശൗര്യം വരും അല്ലെ.
അതേപോലെ വോയിസ് മാറും, ലോ പിച്ച് വോയിസ് ആവും. ഇതെല്ലാം ആൻഡ്രോജൻസിന്റെ പരിപാടിയാണ്. ഇത് കൂടാതെ ആൻഡ്രോജൻസ് എന്തിനും സഹായിക്കുന്നുണ്ട്? ടെസ്റ്റസ് ആണല്ലോ സ്പെർമിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതിന് ഹെൽപ്പ് ചെയ്യും. അതായത് സ്പെർമാറ്റോജെനസിസ്, അതായത് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പെർം. സ്പെർമാറ്റോസോവയും സ്പെർമും സെയിം ആണ്. ഓക്കെ, അപ്പം ഈ സ്പെർമാറ്റോജെനസിന് സ്റ്റിമുലേഷൻ കൊടുക്കാൻ ആർക്ക് പറ്റും? ആൻഡ്രോജൻസിന് പറ്റും. ഓക്കെ, ഇതൊക്കെ കൂടാതെ തന്നെ ആൻഡ്രോജൻസ് മെയിലിന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു മെയിൽ സെക്ഷൽ ബിഹേവിയർ, അതായത് ഒരു ലിബിഡോ അല്ലെ, ആ ഒരു സെക്ഷൽ ഏർജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലൊക്കെ ആൻഡ്രോജൻസിന് ഒരു റോൾ ഉണ്ട് കേട്ടോ. ഇത്രയുമാണ് ആൻഡ്രോജൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ആൻഡ്രോജൻസ് മെയിൽ ആക്സസറി ഓർഗൻസ്, അതിന്റെ ഡെവലപ്മെന്റ് മെച്ചുറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെർമാറ്റോജെനസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് പുറമെ സെക്ഷൽ ബിഹേവിയറിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ടെസ്റ്റസ്. യെസ്, അപ്പൊ ടെസ്റ്റസിലെ ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആണ് ആൻഡ്രോജൻസിനെ ഉണ്ടാക്കുന്നത്. ആൻഡ്രോജൻസിലെ ഒരു പ്രധാനപ്പെട്ട ആള് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അടുത്തതാണ് നമ്മുടെ ഓവറി. അപ്പൊ ഓവറി എന്ന് പറയുമ്പം ഫീമെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് കേട്ടോ. പ്രൈമറി സെക്സ് ഓർഗൻ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ കാരണം, ഓവവും ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഹോർമോൺസിനെയും ഉണ്ടാക്കുന്നുണ്ട്. ഇനി പുരുഷന്മാരെ പോലെയല്ല, നമുക്ക് ഒരു ജോഡി ഓവറീസ് തന്നെയാണുള്ളത്, പക്ഷെ ഇത് അബ്ഡമന്റെ പുറത്തല്ല, അബ്ഡമന്റെ അകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, യെസ്. സോ നമുക്ക് ഒരു പെയർ ഓവറി ആണുള്ളത് കേട്ടോ. അതായത് ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് ഒരു ജോഡി ഓവറീസ് ആണുള്ളത്. അപ്പോൾ ഓരോ മാസവും നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് ഓരോ ഓവറിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓവം ഉണ്ടാവുന്നുണ്ട്. ഇനി ഓവറി ഉണ്ടാക്കുന്നത് 2 ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ആണ്, ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും. ഏതൊക്കെയാണ്? ഈസ്ട്രോജനും അതുപോലെ തന്നെ പ്രൊജസ്റ്ററോണും. ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. ഓക്കെ, പ്രൊജസ്റ്ററോൺ. യെസ്. സോ ഫീമെയിലിന് പെയർ ഓഫ് ഓവറീസ് ഉണ്ട്, ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ അബ്ഡമൻ. ആൻഡ് ഓവറി എന്ന് പറയുന്നത് പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. കാരണം ഓരോ ഓവം ഓരോ മെൻസ്ട്രൽ സൈക്കിളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 2 ഗ്രൂപ്പ് സ്റ്റിറോയിഡ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും ഉണ്ടാക്കുന്നുണ്ട്. ഓവറിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഫോളിക്കിൾസിനെ കൊണ്ടും സ്ട്രോമൽ ടിഷ്യൂസിനെ കൊണ്ടുമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫോളിക്കിൾസ്. കാരണം ഈ ഫോളിക്കിളിൽ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഉള്ളിലുള്ള ഓവം ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, സോ ഫോളിക്കിൾസ് അല്ലെ. അപ്പം ഓവറി ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനെ കൊണ്ടാണ്? ഫോളിക്കിൾസിനെ കൊണ്ടും അതുപോലെ തന്നെ സ്ട്രോമൽ ടിഷ്യൂസിനെ കൊണ്ടുമാണ്. ഇനി ഈ ഗ്രോ ചെയ്ത് വരുന്ന ഓവറിയിലുള്ള ഫോളിക്കിൾസ് ആണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നത്? ഈസ്ട്രോജൻ. ഓക്കെ, അതായത് ഓവറിയുടെ അകത്തുള്ള ഫോളിക്കിൾസ് മെച്ചുർ ആവുന്നതിനനുസരിച്ച് അവരെന്ത് സിന്തസൈസ് ചെയ്യും? ഈസ്ട്രോജൻ സിന്തസൈസ് ചെയ്യും, ഈസ്ട്രോജനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ പ്രൊജസ്റ്ററോൺ എങ്ങനെ ഉണ്ടാവുന്നു. ഇപ്പൊ നോക്കിക്കേ, എങ്ങനെയാ ഓവം റിലീസ് ആവുക? അതായത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസം ഫോളിക്കിൾ മെച്ചുർ ചെയ്ത് വലുതായി അത് എന്തായി മാറിയിട്ടുണ്ടാവും? ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടണം അല്ലെ. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തിനെ റിലീസ് ചെയ്യുക? ഓവത്തിനെ റിലീസ് ചെയ്യുക. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. ഈ ഓവുലേഷന് ശേഷം ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ട് മാറും? ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഇത് കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. ഓക്കെ, ആ കോർപ്പസ് ലൂട്ടിയം ആണ് പ്രൊജസ്റ്ററോണിനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, എന്തിനെ സെക്രീറ്റ് ചെയ്യുക? പ്രൊജസ്റ്ററോണ്. അപ്പൊ ഓവറിത്തെ ഫോളിക്കിൾസ് ഈസ്ട്രോജനെയും സെക്രീറ്റ് ചെയ്യും, പിന്നെ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്റ്ററോണിനെയും സെക്രീറ്റ് ചെയ്യും. ഓക്കെ, പ്രൊജസ്റ്ററോണിനെയും സെക്രീറ്റ് ചെയ്യും. യെസ്. ഇനി എന്താണ് ഇവരുടെ ഫങ്ഷൻസ് നോക്കാം. ഈസ്ട്രോജൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഫീമെയിലിലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഫീമെയിലിന്റെ സെക്കൻഡറി സെക്സ് ഓർഗൻസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ ഫീമെയിലിൽ തന്നെ കുറെ ഓർഗൻസ് ഉണ്ടല്ലോ, ആ ഓർഗൻസിനെയൊക്കെ ഗ്രോ ചെയ്യിക്കുക അല്ലെ, അതിനെയൊക്കെ ഡെവലപ്പ് ചെയ്യിക്കുക, മെച്യൂർ ചെയ്യിക്കുക, അതൊക്കെ ഈസ്ട്രോജന്റെ പരിപാടിയാണ്. അതുപോലെ തന്നെ ഗ്രാഫിനല്ല, ഈ ഓവറിത്തെ ഫോളിക്കിൾസിനെ ഇങ്ങനെ മെച്യൂർ ചെയ്യിക്കാനും ആർക്ക് പറ്റും? ഈസ്ട്രോജന് പറ്റും. ഓക്കെ, പിന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് കാരണം ഈസ്ട്രോജനാണ്. എന്താ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഹൈ പിച്ച് വോയിസ് വരിക, പിന്നെ മെൻസ്ട്രൽ സൈക്കിൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? ഈസ്ട്രോജൻ ചെയ്യുന്നുണ്ട്. പിന്നെ മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റും ഞാൻ പറഞ്ഞു, മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റിനും കാരണമാണ്. പിന്നെ നമുക്കും എന്തുണ്ട്? ഒരു സെക്ഷൽ ബിഹേവിയർ ഉണ്ട്, ഒരു ലിബിഡോ, ഫീമെയിൽ സെക്ഷൽ ഏർജ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കും ഈസ്ട്രോജൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈസ്ട്രോജന്റെ പരിപാടി എന്തൊക്കെയാണ്? ഒന്ന് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുക, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുക അല്ലെ. അടുത്തതാണ് പ്രൊജസ്റ്ററോൺ. അപ്പം ഈ കോർപ്പസ് ലൂട്ടിയം ആണല്ലോ പ്രൊജസ്റ്ററോണിനെ റിലീസ് ചെയ്യുക. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇപ്പൊ ഓവുലേഷന്റെ സമയത്ത് ഓവം പോയിട്ടുണ്ട്, ആ ഓവത്തിനെ സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്താൽ അവിടെ, അതായത് പ്രഗ്നൻസി
വരാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും, അതായത് യൂട്രസിനെയും ഒക്കെ ഒരുക്കി വെക്കുന്നത് ആരാണ്? പ്രൊജസ്റ്ററോൺ ആണ് കേട്ടോ. പിന്നെ അത് കൂടാതെ പ്രൊജസ്റ്ററോൺ എവിടെ ആക്ട് ചെയ്യും? മാമറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ മാമറി ഗ്ലാൻഡിന്റെ അകത്ത് ചില സെൽസ് ഉണ്ട്, അതായത് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അവരെ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ. ഈ ആൽവിയോളൈ ആണ് എന്തുണ്ടാക്കുന്നത്? മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും. അപ്പൊ ആൽവിയോളയുടെ ഫോർമേഷന് ആര് ഹെൽപ്പ് ചെയ്യും? പ്രൊജസ്റ്ററോൺ ഹെൽപ്പ് ചെയ്യും. ആൽവിയോളയിൽ വെച്ചിട്ട് മിൽക്ക് ഉണ്ടാവുക, മിൽക്ക് സെക്രീറ്റ് ചെയ്യുക, ഇതെല്ലാം പ്രൊജസ്റ്ററോണിന്റെ പരിപാടിയാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്, ഇതാണ് നമ്മുടെ ഓവറിയിലുള്ള ഹോർമോൺസ്. അപ്പൊ ഓവറി ഉണ്ടാക്കുന്ന 2 ഹോർമോൺസ് ആണ് ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. ഈസ്ട്രജൻ ഉണ്ടാക്കുന്നത് ഓവറിയിലുള്ള ഫോളിക്കിൾസും, പ്രൊജസ്റ്ററോൺ ഉണ്ടാക്കുന്നത് കോർപ്പസ് ലൂട്ടിയുമാണ്. അതിൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റും സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നതും. പിന്നെ പ്രൊജസ്റ്ററോൺ മെയിൻ ആയിട്ട് പ്രഗ്നൻസി ആൻഡ് ഓൾസോ ഇറ്റ് ആക്ട്സ് ഓൺ മാമറി ഗ്ലാൻഡ്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അത് ഉണ്ടാക്കുന്ന ഹോർമോൺസും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹോർമോൺസ് അതിന്റെ ഫംഗ്ഷൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് മാത്രമാണോ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുക? അല്ല, അല്ലെ? നമ്മുടെ ഹാർട്ട്, കിഡ്നി, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, ഇവരും ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് പല 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 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം അല്ലെ. സോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ദെയർ ഹോർമോൺസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. പക്ഷേ സം അതർ ടിഷ്യൂസ് ഇൻ അവർ ബോഡി ഓൾസോ സെക്രീറ്റ്സ് ഹോർമോൺസ്. പക്ഷെ അവരൊന്നും എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹാർട്ടിന്റെ ഏട്രിയൽ വോൾ, അതായത് ഹാർട്ടിലെ ഏട്രിയ ഉണ്ടല്ലോ, മേലത്തെ 2 ചേമ്പേഴ്സ്, അവരുടെ ആ ഭിത്തി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ, പെപ്റ്റൈഡ് ഹോർമോൺ ആണ് ANF, ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ഇതിന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡ് വെസൽസിനെ ഇവരിങ്ങനെ ഡൈലേറ്റ് ചെയ്യും. അപ്പൊ അതിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ബ്ലഡിന്റെ പ്രഷർ കുറയും. അപ്പൊ നമ്മളെ BP-നെ കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ആരുടെ പരിപാടി? ഹാർട്ടിലെ ഏട്രിയൽ വോൾസ് സെക്രീറ്റ് ചെയ്യുന്ന ANF-ന്റെ പരിപാടി. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞത്? ഏട്രിയൽ വോൾ ഓഫ് എ ഹാർട്ട് സെക്രീറ്റ് പെപ്റ്റൈഡ് ഹോർമോൺ കോൾഡ് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ഫുൾ ഫോം പഠിക്കണേ. ANF എന്താ? ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ഇതിന്റെ മെയിൻ പരിപാടി എന്താ? റെഡ്യൂസസ് ബ്ലഡ് പ്രഷർ. എങ്ങനെയാണ്? അതായത് ബ്ലഡ് വെസൽസിനെ ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ ഡൈലേറ്റ് ചെയ്യും. അപ്പൊ ബ്ലഡിന്റെ പ്രഷർ കുറയും. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തത് കേട്ടോ. അടുത്തതാണ് നമ്മളെ കിഡ്നി. നമ്മളെ കിഡ്നിയിൽ ജക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് ഉണ്ട് അല്ലെ, JG സെൽസ് നമ്മൾ പഠിച്ചു. ഈ JG സെൽസ് ഉണ്ടാക്കുന്ന പെപ്റ്റൈഡ് ഹോർമോൺ ആണ് എറിത്രോപോയിറ്റിൻ. എന്താ എറിത്രോപോയിറ്റിന്റെ ഫംഗ്ഷൻ? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് എറിത്രോപോയിസിസ്, അതായത് RBCയുടെ ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ് JG സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന പെപ്റ്റൈഡ് ഹോർമോൺ. ഓക്കെ, അപ്പൊ JG സെൽസ് ആണ് രണ്ടാമത്തത്. സെക്രീറ്റ്സ് എറിത്രോപോയിറ്റിൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഫോർമേഷൻ ഓഫ് RBC, അല്ലെങ്കിൽ എറിത്രോപോയിസിസ് സ്റ്റിമുലേറ്റ് ചെയ്യും. അടുത്തതാണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, അതായത് നമ്മുടെ സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, ലിവർ, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെയാണല്ലോ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ വരുന്ന ഭാഗങ്ങൾ. ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് 4 പെപ്റ്റൈഡ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണടാ? 4 പെപ്റ്റൈഡ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? 1 ഗ്യാസ്ട്രിൻ, 2 സെക്രീറ്റിൻ, 3 കോളിസിസ്റ്റോകൈനിൻ, 4 ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, അതായത് GIP. ഓക്കെ, ഏതൊക്കെയാണ്? ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, CCK, GIP. ഇനി ഓരോ ആൾക്കാരുടെയും ഫംഗ്ഷൻ എന്താന്ന് നോക്കാം. ആദ്യം ഗ്യാസ്ട്രിൻ. ഈ ഗ്യാസ്ട്രിൻ എന്താ ചെയ്യുക? നമ്മളെ സ്റ്റൊമക്കാണ് ഗ്യാസ്ട്രിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗ്യാസ്ട്രിൻ എന്ന് പറയുമ്പോൾ നമ്മളെ സ്റ്റൊമക്കിന്റെ അകത്തുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഗ്യാസ്ട്രിക് ഗ്ലാൻസ് സ്റ്റിമുലേറ്റഡ് ആയാൽ അവർ എന്തിനെ സെക്രീറ്റ് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും പെപ്സിനോജനെയും സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഗ്യാസ്ട്രിൻ അല്ലെ, ഗ്യാസ്ട്രിക് ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ത് ചെയ്യും? HCl-ഉം പെപ്സിനോജനെയും സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് സെക്രീറ്റിൻ. സെക്രീറ്റിൻ നമ്മളെ എക്സോക്രൈൻ പാൻക്രിയാസിനെയാണ് എന്ത് ചെയ്യുക? സ്റ്റിമുലേറ്റ് ചെയ്യുക. ഓക്കെ, സെക്രീറ്റിൻ എന്താ ചെയ്യുന്നത്? പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഓൾസോ ഇത് എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്? വാട്ടർ, ബൈകാർബണേറ്റ് അയോൺസ് ഒക്കെ ഇല്ലേ, ഇതിന്റെയൊക്കെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് വാട്ടറും അയോൺസും, ഈ അയോൺസും പിന്നെ എന്താ പറയുക, വാട്ടറും അതിൽ അയോൺസ് എന്ന് പറയുമ്പോൾ ബൈകാർബണേറ്റ് അയോൺസ് ആണ് HCO3-. അപ്പൊ ഇവരുടെയൊക്കെ സെക്രീഷന് ഹെൽപ്പ് ചെയ്യാൻ ആര് വേണം? സെക്രീറ്റിൻ വേണം. ആൻഡ് ലാസ്റ്റത്തെയാണ് നമ്മുടെ CCK. ഓക്കെ, എന്താണടാ? CCK ലാസ്റ്റ് ആണോ? അല്ല, GIP കൂടി ഉണ്ട് അല്ലെ. അപ്പൊ CCK കോളിസിസ്റ്റോകൈനിനാണ്. ഇത് പാൻക്രിയാസിലും ആക്ട് ചെയ്യുന്നുണ്ട്, ഗോൾ ബ്ലാഡറിലും ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാൻക്രിയാസിലാണ് ഇവർ സ്റ്റിമുലേഷൻ കൊടുക്കുന്നതെങ്കിൽ പാൻക്രിയാറ്റിക് എൻസൈംസിനെ റിലീസ് ചെയ്യും.
ആൻഡ് ഓൾസോ ഗോൾ ബ്ലാഡറിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഗോൾ ബ്ലാഡർ ആണല്ലോ ബൈൽ ജ്യൂസിനെ സ്റ്റോർ ചെയ്യുക. അപ്പൊ ബൈൽ ജ്യൂസിനെ ഗോൾ ബ്ലാഡർ റിലീസ് ചെയ്യും. ഓക്കെ, അതാണ് CCK. അടുത്തത് GIP, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഇത് മെയിൻ ആയിട്ടും ഇൻഹിബിറ്റ് ചെയ്യുന്ന എൻസൈമാണ്. ഇൻഹിബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെയോ സെക്രീഷനെ തടയുന്ന എൻസൈം അല്ല, ഹോർമോണാണ്. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്ന് ഗ്യാസ്ട്രിക് സെക്രീഷൻ, അതായത് നമ്മുടെ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ നിന്ന് വരുന്നില്ലേ ജ്യൂസസ്, അതിന്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യും, തടയും. ഓക്കെ, അതാണ് GIPയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അപ്പൊ 4 നമ്മൾ പറഞ്ഞു: ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, പിന്നെന്താണ് കോളിസിസ്റ്റോകൈനിൻ ആൻഡ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് GIP. യെസ്, ഗ്യാസ്ട്രിൻ ആക്ട് ഓൺ ഗ്യാസ്ട്രിക് ഗ്ലാൻസ്, പിന്നെന്താണ് സെക്രീറ്റിൻ ആക്ട്സ് ഓൺ പാൻക്രിയാസ്, പിന്നെ CCK ആക്ട്സ് ഓൺ പാൻക്രിയാസ് ആൻഡ് ഗോൾ ബ്ലാഡർ, പിന്നെ GIP ഇൻഹിബിറ്റ്സ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ്. ഇതൊക്കെ കൂടാതെ നമ്മളെ ബോഡിയിൽ അനവധി നോൺ എൻഡോക്രൈൻ ടിഷ്യൂസ് ഉണ്ട്. ആ ടിഷ്യൂസ് ഹോർമോൺസിനെ റിലീസ് ചെയ്യും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂസ് ഗ്രോ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, പിന്നെ നശിച്ചുപോയ ടിഷ്യൂസിനെയൊക്കെ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പോയ ടിഷ്യൂസിന് പകരം പുതിയ ടിഷ്യൂസ് റീജനറേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ പരിപാടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഹാർട്ട് ANF പറഞ്ഞു, JG സെൽസ് എറിത്രോപോയിറ്റിൻ പറഞ്ഞു, പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റില് ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, CCK, GIP കഴിഞ്ഞു. യെസ്, അപ്പൊ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്, മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഹോർമോൺസ് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് ടിഷ്യൂസിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ എന്നുള്ളത് നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നോക്കിക്കേടാ, അപ്പോൾ ഹോർമോൺസ് അവരുടെ എഫക്റ്റ് കാണിക്കുന്നത്, അതായത് അവർ ആക്ട് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് ടിഷ്യൂസിലാണ്. അതെങ്ങനെയാണ് നടക്കുന്നത്? അതായത് ഈ ടാർഗറ്റ് ടിഷ്യൂസിൽ എന്തുണ്ടാകും? സ്പെസിഫിക് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ റിസപ്റ്റേഴ്സ് പൊതുവെ എന്തായിരിക്കും? പ്രോട്ടീൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഹോർമോൺ ബ്ലഡ് വഴി വരുന്നു, എന്നിട്ട് ടിഷ്യൂസിന്റെ എവിടേക്ക് എത്തുന്നു, ടിഷ്യൂസിലെ ആ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് അവരുടെ ടാർഗറ്റ് ടിഷ്യൂസിലെ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, ഇത് 2 ടൈപ്പ് ഉണ്ട്. അതായത് ചില ഹോർമോൺ റിസപ്റ്റേഴ്സ് പ്ലാസ്മ മെംബ്രെയിന്റെ സർഫസിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബ്ലഡ് വെസൽ വഴി ഒരു ഹോർമോൺ വരുന്നു, ആ ഹോർമോണ് കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്ററിനെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ റിസപ്റ്റർ എന്ന് പറയുന്നത് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഈ റിസപ്റ്റർ എവിടെ ഇരിക്കുന്നത്? അതായത് മെംബ്രെയിന്റെ പ്ലാസ്മ മെംബ്രെയിന്റെ സർഫസിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഹോർമോണും റിസപ്റ്ററും ബൈൻഡ് ചെയ്തിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ അകത്ത് ആ ബയോളജിക്കൽ ഫംഗ്ഷൻ നടക്കും. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സെൽ മെംബ്രെയിനിലാണ് ഹോർമോൺ റിസപ്റ്റർ ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ മെംബ്രെയിൻ്റെ ബൗണ്ട് റിസപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. അതായത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. പക്ഷേ ചില റിസപ്റ്റേഴ്സ് സെല്ലിന്റെ അകത്ത്, എസ്പെഷ്യലി ചിലപ്പോൾ ന്യൂക്ലിയസിന്റെ അകത്തായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർ സെല്ലുലാർ റിസപ്റ്റേഴ്സ്. ഓക്കെ, എന്താണ് ഇന്റർ സെല്ലുലാർ റിസപ്റ്റേഴ്സ്? അധികവും അത് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആയിരിക്കും, കാരണം ന്യൂക്ലിയസിന്റെ അകത്തായിരിക്കും അവരിയ്ക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് റിസപ്റ്റേഴ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ, ആൻഡ് രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ്. ഇന്റർ അല്ല കേട്ടോ, ഇന്റർ എന്നാണ് പറഞ്ഞത്, ഇൻട്രയാണ്. ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് അത് സെല്ലിന്റെ അകത്ത്, എസ്പെഷ്യലി ന്യൂക്ലിയസിന്റെ അകത്തൊക്കെ ആയിരിക്കും ആ റിസപ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിൽ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന്റെ മുന്നേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം. യെസ്, അപ്പോൾ ഹോർമോൺസ് ടാർഗറ്റ് ടിഷ്യൂലെ സ്പെസിഫിക് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹോർമോൺ റിസപ്റ്റേഴ്സിനോട് ബൈൻഡ് ചെയ്യും. ഹോർമോൺ റിസപ്റ്റേഴ്സ് സെൽ മെംബ്രെയിനിലാണ് എങ്കിൽ, അതായത് ടാർഗറ്റ് സെല്ലിന്റെ സെൽ മെംബ്രെയിനിലാണെങ്കിൽ ദാറ്റ് ഇസ് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ്, ആൻഡ് റിസപ്റ്റേഴ്സ് അകത്താണെങ്കിൽ അത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ആയിരിക്കും. മെയിൻ ആയിട്ട് ന്യൂക്ലിയസിന്റെ അകത്തായിരിക്കും. സോ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആയിരിക്കും. ഒരു ഹോർമോണും ഒരു റിസപ്റ്ററും കൂടി ബൈൻഡ് ചെയ്താൽ ആ ഒരു ബൈൻഡിങ്, അതാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ആ ബൈൻഡിങ് എന്താ ഉണ്ടാക്കുന്നത്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ് ഉണ്ടാക്കുന്നത്. ഓരോ റിസപ്റ്ററിനും സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോൺ ഉണ്ടാക്കും. സോ റിസപ്റ്റേഴ്സ് എപ്പോഴും എന്തായിരിക്കും? സ്പെസിഫിക് ആയിരിക്കും. അതായത് ഇന്ന റിസപ്റ്ററിനോട് ഇന്ന ഹോർമോൺ മാത്രമേ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അവർ ആ ടാർഗറ്റ് ടിഷ്യൂസിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിയുമ്പോഴാണ് സെല്ലിന്റെ അകത്ത് അല്ലെങ്കിൽ ആ ടിഷ്യൂവിന്റെ അകത്ത് ആ ഒരു ബയോ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ, ബയോളജിക്കൽ ഫംഗ്ഷൻ നടക്കുന്നത്. യെസ്, സോ ടാർഗറ്റ് ടിഷ്യൂ മെറ്റബോളിസം അല്ലെ, ആൻഡ് ആ ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹോർമോൺസ് ആണ്. അതായത് ടാർഗറ്റ് ടിഷ്യൂവിന്റെ ഉള്ളിൽ നടക്കേണ്ട മെറ്റബോളിസമോ അല്ലെങ്കിൽ ആ ഫിസിയോളജിക്കൽ ഫംഗ്ഷനോ എല്ലാം ചെയ്യുന്നത് ഹോർമോൺസ് ആണ്.
ഈ ഹോർമോൺസിന്റെ കെമിക്കൽ നേച്ചർ അനുസരിച്ച് നമുക്ക് ഹോർമോൺസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് വന്നിരിക്കുന്ന ഹോർമോൺ ഏതാണ്, ആ ഹോർമോൺ എന്ത് നേച്ചറാണ് കെമിക്കലി ഉള്ളത്, അല്ല കെമിക്കൽ കോമ്പോസിഷൻ എന്താണ്, അതിനനുസരിച്ച് നമുക്ക് ഹോർമോൺസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ ഹോർമോൺസ്. ഓക്കെ, ഈ പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ ഹോർമോണിൽ വരുന്നതാണ് നമ്മുടെ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, പിറ്റ്യൂട്ടറി ഹോർമോൺസ്, ഹൈപ്പോതലാമിക് ഹോർമോൺസ് ഒക്കെ. പിന്നെ അടുത്തതാണ് സ്റ്റിറോയിഡ്. സ്റ്റിറോയിഡ്സിൽ വരുന്നതാണ് കോർട്ടിസോൾ, ടെസ്റ്റോസ്റ്റിറോൺ, പിന്നെ എസ്ട്രാഡയോൾ, പ്രൊജസ്റ്ററോൺ, ഇതൊക്കെ. അയഡോതൈറോണിൽ വരുന്നതാണ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺസ് ആയിട്ടുള്ള T3 ഉം T4 ഉം. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ് എപ്പിനെഫ്രിൻ ഒക്കെ. ഓക്കെ, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ഒക്കെ എന്താ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. സോ ഹോർമോൺസിന്റെ കെമിക്കൽ നേച്ചർ അനുസരിച്ച് നമുക്ക് 4ആയിട്ട് ഹോർമോൺസിനെ ഡിവൈഡ് ചെയ്യാം അല്ലെ. പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ, സ്റ്റിറോയിഡ്, അയഡോതൈറോണിൻ ആൻഡ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. എക്സാമ്പിൾ അടക്കം തന്നെ നിങ്ങൾ ഇത് പഠിക്കണം. ഇനി എങ്ങനെയാണ് ഈ ഒരു ഇൻട്രാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നോക്കിക്കേ, നമ്മൾ FSHനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, FSH. അപ്പൊ FSH എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് FSH കേട്ടോ. അപ്പം ഈ ഒരു ഹോർമോൺ നേരെ വരുന്നത് നമ്മുടെ ഓവറിയിലേക്കാണ്. അതായത് ഓവറിയുടെ സെൽസിന്റെ സെൽ മെംബ്രെയിനിലേക്ക് വരും. അപ്പൊ ഇവിടെ സെൽ മെംബ്രെയിനിലാണ് റിസപ്റ്റർ ഇരിക്കുന്നത്. ഇതാണ് റിസപ്റ്റർ. ഈ റിസപ്റ്റർ ഇരിക്കുന്നത് എവിടെയാണ്? സെൽ മെംബ്രെയിനിലാണ്. ഓക്കെ, ഓവറിയുടെ സെൽ മെംബ്രെയിനിലാണ് റിസപ്റ്റർ ഇരിക്കുന്നത്. സോ ഇത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ആണ്. ഓക്കെ, മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ആണ്. ഈ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററുമായിട്ട് നമ്മുടെ FSH ബൈൻഡ് ചെയ്യും. അങ്ങനെ അവിടെ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്ത ഉടനെ തന്നെ അവിടെ എന്തോ ഒരു മാറ്റം സെല്ലിന്റെ അകത്തുണ്ടാവും. അതായത് അവിടെ വേറൊരാളുണ്ടാവും. അതാണ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്. ഓക്കെ, അതായത് എപ്പോഴാണോ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് അപ്പൊ സെല്ലിന്റെ അകത്ത് ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാവുന്നു. അല്ലാതെ ഈ ഹോർമോൺ നേരെ സെല്ലിന്റെ അകത്തേക്ക് കടക്കുന്നില്ല. ടാർഗറ്റ് സെല്ലിന്റെ ഉള്ളിലേക്ക് ഹോർമോൺ പ്രവേശിക്കുന്നില്ല. മറിച്ച് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്താ ഉണ്ടാക്കുന്നത്? സെക്കൻഡ് മെസ്സഞ്ചറിനെയാണ് ഉണ്ടാക്കുന്നത്. സെക്കൻഡ് മെസ്സഞ്ചേഴ്സിന്റെ എക്സാമ്പിൾ ആണ് സൈക്ലിക് AMP, കാൽഷ്യം. ഓക്കെ, ഈ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ് ബയോകെമിക്കൽ റെസ്പോൺസ്, ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഓവറി അല്ലേ, അപ്പൊ ഓവറിയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ആക്ഷൻ ഓഫ് ഹോർമോൺ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാല് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ ആയിരിക്കും. ഓക്കെ, എന്താണ് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ ആയിരിക്കും? ഫോർ എക്സാമ്പിൾ ഹോർമോൺ ഈസ്ട്രോജൻ ആണ്. ഈസ്ട്രോജൻ നേരെ എങ്ങോട്ടേക്ക് വരും? നമ്മളെ യൂട്രസിന്റെ സെൽ മെംബ്രെയിനിലേക്ക് വരും. അപ്പം മെംബ്രെയിനിൽ റിസപ്റ്റർ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവര് ഡയറക്റ്റ് ആയിട്ട് സെല്ലിന്റെ അകത്തേക്ക് കടക്കും. എന്നിട്ട് നേരെ ന്യൂക്ലിയസിലേക്ക് എത്തും. ന്യൂക്ലിയസിന്റെ അകത്തേക്ക് കടക്കും. കാരണം ന്യൂക്ലിയസിന്റെ അകത്താണ് എന്തിരിക്കുന്നത്? റിസപ്റ്റർ ഇരിക്കുന്നത്. ആ റിസപ്റ്ററുമായിട്ട് ഈ ഹോർമോൺ എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്തിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കും. ആൻഡ് ഇത് അവിടെ ഉണ്ടാക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്രോമസോമൽ അല്ലെങ്കിൽ ജീനുകളുടെ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുക കേട്ടോ. സോ ജീനോം, അതായത് DNA-യിൽ നിന്ന് mRNA ഉണ്ടായി, mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടായി. ആ പ്രോട്ടീനാണ് ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കുക. ചിലപ്പോൾ ടിഷ്യൂവിന്റെ ഗ്രോത്ത് ആയിരിക്കാം, ഡിഫറൻഷിയേഷൻ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുക. സോ ഇത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സിൽ വരുന്ന ഹോർമോണൽ ആക്ഷൻ ആണ്. ഇതാണ് 2 ടൈപ്പ് ഓഫ് ഹോർമോണൽ ആക്ഷൻസ്. സോ ഹോർമോൺസ് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ നോർമലി അവർ ടാർഗറ്റ് സെല്ലിന്റെ അകത്തേക്ക് കയറുന്നില്ല. പക്ഷെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ ജനറേറ്റ് ചെയ്യും. അതായത് സൈക്ലിക് AMPയോ IP3യോ കാൽഷ്യമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാക്കും. ഓക്കെ, ആ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആയിരിക്കും സെല്ലുലാർ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഹോർമോൺ ഇന്ററാക്ട് ചെയ്യുന്നത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ആയിട്ടാണെങ്കിൽ മെയിൻ ആയിട്ട് ഇപ്പം സ്റ്റിറോയിഡ് ഹോർമോൺ, അയഡോതൈറോണിൻ, ഇതൊക്കെയാണ് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുക. അങ്ങനെ ഇവർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂക്ലിയസിന്റെ അകത്തൊക്കെ ആണെങ്കിൽ ഇവർ ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജീനിന്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ക്രോമസോമിന്റെ ഫംഗ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ജീനോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ക്രോമസോം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെയുള്ള ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ചെയ്യുന്നത്. ഇതാണ് മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. അപ്പൊ എന്താ പറഞ്ഞത്? ഹോർമോണ് ഒരു സ്പെസിഫിക് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അതായത് ഇവരുടെ ടാർഗറ്റ് സെൽ, ടാർഗറ്റ് ടിഷ്യൂ ഏതാണോ ആ ടിഷ്യൂവിൽ ഒരു റിസപ്റ്റർ ഉണ്ടാകും. ആ റിസപ്റ്റർ ഒരു സ്പെസിഫിക് ഹോർമോണായിട്ട് മാത്രമേ ബൈൻഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ നടക്കുന്നുള്ളൂ. റിസപ്റ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സെൽ മെംബ്രെയിന്റെ പുറത്താണെങ്കിൽ അത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സും, ആൻഡ് സെല്ലിന്റെ അകത്താണെങ്കിൽ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സും ആയിരിക്കും. മെയിനായിട്ട് ന്യൂക്ലിയസിന്റെ അകത്താണെങ്കിൽ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഹോർമോണിന്റെ കെമിക്കൽ നേച്ചർ അനുസരിച്ച് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം: പെപ്റ്റൈഡ്, സ്റ്റിറോയിഡ്, അയഡോതൈറോണിൻ ആൻഡ് അമിനോ ആസിഡ്. ഇനി ഹോർമോണൽ ആക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററുമായിട്ടാണ് ബൈൻഡ് ചെയ്തിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതെങ്കിൽ സെല്ലിന്റെ അകത്ത് ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാകും. സെക്കൻഡ് മെസ്സഞ്ചർ ആണ് ഫിസിയോളജിക്കൽ റെസ്പോൺസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഏതാ ഹോർമോൺ? FSH, വിച്ച് ആക്ട് ഓൺ ഓവറി. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഹോർമോൺ ഇപ്പം നമ്മൾ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററിൽ ഹോർമോൺ ഡയറക്റ്റ് ആയിട്ട് സെല്ലിന്റെ അകത്ത് കയറുന്നില്ല അല്ലെ, പക്ഷേ
ഇൻട്രാ സെല്ലർ റിസപ്റ്റേഴ്സ് ആണെങ്കിൽ ഹോർമോൺ ഡയറക്റ്റ് ആയിട്ട് ടാർഗറ്റ് സെല്ലിന്റെ അകത്തേക്ക് കയറും. അപ്പൊ ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിന്റെ അകത്തേക്ക് കയറിയിട്ട് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും, കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ട് അവരൊരു ജീൻ എക്സ്പ്രഷനോ ക്രോമസോമൽ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈസ്ട്രജൻ ആണ് പറഞ്ഞത്. ഈസ്ട്രജൻ കയറുന്നത് എങ്ങോട്ടാ? യൂട്രസിന്റെ സെല്ലിന്റെ അകത്തേക്ക്. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. അപ്പം ആദ്യം കാണിച്ചിരിക്കുന്നതില്ലേ FSH അത് പ്രോട്ടീൻ ഹോർമോൺ ആണ്. രണ്ടാമത് ഈസ്ട്രജൻ്റെ കാണിച്ചിരിക്കുന്നത് സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. അപ്പൊ അതുകൂടി ഇവിടെ നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് ഏതാണ് ആക്ഷൻ ആൻഡ് ലേബൽ ചെയ്യാൻ ചോദിക്കും, എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. സോ ദിസ് ഇസ് ഓൾസോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറേ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അതിൻ്റെ ഹോർമോൺസും ഫംഗ്ഷൻസും ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് എടുക്കുക, എന്നിട്ട് ഓരോ ഗ്ലാൻഡിന്റെ പേര് എഴുതുക, ഹോർമോൺസിന്റെ പേര് എഴുതുക, ഫംഗ്ഷൻ എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഞാൻ ഓൾറെഡി ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈവ് ഒക്കെ പോയിരുന്നൊന്ന് കാണുക. എന്നിട്ട് നിങ്ങൾ NCERT ലൈൻ ബൈ ലൈൻ റിവിഷനും കൂടി ചെയ്യുക. ഈ ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ ദാറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ. അതിന്റെ പുറമെ നിങ്ങളൊരു ഷോർട്ട് നോട്ട് കൂടി എന്തായാലും പ്രിപ്പയർ ചെയ്യണം. വെറും ഗ്ലാൻഡും ഹോർമോണും ഫംഗ്ഷനും മാത്രം വെറും പോയിന്റ് ആക്കി എഴുതിയൊരു ഷോർട്ട് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ റിവിഷന്റെ സമയത്ത് അത് വളരെ അധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതായത് VDPP, വേദാന്ത ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. അതായത് മക്കളെ നോക്കിക്കേ, നമ്മൾ ഇന്നെടുത്ത സെഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്വിസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്ത ലിങ്കിൽ കയറുക, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക. തെറ്റുകൾ വന്നാൽ പെട്ടെന്ന് തന്നെ തിരുത്താൻ പറ്റും. പിന്നെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അടുത്ത ലൈവിൽ വരുമ്പോൾ അത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സോ ഞാനിവിടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്, സ്കാൻ ചെയ്യാം. അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതും അല്ലെങ്കിൽ ടെലഗ്രാം എടുത്തിട്ട് വേദാന്തം മലയാളം നടിച്ചു കൊടുത്താൽ മതി, ഗ്രൂപ്പ് കിട്ടും, ജോയിൻ ചെയ്യാം. സോ നിങ്ങൾക്ക് എല്ലാ സെഷൻസിന്റെയും ഡെയിലി ക്വസ്റ്റ്യൻസ്, ക്വിസ്, വീക്കിലി ക്വിസ്, ലൈവിന്റെ നോട്ട്സ്, അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, യെസ്, ഇത് നമ്മുടെ പണ്ടത്തെ ലോകമാണടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും സ്കാൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, യെസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങളെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും വേണം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓരോ ചാപ്റ്ററായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷമുള്ള ചാപ്റ്ററാണ്. സോ ഇതെന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിർബന്ധമായും വേണം. സോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് പറയുക. അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. ഓക്കെ, സോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ചിൽഡ്രൻ, ടാറ്റാ, ബൈ.